ഇവർക്ക് ഞാൻ കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് റെക്കോർഡ്സ് അയച്ചു തന്നിരുന്നു. കിട്ടിയായിരുന്നു എല്ലാവർക്കും? കൈവശം കാണിച്ച് കണ്ടായിരുന്നു മക്കളെ? നിങ്ങള് കണ്ടെങ്കിൽ കൈവശം കാണിച്ച് അത് കണ്ട് നേരത്തെ പഠിക്കാൻ കാണിച്ചത് കേട്ടോ. അപ്പൊ അത് കൂടാതെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണേ. ഓക്കെ മക്കളെ, കേൾക്കുന്നെ കൈവശം കാണിച്ച എല്ലാവരും? അപ്പൊ നമ്മുടെ ബിസിനസ് സ്റ്റഡീസ് ആണ്. ബിസിനസ് സ്റ്റഡീസിന്റെ എക്സാം ആണ്. ഇപ്പൊ കഴിഞ്ഞ എക്സാമുകളൊക്കെ തന്നെ എനിക്കാണ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്നത്. അപ്പൊ ഇതും അതുപോലെ തന്നെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തോളൂ. വെരി വെരി ഈസി എന്ന് പ്രതീക്ഷിച്ച് പോകണ്ട, കുറച്ച് ടഫ് തന്നെയായിരിക്കും കേട്ടോ. അപ്പൊ നന്നായിട്ട് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ആവട്ടെ അല്ലേ? അതല്ല നിങ്ങൾ നന്നായി പഠിച്ചിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ചാപ്റ്ററുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബാക്കി നാളെ ഉണ്ടായിരിക്കും. നമുക്ക് എത്ര ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്ന? മൊത്തം 6 ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്ക് ചാപ്റ്റേഴ്സ് പരിചയപ്പെടാം. ഓക്കെ, സാറേ ചാപ്റ്ററിന്റെ പേരാണ് ഫസ്റ്റ് ചാപ്റ്റർ ബിസിനസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ആണ്. ഒന്നാമത്തെ ചാപ്റ്റർ എനിക്ക് തോന്നുന്നു കുറച്ച് വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണത്. ഇതെന്തായാലും നന്നായിട്ട് നോക്കണം. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ചാപ്റ്റർ ഏതാണ് ടീച്ചറെ? ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. 8 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാടുണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചാപ്റ്റർ ആണ് പ്രൈവറ്റ് പബ്ലിക് ആൻഡ് ഗ്ലോബൽ എന്റർപ്രൈസസ്. അതിൽ നിന്ന് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് വരുന്ന പറയാം. അതുപോലെ നാലാമത്തെ ചാപ്റ്റർ ബിസിനസ് സർവീസസ്. അതിലും എസ്എക്ക് ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ഇൻഷുറൻസ് ഒക്കെ അല്ലേ? അഞ്ചാമത്തെ ഏതാണ് ടീച്ചറെ? എമർജിംഗ് നോട്ട്സ് ഓഫ് ബിസിനസ്. കുറച്ച് സിമ്പിൾ ചാപ്റ്റർ ആണ് സാറേ. സിമ്പിൾ ആയത് ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. കയ്യിലൊക്കെ എടുത്തിടാം. ആറാമത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. വളരെ ഒരു കുഞ്ഞു ചാപ്റ്റർ അല്ലേ? അതന്നെ, സിമ്പിൾ ആയിട്ട് പഠിക്കാം. അപ്പൊ ഒരു 6 ചാപ്റ്റർ ആണ് ഫസ്റ്റ് ടേമിൽ വരുന്നത് അല്ലേ? നെക്സ്റ്റ് നമുക്ക് സെക്കൻഡ് ടേമിൽ വരുന്ന ചാപ്റ്റേഴ്സ് നമുക്ക് നോക്കാം. ഫോർമേഷൻ ഓഫ് എ കമ്പനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. 8 ചാപ്റ്റർ ആണ്. കുറച്ചൊരു സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ് കുറച്ച് കൺഫ്യൂസിംഗ് ആയ ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്കത് നാളെ പഠിച്ചാൽ മതി സാർ. നാളെ പഠിക്കാം. അടുത്ത 9th ചാപ്റ്റർ സ്മോൾ ബിസിനസ് ആൻഡ് എന്റർപ്രണർഷിപ്പ് ആണ്. 10th ഇന്റർനെറ്റ് ട്രേഡ്. 11th ആൻഡ് 12th എന്താ പറയുക? ഇന്റർനാഷണൽ ബിസിനസിന്റെ ഫസ്റ്റും സെക്കൻഡും പോർഷൻസ് ആണ്. അപ്പൊ ഒരു കാര്യം ആദ്യമേ പറയാണ്, നമ്മുടെ ഫസ്റ്റ് മുതൽ അവസാനം വരെ ക്ലാസ് കൃത്യമായിട്ട് കാണുക. അതിനുശേഷം ലാസ്റ്റ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ലാസ്റ്റ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഗൂഗിൾ ഫോമിൽ അയച്ചു തരും കേട്ടോ. ഒരു 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്ററിൽ നിന്ന് ഒരു 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഗൂഗിൾ ഫോം ആയിട്ട് അയച്ചു തരും. അത് കറക്റ്റ് ആയിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് ആൻസർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്ന എല്ലാ ആൻസറും കറക്റ്റ് ആയിരിക്കണം. അത് വളരെ ഫാസ്റ്റിലും ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടിക്ക് എന്തുണ്ടായിരിക്കും? നിങ്ങളുടെ അഡ്രസ്സിലേക്ക്, നിങ്ങളുടെ വീട്ടിലേക്ക് അയക്കും. ഓക്കെ, എല്ലാവരും റെഡി അല്ലേ? ഒന്ന് കൈവശം കാണിച്ച് എനർജറ്റിക് ആയിട്ട് നോക്കട്ടെ. അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. സാറേ കാണിച്ചോളൂ. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണ ചാപ്റ്റർ ഫസ്റ്റ് ചാപ്റ്റർ തന്നെയാണ് അല്ലെ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അവര് ബിസിനസ് പഠിക്കുന്ന സമയത്ത് തന്നെ പഠിച്ച ചാപ്റ്റർ ആണ്. ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ അല്ലെ? അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നന്നായി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും ഈ ചാപ്റ്റർ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് 6 മാർക്കിന് വരെ മിനിമം വരാം. ഓക്കെ, അപ്പൊ മിനിമം ആണ് മക്കളെ 6 മാർക്ക്. അതിൽ കൂടുതലും വരാം അല്ലെ? അപ്പൊ ഇതിനകത്ത് നമുക്ക് ആദ്യം പഠിക്കാനുള്ള ടോപ്പിക് ഏതാണ്? ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ആക്ടിവിറ്റീസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് അല്ലെ? ഒരു കാര്യം മക്കളെ ശ്രദ്ധിക്കുക, നമ്മുടെ പഠിച്ച പോർഷൻസ് എക്സാമിന് ചോദിക്കുള്ളൂ, പക്ഷെ പല ഹെഡിങ്സിൽ ചോദിക്കാം. അപ്പൊ ക്വസ്റ്റ്യൻ നമുക്ക് എന്താണ്, നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി പല ടോപ്പിക്കിൽ ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് ഒരു ടോപ്പിക്കിന് എത്ര പേരുണ്ടോ അത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ആക്ടിവിറ്റി എന്താണ്, ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഹ്യൂമൻ ആക്ടിവിറ്റി ആണ്. അപ്പൊ അതേപോലെ ഓരോ ടോപ്പിക്കും ഹെഡിങ് ഒക്കെ നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചിട്ട് വെക്കാം. ഓക്കെ, അപ്പൊ മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. എന്തൊക്കെയാണ്? ഫസ്റ്റ് ആണ് എക്കണോമിക് ആക്ടിവിറ്റി, സെക്കൻഡ് വൺ ഈസ് നോൺ എക്കണോമിക് ആക്ടിവിറ്റി. എക്കണോമിക് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അറിയാം അത് സാമ്പത്തികപരമായിട്ടുള്ളതാണ് അല്ലെ? അതായത് മണി, അതായത് എക്കണോമിക് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം എന്താണ് സാമ്പത്തികം എന്നാണ് അർത്ഥം അല്ലെ? എക്കണോമിക് എന്നാണ് അർത്ഥം. അപ്പൊ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഏണിംഗ് മണി ആയിരിക്കും അല്ലെ? ഏണിംഗ് മണിയാണ്. അതായത് മണി ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയാം. എക്കണോമിക് ആക്ടിവിറ്റി എക്സാമ്പിൾ പറഞ്ഞ ടീച്ചർ, ഫോർ എക്സാമ്പിൾ നമ്മൾ ബിസിനസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ കൾട്ടിവേഷൻ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ടീച്ചർ വർക്ക് ചെയ്യുന്നു അല്ലെ, മാനേജർ വർക്ക് ചെയ്യുന്നു. അപ്പൊ ഒരാൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റി എന്താണ്? എക്കണോമിക് ആക്ടിവിറ്റി ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് കുറച്ച് ഐറ്റംസ് വന്നിട്ട് ആക്ടിവിറ്റീസ് വന്നിട്ട് തരംതിരിക്കാൻ പറയും. ഹ്യൂമൻ ആക്ടിവിറ്റി തരംതിരിക്കാം. അപ്പൊ നിങ്ങൾ വായ വിളിച്ചിരിക്കരുത്, അത് എക്കണോമിക്കും നോൺ എക്കണോമിക്കും ആണ്. ഹ്യൂമൻ ആക്ടിവിറ്റി ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞാൽ എക്കണോമിക്
എക്കണോമിക്കും നോൺ എക്കണോമിക് ആണ്. അപ്പൊ പൈസയ്ക്ക് വേണ്ടി പണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ മണി ഏൺ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും എന്താണ്? എക്കണോമിക് ആക്ടിവിറ്റി അപ്പൊ എന്താണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്? അപ്പൊ അവിടുത്തെ എയിം എന്തായിരിക്കും? സാറ്റിസ്ഫാക്ഷൻ കിട്ടാം. നമുക്ക് എന്തെങ്കിലും ഒരു സമാധാനത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റി എന്താണ്? നോൺ എക്കണോമിക് ആക്ടിവിറ്റി ആണ് അല്ലെ? അതായത് നമ്മുടെ മെന്റൽ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ. അതുപോലെ തന്നെ ലവ്, സിമ്പതി, ഇതെല്ലാം എന്താണ്? നോൺ എക്കണോമിക് ആക്ടിവിറ്റി ആണ്. അതിന് എക്സാമ്പിൾ ആണ് മക്കളെ ഹൗസ് വൈഫ് കുക്കിംഗ് ഫുഡ്, അതുപോലെ തന്നെ ഡാൻസ് കളിക്കുക, പാട്ട് പാടാം, ടെമ്പിളിൽ പോയി പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ചർച്ചിൽ പോയി പ്രാർത്ഥിക്കുക. ഇതൊക്കെ ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട്, ഒരിക്കലും അത് മണി എന്ന് പറയുന്ന അതിന് വേണ്ടിയിട്ടാണ്. ഇത് മോണിറ്ററി ബെനിഫിറ്റ് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളല്ല അല്ലെ. അപ്പൊ നമുക്ക് മണി ആഗ്രഹിച്ചുകൊണ്ട്, പണം ആഗ്രഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ മണി എന്ന് പറയുന്ന ലക്ഷ്യത്തോടു കൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എക്കണോമിക് ആക്ടിവിറ്റിയും അല്ലാത്തത് നോൺ എക്കണോമിക് ആക്ടിവിറ്റി. മക്കളെ ക്ലിയർ ആണെങ്കിൽ കൈവശം കാണിച്ച എല്ലാവരും എക്സാമ്പിൾസ് കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് പോകണം കേട്ടോ മക്കളെ. അപ്പൊ എക്സാമ്പിൾസും ചോദിക്കും, വൺ വേർഡ് ഒക്കെ ആയിട്ട് ചോദിക്കും. ഓക്കെ, അതുപോലെ ഗ്രൂപ്പ് ചെയ്യാൻ ചോദിക്കും. മക്കളെ ഗ്രൂപ്പ് ഒക്കെ ചെയ്യാൻ പറയുമ്പോൾ കൃത്യമായിട്ട് ഹെഡിങ് തിരിച്ചത് ക്ലാസിഫൈ ചെയ്തതിനെ പഠിക്കുക കേട്ടോ. ബോക്സ് ഒക്കെ വരച്ച് ചെയ്യാം കേട്ടോ. വളരെ നീറ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പൊ എക്കണോമിക് ആക്ടിവിറ്റി നോൺ എക്കണോമിക് ആക്ടിവിറ്റി സെറ്റ് അല്ലേ മക്കളെ? സെറ്റ് ആണ് കൈവശം കാണിച്ച എല്ലാവരും? നെക്സ്റ്റ് ടോപ്പിക് ആണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ്. മക്കളെ ബിസിനസിന്റെ സവിശേഷതകൾ അല്ലെ, അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ചോദിക്കാം, ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കാം, നേച്ചർ ചോദിക്കാം. ഇതൊക്കെ ചോദിച്ചാലും ഇത് തന്നെയാണ് ആൻസർ എന്ന് ഓർമ്മ വേണം. എന്തൊക്കെയാണ് ബിസിനസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്? ഫസ്റ്റ് എന്താണ്? ബിസിനസ് ഇസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി അല്ലെ. പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ് എക്കണോമിക് ആക്ടിവിറ്റി ആണ്. പിന്നെ എന്താണ്? ബിസിനസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? അത് പ്രൊക്യൂർ ചെയ്തിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കും. അപ്പൊ അവിടെ പ്രൊഡക്ഷൻ ഉണ്ട്, പ്രൊക്യൂർമെന്റ് ഉണ്ട്. എന്താണ്? ഈ ഗുഡ്സ് ആൻഡ് സർവീസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, സെയിൽ ഓർ എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടാണ്. ഗുഡ്സ് ആൻഡ് സർവീസ് വിൽക്കുന്നതിനും അതുപോലെ കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ബിസിനസ് ചെയ്യുന്നത്. അതുപോലെ ഡീലിംഗ്സ് ഇൻ ഗുഡ്സ് ഓൺ റെഗുലർ ബിസിനസ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഒരു ബിസിനസ് ആകുമ്പോൾ എന്താണ്? അത് റെഗുലർ ബേസിസിൽ. ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കും ഇത് ബിസിനസ് ആണോ ചോദിക്കും. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, ബിസിനസ് ആണെങ്കിൽ അതിന് എന്തുണ്ടായിരിക്കും? റെഗുലാരിറ്റി ഉണ്ടായിരിക്കും, കണ്ടിന്യൂസ് ആക്ടിവിറ്റി ആയിരിക്കും. നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ ബിസിനസ്സിൽ ഗോയിങ് കൺസേൺ. ഇപ്പൊ ഒരു ജിസാർ ഒരു കാർ വാങ്ങിച്ചു, നാളെ അത് വിറ്റു. എന്താണ്? ഇത് ബിസിനസ് ആണോ മക്കളെ? അല്ല. കാരണം എന്താണ്? റെഗുലർ ആക്ടിവിറ്റി അല്ലേ. ജിസാർ എന്നും കാർ വാങ്ങിച്ച് എന്നും വിൽക്കുകയാണെങ്കിൽ എന്താണ്? അത് റെഗുലർ ആക്ടിവിറ്റി ആണ് അല്ലെ. എത്ര കാശായിരുന്നു? പ്രോഫിറ്റ് ഏർണിംഗ് ആണ് മക്കളെ. അതായത് നമുക്ക് അറിയാം ഏതൊരു ബിസിനസിന്റെയും മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് മേക്ക് എ പ്രോഫിറ്റ് ആണ് അല്ലെ. ഏതൊരു ബിസിനസിന്റെയും പ്രധാന ലക്ഷ്യം എന്താണ്? ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ പോയിന്റ് നമുക്ക് എന്തായിട്ട് എഴുതാം? ഒരു ഫീച്ചർ ആയിട്ട്, ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് എഴുതാം അല്ലെ. അതുപോലെ തന്നെ അൺസർട്ടനിറ്റി ഓഫ് റിട്ടേൺ. ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം, തിരിച്ച് നമുക്ക് കിട്ടുന്ന റിട്ടേൺ എപ്പോഴും അൺസർട്ടൈൻ ആണ് അല്ലെ. നമുക്കൊന്നും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല. എപ്പോ വേണമെങ്കിലും ബിസിനസ്സിൽ പ്രോഫിറ്റ് വരാം, ലോസും വരാം, എപ്പോഴും നഷ്ടം വരാം. അപ്പൊ അത് അൺസർട്ടൈൻ ആണ്. അപ്പൊ ബിസിനസ്സിന് കിട്ടുന്ന റിട്ടേൺ, തിരിച്ചു കിട്ടുന്ന പ്രതിഫലം അൺസർട്ടൈൻ ആണ്. അതുപോലെ തന്നെ ഏതൊരു ബിസിനസ്മാനും നേരിടുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് റിസ്ക് അല്ലെ. റിസ്ക് ഉണ്ടായിരിക്കും. ഏറ്റവും നല്ല രീതിയിൽ റിസ്ക് എടുക്കുന്ന ബിസിനസ്മാൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടുക. അപ്പൊ എലമെന്റ് ഓഫ് റിസ്ക് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ മക്കളെ ക്ലിയർ ആണെങ്കിൽ ഈസി കാണിച്ച എല്ലാവരും ക്യാരക്ടറിസ്റ്റിക്സ് കറക്റ്റ് ആയിട്ട് നോക്കി പോകാം മക്കളെ. ചിലപ്പോൾ ഏതെങ്കിലും മിസ്സിംഗ് ആയിട്ട് നിന്നിട്ട് ഓഡ് വൺ ഔട്ടൊക്കെ ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് പോകാം കേട്ടോ. അതുപോലെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കണം കേട്ടോ. ഇത് നിങ്ങൾക്ക് എനിക്ക് പോയിന്റ് കിട്ടിയാൽ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് അറിയണം കേട്ടോ. അപ്പൊ ഓൺവേർഡ്സിൽ നിങ്ങൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന എക്സ്പ്ലനേഷൻ പഠിച്ചു വെച്ചാൽ മതി. നെക്സ്റ്റ് ടോപ്പിക് ആണ് എക്കണോമിക് ആക്ടിവിറ്റീസിനെ നമുക്ക് എത്രയായി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്? എക്കണോമിക് ആക്ടിവിറ്റി മെയിൻ ആയിട്ട് നമുക്ക് ബിസിനസ് ആയിട്ടും പ്രൊഫഷൻ ആയിട്ടും എംപ്ലോയ്മെന്റ് ആയിട്ടും ക്ലാസിഫൈ ചെയ്യാം. ഇതിന് ചിലപ്പോൾ വേണമെങ്കിൽ കുറച്ച് എക്സാമ്പിൾ വന്നിട്ട് പറയും അത് എക്കണോമിക് ആക്ടിവിറ്റീസിന്റെ പല ക്ലാസിഫിക്കേഷൻ ആയിട്ട് തരംതിരിക്കാൻ. അങ്ങനെയൊക്കെ വരാം അല്ലെ. ഇനി എങ്ങനെ? അപ്പൊ ബിസിനസ്, പ്രൊഫഷൻ, എംപ്ലോയ്മെന്റ്. ഓക്കെ, നമുക്ക് ഇതിന്റെ മൂന്നിന് ഡിഫറൻസ് ഒന്ന് പഠിച്ചു വെക്കാം. ചിലപ്പോൾ 2 മാർക്കിനോ 3 മാർക്കിനോ ഒക്കെ വരാം. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ ഇത് 3 പഠിക്കുകയാണെങ്കിൽ ഗുണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 2 മാർക്കിന് എന്താണ് ബിസിനസ് മാത്രം ചോദിക്കും. നമുക്ക് എന്ത് മൊത്തം കമ്പൈൻ ചെയ്ത് എഴുതി വെക്കാം. അതുപോലെ വേണമെങ്കിൽ എന്താണ് പ്രൊഫഷൻ എന്ന് ചോദിക്കാം. ഡിഫറൻസ് ചോദിക്കാം. ബിസിനസ് പ്രൊഫഷണൽ ഡിഫറൻസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ എംപ്ലോയ്മെന്റ് രണ്ടെണ്ണം വെച്ച് ഡിഫറൻസ് ചോദിക്കാം. അപ്പൊ വളരെ സിമ്പിൾ ആണ് മക്കളെ. ബിസിനസ് എന്തിനു വേണ്ടി എസ്റ്റാബ്ലിഷ്മെന്റ്? ബിസിനസ് ആണെങ്കിൽ എന്താണ്? ഒരു ബിസിനസ്മാന്റെ ഡിസിഷൻ അനുസരിച്ചാണ് ബിസിനസ് വരാം. അവിടെ എന്താണ്? ലീഗൽ ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടാകും. ബിസിനസ്മാനും അയാളുടെ ലീഗൽ ഫോർമാലിറ്റീസിനും അനുസരിച്ച് എന്താ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. ഇനി പ്രൊഫഷൻ ആണെങ്കിലോ പ്രൊഫഷണൽ ബോഡിയിൽ മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കും അല്ലെ. അതായത് പ്രൊഫഷൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഡോക്ടർ, ലോയർ, എഞ്ചിനീയർ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഒക്കെയാണ് കേട്ടോ. അപ്പൊ എക്സാമ്പിൾസും പഠിച്ചു വെക്കാൻ മക്കളെ. ഒരു ഹോട്ടൽ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അത് ബിസിനസ് ആണ്. ടെക്സ്റ്റൈൽ, ഇതൊക്കെ ബിസിനസ് ആണ്. പ്രൊഫഷന് വരുന്ന ഏതൊക്കെയാണ്? ഡോക്ടർ, ലോയർ, CA, എഞ്ചിനീയർ ഒക്കെ എന്താണ്? അത് പ്രൊഫഷൻ ആണ്. എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ സർവീസ് എഗ്രിമെന്റ് ആണ് അല്ലെ. ഇത് എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ
ജോലി കൊടുക്കുന്ന ആളും ജോലി ചെയ്യുന്ന ആളും തമ്മിലുള്ള ഒരു കോൺട്രാക്ട് ആണ് എന്ത് എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞ കേട്ടോ. അതും ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അടുത്ത ബേസിക് മോട്ടീവ്. ബിസിനസ് എന്തിനു വേണ്ടി ചെയ്യണ ടീച്ചറെ? ബിസിനസ് എന്താണ്? പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ബിസിനസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രൊഫഷൻ ആണെങ്കിലോ? പ്രൊഫഷൻ എന്ന് പറയുന്നത് അറിയാം, ഡോക്ടർ ലോയർ ഒക്കെ എന്താ ചെയ്യണം? മറ്റുള്ളവർക്ക് സർവീസ് കൊടുക്കലാണ്, അല്ലെ? സേവനങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്. അപ്പൊ പ്രൊഫഷന്റെ മോട്ടീവ് എന്താണ്? സർവീസ് ആണ്. എംപ്ലോയ്മെന്റ് എന്തിനാ? എംപ്ലോയ്മെന്റ് നമുക്ക് ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? നമുക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ എംപ്ലോയ്മെന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫാക്ട് നമുക്ക് റിസ്കിന്റെ ബേസിസിൽ നോക്കാം. റിസ്ക് ഏറ്റവും കൂടുതൽ എവിടെയാണ്? ഏറ്റവും കൂടുതൽ റിസ്ക് വരുന്നത് ബിസിനസ്സിനായിരിക്കും. ബിസിനസ് ഈസ് ഓൾവേസ് റിസ്കിയാണ്. പ്രൊഫഷണൽ റിസ്ക് ഉണ്ട്, കാരണം എന്താണ്? നമുക്ക് അവിടെ ട്രെയിനിങ് ഒക്കെ ഉണ്ടല്ലേ, അപ്പൊ ട്രെയിനിങ്ങും നമുക്ക് പ്രൊഫഷണൽ നോളജ് ഉള്ളതുണ്ടാകും, അവിടെ റിസ്ക് കുറവായിരിക്കും. പക്ഷെ എംപ്ലോയ്മെന്റിലാണെങ്കിലോ? എംപ്ലോയ്മെന്റിലാണെങ്കിൽ നമുക്ക് റിസ്ക് ഒട്ടുമില്ല. കാരണം എന്താണ്? നമ്മുടെ കീഴിൽ വർക്ക് ചെയ്യല്ലേ, അപ്പൊ എല്ലാ റിസ്ക്കും ആർക്കായിരിക്കും? എംപ്ലോയർക്കായിരിക്കും, അല്ലെ? ഇവിടെ ഒരു എക്സാമ്പിൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പൊ ഒരു ഡോക്ടർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ ഞാൻ പറയാൻ പറ്റുന്ന എനിക്ക് മനസ്സിലാക്കി പെട്ടെന്ന് ചാൻസ് ഉണ്ട്. ഒരു ഡോക്ടർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് പ്രൊഫഷൻ ആണോ എംപ്ലോയ്മെന്റ് ആണോ? ആരും ചോദിക്കാം. ഒരു ഡോക്ടർ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിൽ വേണ്ട പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് ഡോക്ടർ വർക്കിംഗ് ആസ് ഏതാണ് ഹോസ്പിറ്റൽ. അഖിലേഷേ, എടാ ഇത് പ്രൊഫഷൻ ആണോ എംപ്ലോയ്മെന്റ് ആണോ ബിസിനസ് ആണോ? ഏത് ടൈപ്പ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി? ഡോക്ടർ വേണ്ട, പ്രത്യേക ആലോചിച്ച് ആൻസർ പറയണം. എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് കറക്റ്റ് അല്ലേ മക്കളെ? ഡോക്ടർ ആണെങ്കിൽ പോലും നമ്മൾ മറ്റൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? എംപ്ലോയ്മെന്റ് ആണ്. കാരണം എന്താണ്? ഡോക്ടർ ക്ലിനിക്ക് റൺ ചെയ്യുകയാണെങ്കിലോ അതൊരു പ്രൊഫഷൻ ആണ്, അല്ലെ? അവർക്ക് കിട്ടുന്ന റിവാർഡ് നോക്കിയാൽ മതി. റിവാർഡ് എന്താണ്? ഫീസ് ആണെങ്കിൽ അത് പ്രൊഫഷൻ ആയിരിക്കും. റിവാർഡ് എന്താണ്? റിവാർഡ് സാലറി അല്ലെങ്കിൽ വേജ് ആണെങ്കിലോ അത് എംപ്ലോയ്മെന്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ അതനുസരിച്ച് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ. ഒരു ഡോക്ടർ ഒരു ഹോസ്പിറ്റൽ തുടങ്ങിയാലോ? ഒരു ഡോക്ടർ ഹോസ്പിറ്റൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താണ്? സാറ് കുഴപ്പിക്കുമല്ലോ. സാറിന്റെ ആൻസർ അത് ശ്രദ്ധിക്കുക. അത് വേണമെങ്കിൽ ബിസിനസ് ആയിട്ട് നമുക്ക് പറയാം, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കാട്ടോ മക്കളെ. അടുത്തതാണ് ക്യാപിറ്റൽ, അല്ലെ? ഒരു ബിസിനസ് തുടങ്ങാൻ നമുക്ക് എന്ത് വേണം? ഹ്യൂജ് ക്യാപിറ്റൽ വേണം. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ സാറിന് വേണമെങ്കിൽ ക്ലിനിക്ക് തുടങ്ങുമ്പോൾ കുറച്ച് ക്യാപിറ്റൽ മതി. ഒരു ഹോസ്പിറ്റൽ തുടങ്ങുകയാണെങ്കിലോ പ്രൊഫഷൻ ആണെങ്കിൽ ലിമിറ്റഡ് ക്യാപിറ്റൽ മതി. എംപ്ലോയ്മെന്റ് ആണെങ്കിൽ ക്യാപിറ്റൽ വേണ്ട. റിവാർഡ്, പ്രതിഫലം. ഒരു ബിസിനസ്സുകാരന് കിട്ടുന്ന പ്രതിഫലം എന്താണ്? പ്രോഫിറ്റ് ആയിരിക്കും. ലാഭമാണ്. ഒരു ഡോക്ടറിന്, ലോയറിന്, എഞ്ചിനീയറിനൊക്കെ കിട്ടുന്ന പ്രതിഫലം എന്താ കൊടുക്കുക? ഫീസ് ആയിരിക്കും, അല്ലെ? ഫീസാണ്. ഒരു എംപ്ലോയിക്ക്, ഒരു തൊഴിലാളിക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ്? വേജ് അല്ലെങ്കിൽ സാലറി. വേജസ് ഓർ സാലറി. മക്കളെ സെറ്റ് ആണെങ്കിൽ ദേശി കാണിച്ച എല്ലാവരും ഒന്ന് എനർജറ്റിക് ആയിട്ട് വേവിച്ച് നോക്കട്ടെ. ഓക്കെ, അപ്പൊ ഇത് എന്തായാലും പഠിക്കാം. ഇതിനെന്തായാലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അടുത്ത ബിസിനസിന്റെ മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ് ആണ്. അപ്പൊ ബിസിനസിന്റെ ഒബ്ജക്റ്റീവ്, ഉദ്ദേശങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ പഠിച്ച 2-3 പോയിന്റ് നമുക്ക് ഫീച്ചേഴ്സിൽ പഠിച്ചു എഴുതാം. അതുകൂടാതെയുള്ള മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ് നമുക്ക് നോക്കാം, അല്ലെ? എന്തൊക്കെ പറയാൻ ടീച്ചറെ? ഫസ്റ്റ് ആണെങ്കിൽ നമ്മുടെ ബിസിനസിന് എന്ത് വേണം? ഒരു മാർക്കറ്റ് സ്റ്റാൻഡിങ് വേണം, അല്ലെ? ബിസിനസിന് എന്താണ്? മാർക്കറ്റിൽ ഒരു പ്ലേസ് വേണം. കസ്റ്റമേഴ്സിന് ഇടയിൽ എന്ത് വേണം? ഒരു ഡിമാൻഡ് ഒക്കെ വേണ്ടേ? അപ്പൊ ഇതിനാണ് എന്ത് പറയാ? മാർക്കറ്റ് സ്റ്റാൻഡിങ്. നെക്സ്റ്റ് എന്താണ്? ഇന്നോവേഷൻ കൊണ്ടുവരണം. എപ്പോഴും ഒരേപോലെ പ്രൊഡക്റ്റ് ആകാൻ പാടില്ല. നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ പോലെ, അല്ലെ? അറിയാലോ മക്കളെ, നിങ്ങളൊരു ബിസിനസ്സിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ വല്ല ലുലുമാളിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും കാണുന്ന ലുലുമാൾ പോലെയാണ് എപ്പോഴും ഇരിക്കുന്നത്. എപ്പോഴും ഒരു പുതുമകൾ കൂട്ടണം. എന്നാലും നമുക്കൊരു ചേഞ്ച്, എന്നാലും വീണ്ടും നമ്മൾ വീണ്ടും കസ്റ്റമർ വരുള്ളൂ, അല്ലെ? അപ്പൊ ഇന്നോവേഷൻസ് എപ്പോഴും ബിസിനസ്സിൽ വേണം. അടുത്താണ് പ്രൊഡക്ടിവിറ്റി, അല്ലെ? ബിസിനസിന്റെ മെയിൻ ലക്ഷ്യം എന്താണ്? ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ടാക്കുക, നല്ല ലാഭത്തിൽ വിൽക്കുക. അപ്പൊ പ്രൊഡക്റ്റ് കൂടുതൽ ഉണ്ടാക്കുക എന്നുള്ളത് ബിസിനസിന്റെ ഒരു ലക്ഷ്യമാണ്. അതുപോലെ ഫിസിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സുകൾ. ഇനി ബിസിനസ് ആകുമ്പോൾ എന്തൊക്കെ വേണം? ഫിസിക്കൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് വേണം, പിന്നെ ഫിനാൻഷ്യൽ, അതായത് നമുക്ക് മണി വേണം, പണപരമായ കാര്യങ്ങൾ വേണം. അതുപോലെ ഏർണിംഗ് പ്രോഫിറ്റ് എല്ലാവർക്കും അറിയാം. സൊസൈറ്റിയോടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഒരു ബിസിനസ്. സൊസൈറ്റിക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക, നല്ല പ്രൊഡക്റ്റ് കൊടുക്കുക, നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് റീസണബിൾ പ്രൈസിന് കൊടുക്കുക. ഇതൊക്കെയാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. മക്കളെ സെറ്റ് ആണെങ്കിൽ കാണിച്ച് മക്കളെ. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. സാറേ കാണിച്ചോളൂ. ഒരു തവണ എനിക്ക് 2 വർഷം മുമ്പ് 8 മാർക്കിന് ചോദിച്ചിരുന്നു. 2 വർഷം മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻ മക്കൾ എന്തായാലും നോട്ട് ചെയ്യണം, കാരണം ഇപ്പോൾ അങ്ങനെ ഒരു ട്രെൻഡ് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഈ സെക്ഷനിൽ നിന്നൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ബിസിനസിനെ നമുക്ക് എത്രയായി ക്ലാസിഫൈ ചെയ്യാൻ ടീച്ചറെ? ബിസിനസ് നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? ഇൻഡസ്ട്രി ആയിട്ടും കൊമേഴ്സ് ആയിട്ടും. നമുക്ക് ശ്രദ്ധിക്കുക, ബിസിനസിനെയാണ് ഇൻഡസ്ട്രിയും കൊമേഴ്സും ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ആദ്യം നമ്മൾ ചാർട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം, എന്നിട്ട് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാം, അല്ലെ? ചാർട്ട് നിങ്ങൾ കൃത്യമായിട്ട് വരയ്ക്കാൻ പഠിക്കണം. അതന്നെ, ചാർട്ട് വരയ്ക്കാൻ എവിടെ അവസരം കിട്ടിയോ അവിടെ നിർബന്ധമായിട്ട് ചാർട്ട് വരയ്ക്കാം. വരച്ചിട്ട് പ്രയോജനമായിട്ടുണ്ടല്ലോ സാറേ.
അപ്പോ ഇൻഡസ്ട്രീനെ നമുക്ക് ഇപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക, ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ബിസിനസിനെയാണ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്, ഇൻഡസ്ട്രിയും കൊമേഴ്സും. ഓക്കെ അതുപോലെ മക്കളെ ശ്രദ്ധിക്കുക, ഇത് ബിസിനസ് ആക്ടിവിറ്റിയുടെ ഡയഗ്രാം ആണ്. അപ്പൊ നിങ്ങൾ അതും വായിച്ചു വെക്കുക. ബിസിനസ് ആക്ടിവിറ്റി ഡയഗ്രാം വരയ്ക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് തന്നെ പഠിച്ചു വെക്കാം. അപ്പൊ ചിലപ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക, അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കണം. ഇൻഡസ്ട്രീനെ നമുക്ക് എത്രയും നീളി ക്ലാസിഫൈ ചെയ്യാം? ഇൻഡസ്ട്രി ക്ലാസിഫൈഡ് ഇൻടു 3 കാറ്റഗറി ആണ്. ഫസ്റ്റ് വൺ ഈസ് ഇൻഡസ്ട്രി, സെക്കൻഡറി ഇൻഡസ്ട്രി, ടെറിഷറി. നമുക്ക് ആദ്യം ഈ സെക്ഷൻ പറയാം. പ്രൈമറി ഇൻഡസ്ട്രീനെ നമുക്ക് എത്രയൊക്കെ തരംതിരിക്കാം? രണ്ടായി തരംതിരിക്കാം. എക്സ്ട്രാക്റ്റീവ് ആയിട്ടും ജനറ്റിക് ആയിട്ടും തരംതിരിക്കാം. സെക്കൻഡറി ഇൻഡസ്ട്രീനെ ഇതുപോലെ തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, മാനുഫാക്ചറിങ്ങും കൺസ്ട്രക്ഷനുമായിട്ടും. ഇതുപോലെ തന്നെ മാനുഫാക്ചറിംഗിനെ എത്രയെ ക്ലാസിഫൈ ചെയ്യാം? 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. 4 മക്കളെ. അനലിറ്റിക്കൽ, സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി, പ്രോസസിംഗ്, അസംബ്ലിംഗ് ഇൻഡസ്ട്രി. മക്കളെ സെറ്റ് ആണെങ്കിൽ കഴിച്ച് കാണിച്ചേ. ഈ ഡയഗ്രം കിട്ടിയില്ലേ? ഈ വർഷം കിട്ടിയില്ലേ? നമുക്ക് ആദ്യം ഈ സെക്ഷൻ ഒന്ന് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് ആദ്യം ഇൻഡസ്ട്രിയുടെ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ പ്രൈമറി ആണ് അല്ലെ? കാണിച്ച പ്രൈമറി എന്ന് പറഞ്ഞാൽ പ്രൈമറി എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ നമ്മൾ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രിയും ഉണ്ട്, അതായത് ജനറ്റിക് ഇൻഡസ്ട്രിയും അതുപോലെ എന്താണ് എക്സ്ട്രാക്റ്റീവ് ചെയ്യുമ്പോഴാണ് പ്രൈമറി ഇൻഡസ്ട്രി. നേച്ചറിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് പ്രൈമറി ഇൻഡസ്ട്രി. രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, എക്സ്ട്രാക്റ്റീവ് ഉണ്ട്, ജനറ്റിക് ഉണ്ട്. എന്താ എക്സ്ട്രാക്റ്റീവ്? നമ്മളെ നേച്ചറിൽ നിന്ന് സോയിൽ, വാട്ടർ ഇതൊക്കെ എന്തെങ്കിലും എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കും. വെരി വെരി ഇമ്പോർട്ടന്റ്. എന്തൊക്കെയാണ് എക്സാമ്പിൾ? ഫസ്റ്റ് വൺ എന്താണ്? ഫാമിംഗ് ചെയ്യാം, അത് എക്സ്ട്രാക്ഷൻ ആണ്. പിന്നെ എന്താണ്? ഫിഷിംഗ്, മൈനിങ് ഉണ്ട്, ഹണ്ടിങ് ഉണ്ട്. ഇതൊക്കെ എന്താണ്? എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി. മക്കളെ എക്സാമ്പിൾ നന്നായിട്ട് ഓർത്ത് വെക്കുക കേട്ടോ, ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ വരാം. നാച്ചുറൽ റിസോഴ്സസ് നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് എക്സ്ട്രാക്റ്റീവ്. ഇനി അടുത്താണ് ജനറ്റിക് ഇൻഡസ്ട്രി ആണ്. അതായത് ഒന്നിൽ നിന്ന് മറ്റൊന്ന് ഔട്ട്പുട്ട് നമ്മൾ എന്താണ്? അനിമൽസിനെ, പ്ലാന്റ്സിനെ ഒക്കെ ബ്രീഡ് ചെയ്യാണ്, റീപ്രൊഡക്ഷൻ ചെയ്യാണ്. അങ്ങനത്തെ ഇൻഡസ്ട്രി ആണ് എന്ത്? ജനറ്റിക് ഇൻഡസ്ട്രി. എക്സാമ്പിൾസ് പഠിക്കാം. ഡയറി ഫാമിംഗ്, ഡയറി കാറ്റൽ ബ്രീഡിംഗ് ഫാംസ് പറയാം, അല്ല പോൾട്രി ഫാംസ് പറയാം, എപ്പികൾച്ചർ പറയാം, എല്ലാ കൾച്ചറുകളും പറയാം. പ്ലാന്റ് നഴ്സറീസ് പറയാം. ഇൻഡസ്ട്രിയിൽ വരും ട്ടോ. പിസികൾച്ചർ, അപ്പോൾ റീപ്രൊഡക്ഷൻ ഉള്ള എല്ലാ കാറ്റഗറി എന്താണ്? ജനറ്റിക് ഇൻഡസ്ട്രി ആണെന്ന് പഠിച്ചു വെക്കാം. ക്ലിയർ ആയില്ലേ? നമ്മുടെ പ്രൈമറി ഇൻഡസ്ട്രി കഴിഞ്ഞ മക്കളെ എല്ലാവർക്കും സെറ്റ് ആണെങ്കിൽ ഈസി കാണിച്ചേ. അപ്പൊ നമ്മൾ ബിസിനസിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നു, ഇൻഡസ്ട്രിയും കൊമേഴ്സും. ഇൻഡസ്ട്രിനെ മൂന്നായി ക്ലാസിഫൈ ചെയ്യുന്നു, പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി. നമ്മുടെ പ്രൈമറിനെ എന്ത് ചെയ്യുന്നു? നമ്മള് എക്സ്ട്രാക്റ്റീവ് ആയിട്ടും ജനറ്റിക് ആയിട്ടും ക്ലാസിഫൈ ചെയ്യുന്നു. അല്ലേ മക്കളെ? അപ്പൊ നമ്മുടെ പ്രൈമറി കഴിഞ്ഞ് നമുക്ക് ഇനി അടുത്തത് എന്ത് ചെയ്യാം? അടുത്തതാണ് സെക്കൻഡറി. സെക്കൻഡറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സെക്കൻഡറി എന്ന് പറയുമ്പോൾ പ്രൈമറിയുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് എന്താണ് എന്തെങ്കിലും ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രി. ഇൻപുട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അതിന്റെ ഔട്ട്പുട്ട് ഉണ്ടാക്കും. ആ ഇൻപുട്ട് എവിടുന്നായിരിക്കും? പ്രൈമറി ഇൻഡസ്ട്രി ആയിരിക്കും. അത്രേ ഉള്ളൂ. മക്കളെ സെറ്റ് ആണെങ്കിൽ കാണിച്ച എല്ലാവരും ഇൻപുട്ട് ഇട്ടിട്ട് നമ്മൾ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന രീതിയാണ് സെക്കൻഡറി ഇൻഡസ്ട്രി. ഔട്ട്പുട്ട് ഇട്ടിട്ട് നിങ്ങൾ പുട്ടുണ്ടായി കഴിക്കാറില്ലേ? അതിന്റെ സംഭവം. സെക്കൻഡറി ഇൻഡസ്ട്രി നമുക്ക് എത്രയെ തരംതിരിക്കാം? നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, മാനുഫാക്ചറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ. അതിൽ കൺസ്ട്രക്ഷൻ ആദ്യം പറഞ്ഞല്ലോ സാറേ, സിമ്പിൾ അല്ലേ? കൺസ്ട്രക്ഷൻ ഒന്നുമില്ല, എന്തെങ്കിലും ഡാം ഉണ്ടാക്കാം, അതല്ല ബ്രിഡ്ജ് പണിയാം, ഇതൊക്കെയാണ് കൺസ്ട്രക്ഷൻ. കൺസ്ട്രക്ഷൻ അറിയാലോ, അതായത് ബിൽഡിംഗ് പണിയ, ഡാം, അതുപോലെ ബ്രിഡ്ജ്. അവിടെ ഒരു കൺസ്ട്രക്ഷന്റെ ആക്ടിവിറ്റി ആയിരിക്കും. അത്രയും. മാനുഫാക്ചറിംഗിലാണ് എത്രണ്ണായിട്ട് വരുന്നത്? 4 ആയിട്ട് ക്ലാസ്. മാനുഫാക്ചറിംഗിനെ മക്കളെ എത്രയും തരംതിരിക്കാം? 4 ആയിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാ? അനലിറ്റിക്കൽ ഇൻഡസ്ട്രി, സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി, പ്രോസസിംഗ് ഇൻഡസ്ട്രി, അസംബ്ലിംഗ് ഇൻഡസ്ട്രി. അനലിറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെറ്റീരിയലിൽ നിന്ന് അല്ലെ എന്താണ്? ഒരു മെറ്റീരിയലിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? പല പല പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാം. മനസ്സിലായോ? ഇപ്പൊ ഓയിൽ റിഫൈനറിന്ന് പെട്രോള്, ഡീസൽ ഇതൊക്കെ ഉണ്ടാക്കിക്കൂടെ? ആണെങ്കിൽ കൈവശം കാണിച്ച മക്കളെ. അപ്പൊ ഒരു മെറ്റീരിയലിൽ നിന്ന് നമുക്ക് പല പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയാൽ അതെന്താണ്? അനലിറ്റിക്കൽ ഇൻഡസ്ട്രി ആണ്. പല പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് ഒരൊറ്റ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയാൽ സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി ആണ്. പല ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കുന്നു, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു. സാമ്പാർ അല്ലെ? സാമ്പാറിന് ഇതൊക്കെ നൈജോരൊക്കെ എനിക്ക് പേടി. സാമ്പാർ, പുട്ട് അല്ലെ? നമുക്കറിയാലോ സാമ്പാർ ഉണ്ടാക്കണേ എന്തൊക്കെ വേണം, അപ്പൊ കുറെ അധികം ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്താലേ നമുക്ക് സാമ്പാർ കിട്ടുള്ളൂ. അപ്പൊ അതായത് പല പല ഇൻപുട്ട് ഇട്ട് കൊടുത്താൽ ഒരു പ്രൊഡക്റ്റ് കിട്ടുകയാണെങ്കിൽ അതാണ് സിന്തറ്റിക്കൽ. ക്ലിയർ ആണ് കഴിച്ച് കാണിച്ചേ. ഈ സിമെന്റ് എന്ന് പറഞ്ഞ നിസ്സാരക്കാരനല്ല, കുറെ സാധനം മിക്സ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുക? സിമെന്റ് കിട്ടും. അടുത്ത പ്രോസസിംഗ്. ആ പേര് തന്നെയുണ്ട്, ഒരു പ്രോസസ് ഘട്ടമായിട്ട്. മനസ്സിലായോ? അത് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഷുഗറും പേപ്പറും. ഈ ഷുഗർ ഷുഗർ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, ആ ഇരിക്കുന്ന ഷുഗർ എവിടെ നിന്ന് വരണ? ഷുഗർ കെയിനിന്നാണല്ലേ? നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പൊ ഒരുപാട് പ്രോസസ്സിലൂടെ കടത്തിവിടുന്ന ഷുഗർ ഉണ്ടാവണേ. അതുപോലെ പേപ്പർ എങ്ങനെ ഉണ്ടാവണേ മക്കളെ? പേപ്പർ മുള, അതായത് ആ ഒരു ട്രീ.
അപ്പൊ നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും ഇല്ല. അപ്പൊ അത് കുറെ പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടാണ് നമുക്കൊരു പേപ്പർ ആവണേ അല്ലെ. അപ്പൊ അതാണ് ഇതിന്റെ എക്സാമ്പിൾ ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എല്ലാവരും എക്സാമ്പിൾസ് എഴുതി വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത ലാസ്റ്റ് ആണ് അസംബ്ലി. അസംബ്ലി എന്ന് പല പറയുന്നത് സ്ഥലങ്ങളിൽ ഇത് പല കമ്പോണൻസ് കൊണ്ടുവരാൻ പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കി വരും. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അസംബിൾഡ് പ്രൊഡക്റ്റിലാണ് ഞങ്ങളുടെ ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണത്? ഏതാണ് അസംബിൾഡ് പ്രൊഡക്റ്റ്? ഏത് അസംബിൾഡ് പ്രൊഡക്റ്റിലാണ് നിങ്ങൾ ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? മൊബൈൽ ഫോൺ ആണോ അതോ നമ്മുടെ കമ്പ്യൂട്ടർ ആണോ? അപ്പൊ കമ്പ്യൂട്ടർ മൊബൈൽ ഫോണൊക്കെ അസംബിൾ, ടെലിവിഷൻ, ടി വി, കാറൊക്കെ അല്ലെ. മക്കളെ എല്ലാവർക്കും മാനുഫാക്ചറിങ് ക്ലിയർ ആണോ? അഭിനയം ക്ലിയർ ആണോ? 4 കാറ്റഗറിയും ക്ലിയർ അല്ലേ? എക്സാമ്പിൾസ് ക്ലിയർ അല്ലേ? എക്സാമ്പിൾസ് മസ്റ്റ് ആയിട്ട് നോക്കി പോകുക. അതുപോലെ ശ്രദ്ധിക്കുന്ന മക്കളെ, പ്രോസസിംഗ് എന്ന് പറയുമ്പോൾ സ്റ്റെപ്പും കൂടി നോക്കുക. അപ്പൊ സ്റ്റെപ്പുകൾ ഇൻഡസ്ട്രി ഏതാണ്? അത് പ്രോസസിംഗ് ഇൻഡസ്ട്രി തന്നെയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ അത് കൂടി ഓർത്ത് വെക്കുക. അർത്ഥം നോക്കിയിട്ട് വേണം ആൻസർ ഇതായിട്ട് സാറേ. അപ്പൊ നമ്മുടെ ഒരു സെക്ഷൻ അതിന് മുൻപുണ്ട് ലാസ്റ്റ് ഇൻഡസ്ട്രി സാറേ, ടെറിഷറി ഇൻഡസ്ട്രി. ടെറിഷറി പറഞ്ഞില്ല അല്ലെ മകളെ. ടെറിഷറി എന്ന് പറഞ്ഞാൽ പ്രൈമറിയെയും സെക്കൻഡറിയെയും സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഇതാണ് ടെറിഷറി. അതായത് കമ്മ്യൂണിക്കേഷൻസ് പറയാം നമുക്ക്. അത് നമ്മൾ ഓൾറെഡി ബിസിനസ്സിൽ പഠിക്കുന്നുണ്ട്. ആ ഒരു ടോപ്പിക്ക് നമ്മൾ 3 കാറ്റഗറി ആയിട്ട് പഠിക്കുന്ന മക്കൾ ശ്രദ്ധിക്കുക. ടെറിഷറി ഇൻഡസ്ട്രീസ്, അല്ലെങ്കിൽ സർവീസസ്, അല്ലെങ്കിൽ കൊമേഴ്സിന്റെ ഫംഗ്ഷൻസ്, അല്ലെങ്കിൽ എന്താണ് ഓക്സിലേഴ്സ് ടു ട്രേഡ്. അപ്പൊ ഈ ഒരു സംഭവം നമ്മൾ 4 ടോപ്പിക്ക് പഠിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അന്നേരത്ത് പഠിച്ചാൽ മതി. ക്ലിയർ ആണെങ്കിൽ മനസ്സിലാക്കി വെക്കുക. പ്രൈമറിനെയും സെക്കൻഡറിയും സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഇൻഡസ്ട്രിയാണ് ഇത് ടെറിഷറി. അപ്പൊ സപ്പോർട്ട് സർവീസ് ഏതാണ്? ടെറിഷറി സപ്പോർട്ട് സർവീസ്. ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ, ക്ലിയർ ആണ്. കാണിച്ച എല്ലാവരും ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ? സൗണ്ട് കുറവൊന്നുമില്ലല്ലോ. അപ്പൊ ഇതൊന്നും കൂടെ പറയാം നമുക്ക് അല്ലെ. ബിസിനസിനെ എത്ര ക്ലാസിഫൈ ചെയ്യാം? മെയിൻ ആയിട്ട് എന്താണ്? പ്രൈമറി ആയിട്ടും സെക്കൻഡറി ആയിട്ടും ബിസിനസിന് എന്താണ്? ഇൻഡസ്ട്രി ആയിട്ടും കൊമേഴ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി. പ്രൈമറിന് വീണ്ടും രണ്ടായിട്ട് എക്സ്ട്രാക്റ്റീവും ജനറ്റിക്കും. സെക്കൻഡറി ആണെങ്കിലോ മാനുഫാക്ചറിങ്ങും കൺസ്ട്രക്ഷനും. മാനുഫാക്ചറിന് വീണ്ടും 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? സിന്തറ്റിക്കൽ, പ്രോസസിംഗ്, അസംബ്ലി. മക്കളെ സെറ്റ് ആണെങ്കിൽ കാണിച്ച എല്ലാവരും നമുക്ക് ഇനി അടുത്ത കൊമേഴ്സിലോട്ട് പോവാം അല്ലെ. മക്കളെ ശ്രദ്ധിക്കുക. കൊമേഴ്സ് ഉണ്ടല്ലോ, ആവശ്യമുണ്ടല്ലോ. എന്താണ് കൊമേഴ്സ് പറഞ്ഞാൽ? ഫസ്റ്റ്, കൊമേഴ്സ് ഈസ് ക്ലാസിഫൈഡ് ഇൻടു ഏതൊക്കെ ആക്ടിവിറ്റി ആണ്? ട്രേഡ് ആയിട്ടും, അല്ലെങ്കിൽ എന്താണ് ഓക്സിലേഴ്സ് ടു ട്രേഡ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം? എയ്ഡ്സ് ടു ട്രേഡ് എന്ന് പറയാം. മക്കളെ അപ്പൊ എന്ത് ഓർത്ത് വെക്കുക? കൊമേഴ്സ് ഈസ് ക്ലാസിഫൈഡ് ഇൻടു ട്രേഡ് അല്ലെങ്കിൽ എയ്ഡ്സ് ടു ട്രേഡ് ആണ്. വാട്ട് ഈസ് കൊമേഴ്സ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രൊഡ്യൂസറിൽ നിന്നും കൺസ്യൂമറിലേക്ക് ഗുഡ്സ് ആൻഡ് സർവീസ് എത്തുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും നമുക്ക് എന്ത് ചെയ്യാം? സം ടോട്ടൽ കിട്ടുന്നതാണ് കൊമേഴ്സ്. ക്ലിയർ അല്ലേ? ഒരു ഉൽപാദകരിൽ നിന്നും ഉപഭോക്താവിലേക്ക് ഗുഡ്സ് ആൻഡ് സർവീസ്, സാധനങ്ങളും സേവനങ്ങളും എത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും ആകെ തുകയാണ് കൊമേഴ്സ്. ഇതല്ലേ കറക്റ്റ് മലയാളം? കൊമേഴ്സിന് നമുക്ക് എത്ര തരംതിരിക്കാം? 2 ആയിട്ട് തരംതിരിക്കാം. ഓക്സിലേഴ്സ് ടു ട്രേഡ് അല്ലെങ്കിൽ എയ്ഡ്സ് ടു ട്രേഡ് നമുക്ക് പറയാം. 2 നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. നമുക്ക് ആദ്യം എന്ത് പറയാം? നമുക്ക് ഫസ്റ്റ് നമ്മൾ എന്തായാലും കൊമേഴ്സ് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് എന്താണ്? എയ്ഡ്സ് ടു ട്രേഡ് അല്ലെങ്കിൽ ഓക്സിലേഴ്സ് ടു ട്രേഡിലെ ഇത് തന്നെയാണ് കൊമേഴ്സിന്റെ ഫംഗ്ഷൻസ് ആയിട്ടും അതുപോലെ ടെറിഷറി ഇൻഡസ്ട്രി ആയിട്ടും സർവീസസ് ആയിട്ടും ഈ ഹെഡിങ്ങിലും വരുന്നത്. ക്ലിയർ ആണ്? കൈവിച്ച് കാണിച്ച മക്കളെ. ഇതിന് 4 ഹെഡിങ് കിട്ടിയത് നിങ്ങൾക്ക്. അപ്പൊ ക്വസ്റ്റ്യൻ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ആൻസർ ചെയ്താ. അപ്പൊ എയ്ഡ്സ് ടു ട്രേഡ് പറയാലോ സാറേ. ട്രാൻസ്പോർട്ടേഷൻ ഏതാണ്? ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ് അല്ലെ. അതായത് ഗുഡ്സുകൾ എന്താണ്? പ്ലേസ് ടു പ്ലേസിൽ തടസ്സങ്ങൾ എടുത്ത് മാറ്റുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ ആണ് അല്ലെ. കമ്മ്യൂണിക്കേഷൻ ഏതാണ് മക്കളെ? എന്തിനാ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നത്? ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള തടസ്സങ്ങൾ എടുത്ത് മാറ്റാനാണ് യൂസ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഹിൻഡ്രൻസ് ഓഫ് എന്താണ് പറയാ നമുക്ക്? ഹിൻഡ്രൻസ് ഓഫ് എന്താണ് മക്കളെ? എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ. അടുത്ത ബാങ്കിങ് ആണ് ഹിൻഡ്രൻസ് ഓഫ് ഫിനാൻസ്. ഇൻഷുറൻസ് ഹിൻഡ്രൻസ് ഓഫ് റിസ്ക്. അത് ഇമ്പോർട്ടന്റ് ആണ്. ഹിൻഡ്രൻസ് ഓഫ് ടൈം. അഡ്വർടൈസിംഗ് ആണെങ്കിലോ? ഹിൻഡ്രൻസ് ഓഫ് നോളജ്. മക്കളെ സെറ്റ് ആണെങ്കിൽ കാണിച്ച എല്ലാവരും ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഗുഡ്സ് പ്രൊഡക്ഷൻ ചെയ്തിട്ട് കൺസ്യൂമറിലേക്ക് എത്തുന്നത് വരെയുള്ള ആ ഒരു എന്താണ് ടൈമിനുള്ള ഇൻട്രൻസ് നിൽക്കുന്നത് ആരാണ് ചോദിക്കാം. മക്കളെ ഏതാണ്? ആൻസർ ചെയ്താൽ വരാ വേ ഹൗസിംഗ് ആണ്. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കുക, ആൻസർ ചെയ്താൽ. ക്ലിയർ ആണ്? കൈവിശിക്കാൻ ഈ ഇൻട്രൻസുകളെല്ലാം ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് വൺ വേർഡ് വരാനും ചാൻസ് ഉണ്ട്. വൺ വേർഡ് വരാം. എന്തായാലും 1 മാർക്കിന് പ്രതീക്ഷിച്ചോളൂ, അല്ലെങ്കിൽ 4 മാർക്കിന് വരാറുണ്ട്. ഫോളോയിങ് ആയിട്ട് വരാം. നന്നായിട്ട് പഠിച്ചിട്ട് പോവാട്ടോ. ഹിൻഡ്രൻസ് എന്തായാലും പഠിച്ചു വെക്കുക. നിങ്ങൾ ഈ ഓർഡറിൽ പഠിക്കുക. പി ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഫിനാൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബാങ്കിങ് ആണെന്ന് അറിയാം, അതിനകത്ത് അറിയാൻ പറ്റാത്ത കാര്യങ്ങൾ ജസ്റ്റ് നന്നായിട്ട് പഠിച്ചിട്ട് പോവാം കേട്ടോ. അതിന് മുമ്പ് നമുക്ക് ആ ചാർട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് റിസ്കിലേക്ക് പോകാം. അറിയാവുന്ന ചാർട്ട് ഒന്നുകൂടെ കാണിക്കൂ മക്കളെ. ചാർട്ടിൽ കൊമേഴ്സിൽ നമുക്ക് 2 ആയി തരംതിരിക്കുന്നത്. ട്രേഡ് ഉണ്ട്, ഓക്സിലേഴ്സ് ടു ട്രേഡ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്. ക്ലിയർ ആണെങ്കിൽ കാണിച്ച എല്ലാവരും.
ട്രേഡിൽ 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇന്റേണൽ ട്രേഡ് ഉണ്ട്, എക്സ്റ്റേണൽ ട്രേഡും ഉണ്ട്. ഇന്റേണൽ ഇന്ന് പറയുന്ന അർത്ഥം ഓൾറെഡി നമ്മൾ പഠിക്കുന്നുണ്ട് വിത്തിൻ ദ കൺട്രി അല്ലേ, വിത്തിൻ ദ കൺട്രി ആണ് അല്ലെ. ഒരു രാജ്യത്തിനകത്ത് തന്നെയാണ് നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസുകൾ നിന്ന് ഡീൽ ചെയ്യുന്നതെങ്കിൽ അത് ഇന്റേണൽ ട്രേഡ് ആണ് അല്ലെ. അതിലായിരിക്കും വരെ ഹോൾസെയിൽ ട്രേഡ് വരുന്നുണ്ട്, റീറ്റെയിൽ ട്രേഡ് വരുന്നുണ്ട്. ഇനി അടുത്ത എക്സ്റ്റേണൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 നേഷൻസ് തമ്മിൽ, 2 രാജ്യങ്ങൾ തമ്മിൽ അല്ലെ, ട്രാൻസ്പോർട്ടേഷൻ ബിറ്റ്വീൻ 2 or more countries ആണെങ്കിൽ എക്സ്റ്റേണൽ ട്രേഡ്. അതെന്തൊക്കെ വരുന്നത്? ഇമ്പോർട്ട് വരുന്നുണ്ട്, എക്സ്പോർട്ട് ഉണ്ട്, പിന്നെ ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങളിൽ നമ്മൾ സാധനങ്ങൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുകയാണെങ്കിൽ അത് ഇമ്പോർട്ടും, മറ്റുള്ള രാജ്യങ്ങളിലേക്ക് നമ്മൾ കയറ്റുമതി ചെയ്യുകയാണെങ്കിൽ അത് എക്സ്പോർട്ടുമാണ്. അപ്പൊ അതിന് എൻട്രി പോർട്ട് എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ നമ്മൾ കുറച്ച് സാധനങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു, എന്നിട്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കാതെ ചൈനയിലേക്ക് കയറ്റുമതി ചെയ്തു. മനസ്സിലായോ? നമുക്ക് വേണ്ടിയിട്ടല്ല, മറ്റൊരു രാജ്യത്തിന് വേണ്ടി നമ്മൾ എന്താണ് ഇമ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് എൻട്രി പോർട്ട്. ഓക്കെ മക്കളെ, സെറ്റ് ആണ്. കാണിച്ച എല്ലാവരും ഇമ്പോർട്ട്, എക്സ്പോർട്ട്, എൻട്രി പോർട്ട് സെറ്റ് ആണ് അല്ലെ. നമുക്ക് ഈ ചാർട്ട് കഴിഞ്ഞില്ലേ? ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണല്ലോ, ഓൾറെഡി പറഞ്ഞതാണ്. നമുക്ക് ഇന്ത്യ റിസ്കിലേക്ക് പോകാലോ. ലാസ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം. കാണിച്ചോളൂ. റിസ്ക് ആണ് മക്കളെ അടുത്ത. റിസ്ക് മീൻസ് പോസിബിലിറ്റി ഓഫ് ലോസ് ആണ്, നഷ്ടം വരാനായുള്ള സാധ്യതയാണ് എന്ത് റിസ്ക് എന്ന് പറയുന്നത്. നോർമലി നമുക്ക് ബിസിനസ് റിസ്കിന്റെ കോസ്റ്റസിനെ നമുക്ക് എത്രയും ക്ലാസിഫൈ ചെയ്യാം? 4 ആയിട്ട് തരംതിരിക്കാൻ പറ്റും. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. നാച്ചുറൽ കോസസ് അല്ലെ, നാച്ചുറലി വരുന്ന റിസ്കുകൾ ഏതൊക്കെയാണ് ടീച്ചറെ? നാച്ചുറൽ എന്ന് പറയുമ്പോൾ നമ്മുടെ നേച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ എന്തൊക്കെ വരാം? ഫ്ലഡ് വരാം, ഒരുപാട് ബിസിനസ്സുകാർക്ക് എന്ത് സംഭവിച്ചു? വെള്ളത്തിൽ മുങ്ങിപ്പോയില്ലേ മക്കളെ? അപ്പൊ ഫ്ലഡ് പറയാം, എർത്തേക്ക് പറയാം, ഭൂമി കുലുക്കം ലൈറ്റനിങ് പറയാം. ഇതൊക്കെ നാച്ചുറൽ കോസ്. നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റബിൾ അല്ല അല്ലെ. അങ്ങനെ പ്രഡിക്റ്റബിൾ അല്ലാത്ത എന്താണ് കോസ് ഓഫ് റിസ്ക് ആണ് നാച്ചുറൽ കോസസ്. ഇനി ഹ്യൂമൻ കോസസ് പറഞ്ഞ മനുഷ്യന്മാര് മൂലം മനുഷ്യന്മാര് എടുത്തു വെക്കുന്ന റിസ്കുകളാണ്. എന്തൊക്കെയാ? ഡിസ്ഹോണസ്റ്റി, നെഗ്ലിജൻസ്, സ്ട്രൈക്ക് ഒക്കെ നമുക്ക് വേണം. അതൊക്കെ ഹ്യൂമൻ കോസസ് ആണ്. എക്കണോമിക് എന്ന് പറഞ്ഞാൽ സാമ്പത്തികപരമായിട്ടുണ്ടാകുന്ന ചില കോസസുകളാണ് അല്ലെ. അതായത് നമ്മുടെ സൊസൈറ്റിയിലൊക്കെ ഉണ്ടാവുന്നത് അല്ലെ. ഇപ്പൊ എന്തൊക്കെയാ? കോമ്പറ്റീഷൻ പറയാം, പ്രൈസ് പറയാം, ടെക്നോളജി മാറാം, പ്രൊഡക്ഷൻ ടെക്നിക് മാറാം. എക്കണോമിക് കോസസ് ആണ്. ഇനി അതർ കോസ്, ഇതിലൊന്നും പെടാത്ത കോസുകൾ എന്തൊക്കെയാ? പൊളിറ്റിക്കൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിക്കാം ജോലി എടുക്കുന്ന സമയത്ത്. നമ്മള് എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേഷൻസ് പറയാം. അപ്പൊ പിന്നെന്താണ്? കറണ്ട് പോകാം, അങ്ങനെ സിറ്റുവേഷൻ ഒക്കെ. പവർ ഫെയിലിയർ അതർ കോസസ് ആണ് മക്കളെ. സെറ്റ് ആണെങ്കിൽ കാണിച്ച എല്ലാവരും. അപ്പൊ ഇത് കഴിഞ്ഞ് മക്കളെ ഇനി അടുത്ത ലാസ്റ്റ് ടോപ്പിക് ആണ് സ്റ്റാർട്ടിംഗ് എ ബിസിനസ് ബേസിക് ഫാക്ടർ. മക്കളെ സിമ്പിൾ സാധനം. നിങ്ങൾ ഭാവിയിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യുന്നു ചോദിച്ചാൽ, നിങ്ങളൊരു കൊമേഴ്സ് സ്റ്റുഡന്റ് എന്ന രീതിയിൽ നിങ്ങൾ ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ, നിങ്ങൾ ബിസിനസ് തുടങ്ങാൻ പോകുകയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം? അപ്പൊ എന്തൊക്കെയാ? ഒന്ന് സെലക്ഷൻ ഓഫ് ലൈൻ ഓഫ് ബിസിനസ്. ഏത് തരത്തിലുള്ള ബിസിനസ് സെലക്ട് ചെയ്യണം എന്ന് തീരുമാനിക്കണ്ടേ? അപ്പൊ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള പ്രൊഡക്റ്റ് ആയ അത്രയും നല്ലത് അല്ലേ. അപ്പൊ നമ്മൾ ഏത് ലൈൻ ഓഫ് ബിസിനസ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്, ആ ഫാക്ടർ കൺസിഡർ ചെയ്യണം. സെക്കൻഡ് ഫാക്ടർ എന്താണ്? സൈസ് ഓഫ് ദ ബിസിനസ്. ചെറിയ ബിസിനസ് വേണോ വലിയ ബിസിനസ് വേണോ നമ്മൾ കൺസിഡർ ചെയ്യണം. മൂന്നാമത് ചോയ്സ് ഓഫ് ഫോം ഓഫ് ഓണർഷിപ്പ്. എങ്ങനെയുള്ള ഓണർഷിപ്പ് വേണം? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് പഠിക്കുന്നില്ലേ? പാർട്ണർഷിപ്പ് വേണോ, കമ്പനി വേണോ, അങ്ങനെ തീരുമാനിക്കണം. പിന്നെ ബിസിനസിന്റെ ലൊക്കേഷൻ വെരി വെരി ഇമ്പോർട്ടന്റ് അല്ലേ. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അതിന്റെ പ്ലേസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങൾ, റോ മെറ്റീരിയൽസ് കൊണ്ടുവരണം അല്ലെ, എല്ലാത്തിനും പറ്റണം. അത് നല്ല ലൊക്കേഷൻ വെരി ഇമ്പോർട്ടന്റ്. ലൊക്കേഷൻ നോക്കണം. ഇനി ബിസിനസിന് എന്ത് വേണം? പൈസ വേണമല്ലോ മക്കളെ. പൈസയിലേക്ക് ബിസിനസ് തുടങ്ങാൻ പറ്റില്ല. അപ്പൊ അതിന് ഫിനാൻസ് വേണം. അപ്പൊ ഫിനാൻസ് ഒരു ഫാക്ടറാണ്. പിന്നെന്താണ്? ഫിസിക്കൽ ഫെസിലിറ്റീസ്. നമുക്ക് എല്ലാ അറേഞ്ച്മെന്റ്സ്, മെഷീൻസ് വേണം, എക്യുപ്മെന്റ്സ് വേണം, മാൻ പവർ വേണം. അതുപോലെ പ്ലാന്റ് ലേ ഔട്ട് എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുന്ന പരിപാടിയാണ് പ്ലാൻ ലേ ഔട്ട്. ക്ലാസ് ശ്രദ്ധിക്കൂട്ടോ. അടുത്ത വർക്ക് ഫോഴ്സ് ഓർ എംപ്ലോയീസ്, തൊഴിലാളികൾ. നല്ല എംപ്ലോയീസ് വേണ്ടേ? നല്ല എംപ്ലോയീസ് നമ്മൾ നേരത്തെ തീരുമാനിച്ചു വെക്കണം. നെക്സ്റ്റ് അടുത്തത് ടാക്സ് പ്ലാനിങ്. സാർ ടാക്സുകൾ നമ്മൾ പ്ലാൻ ചെയ്യണം. അതുപോലെ ലോഞ്ച് ചെയ്യണം. ലാസ്റ്റ് അല്ലേ, ലാസ്റ്റ് നമ്മൾ ബിസിനസ് ലോഞ്ച് ചെയ്യണം. മക്കളൊരു 6-7 ഫാക്ടേഴ്സ് പഠിച്ചു വെക്കണം. നിർബന്ധമായിട്ട് 5 ഉണ്ടെങ്കിലും പഠിച്ചു വെക്കണം. മക്കളെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ വളരെ ഭംഗിയായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ എല്ലാവർക്കും സെറ്റ് ആണെങ്കിൽ കൈവിഷ് കാണിച്ച എല്ലാവരും എനർജറ്റിക് ആയിട്ട് കൈവിഷ് കാണിച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഇനി നമുക്കൊരു 1 വേർഡ് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ ടീച്ചറെ? 3 നോക്കാലോ സാർ. ഒരു 3 1 വേർഡ് ക്വസ്റ്റ്യൻസ് തരാൻ പോവാണ്. നിങ്ങൾ ആദ്യം നിങ്ങൾ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലാസ് ചെറിയ കിട്ടുള്ളൂ അല്ലേ സാറേ? ഫസ്റ്റ് ക്ലാസ് കിട്ടുള്ളൂ. പിക്ക് ഔട്ട് ദ നോൺ എക്കണോമിക് ആക്ടിവിറ്റി. നോൺ എക്കണോമിക് ആക്ടിവിറ്റി ഏതാണെന്ന് പിക്ക് ഔട്ട് ചെയ്യണം. ഏതാണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റി? അതെന്ന് നോക്കണം. 1 നീതു കുക്സ് ഫുഡ് ഫോർ ഹെർ ചിൽഡ്രൻ. മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്തു? ഫുഡ് ഉണ്ടാക്കി. അടുത്ത് പറഞ്ഞു ദീപക് വർക്ക്സ് ഇൻ ആൻ ഓഫീസ്. ദീപക് എന്ത് ചെയ്യുന്നു? ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. സി
അദ്വൈത് ടീച്ചേഴ്സ് ഇൻ എ സ്കൂൾ. അദ്വൈത് എന്ത് ചെയ്യുന്നു? ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്നു. ഡാനി റൺസ് എ ബ്യൂട്ടി പാർലർ. റൺസ് എ ബ്യൂട്ടി പാർലർ. ഡാനി എന്ന് പറയുന്ന ആള് ഒരു ബ്യൂട്ടി പാർലർ നടത്തിക്കൊണ്ട് പോകുന്നു. ആൻസർ ഇവിടെ നമ്മുടെ ഡെൽവിൻ പറഞ്ഞു. ഡെൽവിൻ സാർ പ്ലസ് 1 പ്ലസ് 2 ഒക്കെ പച്ചവളാണ് ഇപ്പൊ അല്ലേ സാറേ? മക്കളെ നോൺ എക്കണോമിക് ആക്ടിവിറ്റി ആണ് അല്ലെ. എക്കണോമിക് സാമ്പത്തികപരമായിട്ടുള്ള ഒരു നേട്ടം ഉദ്ദേശിക്കാതെ ചെയ്യുന്ന പ്രവർത്തനം എന്തൊക്കെയാ? അറിയാവുന്ന ഹാൻഡ് റൈസ് ചെയ്തേ. ഇത്രയും പേർക്ക് ആൻസർ അറിയുള്ളൂ. ഇത്രയും പറഞ്ഞിട്ടും അറിയാവുന്നവരൊക്കെ മക്കളെ ഹാൻഡ് റൈസ് ചെയ്യടാ. വന്നല്ലോ. 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ? കാണിച്ച സ്ക്രീനില് അറിയാവുന്നവരൊക്കെ കാണിച്ചേ. 1 ആണോ 2 ആണോ 3 ഇങ്ങനെയൊക്കെ കാണിക്കുന്നു. എന്നിട്ട് മുദ്രയുള്ളത് കാണിച്ച 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ? കാണിച്ച് എല്ലാവരും സ്ക്രീനിൽ കാണിച്ച്. എല്ലാവരും ആൻസർ എല്ലാവരും ബ്രേക്ക് കൊടുക്കാറായോ? ഇല്ലല്ലേ? ഓക്കെ മക്കളെ, ആൻസർ ഏതാണ്? ആൻസർ? അപ്പോ ആൻസർ ഈസ് നീതു കുക്സ് ഫുഡ് ഫോർ ഹെർ ചിൽഡ്രൻ. നീതു അവരുടെ മക്കൾക്ക് വേണ്ടി എന്തുണ്ടാക്കുന്നു? ഫുഡ് ഉണ്ടാക്കും അല്ലേ? അത് പണം ആഗ്രഹിച്ച് ചെയ്യുന്ന പ്രവർത്തനമല്ല. ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? മക്കൾക്ക് അറിയും. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഐഡന്റിഫൈ ദ എക്കണോമിക് കോസ്റ്റ്. മക്കളെ എക്കണോമിക് കോസ്റ്റ് ഓഫ് ബിസിനസ് റിസ്ക് ആണ് കേട്ടോ. സാമ്പത്തികപരമായിട്ട് നമ്മൾ ബിസിനസ് റിസ്കിൽ ഉണ്ടാക്കുന്ന കോസ്റ്റ് ഏതാ? ഫ്ലഡ്, മാർക്കറ്റ് കോമ്പറ്റീഷൻ, സ്ട്രൈക്ക്, പവർ ഫെയിലിയർ. ഏതാണ് ആൻസർ മക്കളെ? എക്കണോമിക് കോസ്റ്റ് ആണ്. ഇക്കോണമിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അല്ലെ. ഇക്കോണമിയിൽ ഉത്തരം ഞാൻ പറഞ്ഞു കൊടുക്കുന്ന അവസരം ഏതാണ്? സ്ക്രീനിൽ കാണിച്ച ഒന്ന് വേണം. 1 ആണ് 2 ആണ് 3 ആണ് 4 ആണ് സ്ക്രീനിൽ. മാർക്കറ്റ് കോമ്പറ്റീഷൻ ആണ്. തേർഡ് വൺ ട്രേഡ് ആൻഡ് ഡാഷ്. ഏതൊക്കെ കൂടുമ്പോഴേ കൊമേഴ്സ് ആവാ? ഏതൊക്കെ തമ്മിൽ കൂടുമ്പോഴേ കൊമേഴ്സ് ആവാ? കൊമേഴ്സ് ട്രേഡ് ഇൻഡസ്ട്രി ആണോ? ട്രേഡും ഓക്സിലറിസ്റ്റ് ട്രേഡ് ആണോ? ട്രേഡും ബിസിനസ്സും ആണോ? ട്രേഡും ഔട്ട്സോഴ്സിംഗ് ആണോ? ഏതാണ് ആൻസർ? കാണിച്ചത് 1 ആണ് 2 ആണ് 3 ആണ് 4 ആണ്. വീണ്ടും വിക്ടർ കാണിക്കുന്നുണ്ട്. സാറേ ഒരു കാര്യം പറയാൻ കേട്ടോ, ഗൂഗിൾ ഫോം അയക്കുമ്പോൾ ഡെലിവറി സാറിന് അയക്കണം. ഓക്സിലറിസ്റ്റ് ട്രേഡ് ആണ്. സെറ്റ് ആണെങ്കിൽ ഈസി കാണിച്ച എല്ലാവരും ഫസ്റ്റ് ചാപ്റ്റർ അടിപൊളിയായിട്ട് പഠിച്ചൂലേ നമ്മള്? അപ്പൊ നമുക്ക് അടുത്ത സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോയാലോ? 8 മാർക്കിന് ചോദിക്കാൻ ഉറപ്പായിട്ട് ചാൻസ് ചാപ്റ്റർ ആണ്. ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. മിനിമം എത്ര മാർക്ക് വരും? മിനിമം എന്താണ്? മിനിമം ഒരു 12 മാർക്ക് വരും. പക്ഷെ നിങ്ങൾ അതിൽ കൂടുതൽ പ്രതീക്ഷിച്ച് പഠിക്കണം. ഓക്കെ, മിനിമം 12 മാർക്ക്. 8 മാർക്കിന്റെ എസ്സേ ഷുവർ. ഓക്കെ അല്ലേ? നീ ഭാഗ്യം പറയാൻ പറ്റൂല. ഇല്ല, ഇതുവരെ വന്ന ട്രെൻഡ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ 8 മാർക്കിന് മീതെ വന്ന ചാപ്റ്ററിൽ നിന്നാണ് എസ്സേ വന്നേക്കുന്നത്. പ്ലസ് 2 അങ്ങനത്തെ. പ്ലസ് 2 നമ്മുടെ എസ്സേ ഒക്കെ പ്രഡിക്ഷൻ പറഞ്ഞ എസ്സേ ഒക്കെ പ്രഡിക്ഷൻ ആയിരുന്നു. പക്ഷെ ക്വസ്റ്റ്യൻ കുറച്ചും കൂടി ചിന്തിപ്പിച്ച് ആൻസർ അങ്ങനെ എസ്സേ വല്ല ഡയറക്ട് ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ എന്താണ് ചിന്തിപ്പിച്ച് വന്ന ക്വസ്റ്റ്യൻസ്. അപ്പൊ നിങ്ങൾ പഠിച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കി ആൻസർ ചെയ്യാം, പഠിക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ചാപ്റ്ററിലേക്ക് പോകാം. അപ്പൊ നമുക്ക് അതിൽ ഏതൊക്കെ ബിസിനസ് ഓർഗനൈസേഷൻ നമുക്ക് പഠിക്കാനുള്ളത് ആദ്യം ഒന്ന് പറഞ്ഞേക്കാം അല്ലേ? ഏതൊക്കെ ബിസിനസ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്? മക്കളെ ശ്രദ്ധിക്കുക, ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് പ്രൈവറ്റ് സെക്ടറിൽ വരുന്ന ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. ക്ലിയർ ആണ്? അതായത് നമ്മുടെ ഇന്ത്യൻ എക്കോണമിയിൽ പ്രൈവറ്റ് സെക്ടർ ഉണ്ട്, പബ്ലിക് സെക്ടർ. നിങ്ങൾക്ക് അറിയാലോ, കൈവശം കാണിച്ചാൽ അറിയാലോ. പ്രൈവറ്റ് എന്ന് പറയുമ്പോൾ അതിലെ ഫോംസ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. സെറ്റ് ആണ് കൈവശം കാണിച്ച ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണല്ലോ. സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന ബിസിനസ്. സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന ബിസിനസ് ആണ് പ്രൈവറ്റ് സെക്ടറിലെ ഫോംസ് ആണ് ഈ പറഞ്ഞ ഫോംസ്. ഏതൊക്കെ ബിസിനസ് ഫോംസ് ആണുള്ളത്? സോൾ പ്രൊപ്പറേറ്റർ. ചിലപ്പോൾ എക്സാമിന് ഒരു എക്സാമ്പിൾ ഏത് ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഏത് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ചോദിക്കും. അപ്പൊ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഏതൊക്കെയാണ്? ഫോംസ് ഏതൊക്കെയാണ്? സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് വരുന്നുണ്ട്, പാർട്ട്ണർഷിപ്പ് ഉണ്ട്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഉണ്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ട്, ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് ഉണ്ട്. 5 ഫോം. അപ്പൊ ഈ 5 ഏതിൽ വരുന്നതാ? പ്രൈവറ്റ് സെറ്റ് ഫോംസിൽ വരുന്നതാ. ക്ലിയർ ആണ്? കൈവിശി കാണിച്ച മക്കളെ ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണല്ലോ. ഈ 5 എണ്ണത്തിലെ ഏറ്റവും സിമ്പിൾ സോൾ പ്രിപ്പറേഷൻ, പക്ഷേ ഇമ്പോർട്ടന്റ് ആണ്. സോറി, ഈ അടുത്ത കാലങ്ങളിലായിട്ട് അത് വരാത്തോണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം അല്ലെ? ഈ അടുത്ത കാലങ്ങളിൽ ഇത് വരാറില്ല. അതുകൊണ്ട് മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് 8 മാർക്കിന് ഇത് വന്നാൽ രക്ഷപ്പെട്ടു. സോൾ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? ഒറ്റയ്ക്ക് നടത്തുന്ന ബിസിനസ് ആണ്. ഞാനൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ഞാനൊരു സോൾ പ്രൊപ്പറേറ്റർ ആയിരിക്കും. എനിക്ക് ആരുടെ അണ്ടറിൽ വർക്ക് ചെയ്യാനോ മറ്റുള്ളവരായിട്ട് തർക്കങ്ങൾക്കൊന്നും എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ?
അതായത് നമ്മൾ രജിസ്റ്റർ പറഞ്ഞ പോലെ രജിസ്റ്റർ ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്യുകയാണെങ്കിലും എല്ലാ കാര്യം രജിസ്റ്റർ മാനേജ് ചെയ്യുന്നു, പിന്നെ സുഖമാണ്, പൈസ ഇറക്കണ്ട. യെസ്, ഓക്കെ. അപ്പൊ ഒറ്റയ്ക്ക് പൈസ ഇറക്കുന്നു, ഒറ്റ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നു, അല്ലെ ഒറ്റയ്ക്ക് പ്രോഫിറ്റ് എടുക്കുന്നു. ദാറ്റ് ഈസ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് അല്ലെ. അപ്പൊ ഞാൻ മാനേജ് ചെയ്യുന്നത് ഓൺ ചെയ്യുന്ന ആരാ? ഒരൊറ്റ ഞാൻ തന്നെയാ. രജിസ്റ്റർ ബിസിനസ് മക്കളെ അങ്ങനെ എഴുതി വെക്കല്ലേട്ടാ. ഒറ്റയ്ക്ക് വ്യക്തി നടത്തുന്ന ബിസിനസ് ആണ് എന്ത്? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. അപ്പൊ അതിന്റെ ഫീച്ചേഴ്സിലേക്ക് പോയാലോ? ഫീച്ചേഴ്സ് കാണിച്ചോളൂ. ഈ ഒരു പോർഷന്റെ നിങ്ങൾ എന്ത് ചെയ്യണം? ഫീച്ചേഴ്സും മെറിറ്റും ഡിമെറിറ്റും പഠിക്കണം. ക്ലിയർ ആണ്? സിമ്പിൾ ആണ്. ഇപ്പൊ രജിസ്റ്റർ ചായക്കട തുടങ്ങുകയാണ്, വല്ല ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട് മക്കളെ? ചായ ഇടാനുള്ള സാധനം മതി സാറേ. യെസ്, ഓക്കെ. അപ്പൊ എന്താണ് അവിടെ ലീഗൽ ഫോർമാലിറ്റീസ് ഇല്ല ഒരു ബിസിനസ്. സ്റ്റാർട്ട് ചെയ്യാനോ അവസാനിപ്പിക്കാനോ എന്തില്ല? നിയമപരമായിട്ടുള്ള ഫോർമാലിറ്റീസ് ഒന്നും ഇല്ല. ഈ കൺട്രോളും ഡിസിഷൻ എടുക്കുന്നതും കൺട്രോൾ ഇതൊക്കെ ഒരൊറ്റ ആള് ഞാൻ തന്നെയാണ്. ചോദിക്കട്ടെ, അയാളെ പറഞ്ഞ പേര് ഓർത്ത് വെക്കുക. സോൾ ട്രേഡർ എന്നും പറയും, സോൾ പ്രൊപ്രൈറ്റർ എന്നും പറയും. നോ സെപ്പറേറ്റ് എൻറ്റിറ്റി. അവിടെ എന്തില്ല? ലീഗൽ സെപ്പറേഷൻ ഇല്ല. കാരണം എന്താണ്? അവിടെ രജിസ്ട്രേഷൻ ഇല്ലല്ലോ. രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ എന്ത് വരുള്ളൂ? സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി വരുള്ളൂ. സ്റ്റാർട്ടിംഗ് തന്നെ പറയുന്നത് ലീഗൽ ഫോർമാലിറ്റി ഇല്ല, അതുകൊണ്ട് സെപ്പറേറ്റ് എൻറ്റിറ്റി ഇല്ല. ലയബിലിറ്റി എങ്ങനെയാണ് ശ്രദ്ധിക്കണം? ബാധ്യത അല്ലെ? ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്, ഒരിക്കലും അവസാനിക്കാതെ പോകുന്നത്. ഞാൻ തന്നെ അത് ഏറ്റെടുക്കണം അല്ലെ? ഒരൊറ്റ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ എന്ത് ബാധ്യത വന്നാലും എന്റെ തലയിൽ തന്നെ ആയിരിക്കും. അപ്പൊ അൺലിമിറ്റഡ് ആണ് ലയബിലിറ്റി. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ കാണിച്ചേ. ഇനി സോൾ റിസ്ക് ബെയറർ ആൻഡ് പ്രോഫിറ്റ് റെസിപ്പിയന്റ് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കുന്ന ആൾക്ക് എന്ത് കിട്ടുള്ളൂ? ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ റിസ്ക് ബെയർ ചെയ്യുന്ന ആൾ ഒരൊറ്റ ആളായിരിക്കും. അപ്പൊ അയാള് തന്നെയായിരിക്കും ആര്? എല്ലാ പ്രോഫിറ്റ് എടുക്കുന്ന ആള്. എനിക്ക് വേറെ ആർക്കും വിധിച്ചു കൊടുക്കേണ്ട കാര്യമില്ല, ഒരാവശ്യം. അടുത്ത ലാക്ക് ഓഫ് ബിസിനസ് കണ്ടിന്യൂറ്റി അല്ലേ? അയ്യോ അത് പറയണം. ഇൻ കേസ് അരുൺ സാറെ ആരും വേണ്ട മക്കളെ. ഇൻ കേസ് വേറെ ആള് ബിസിനസ് തുടങ്ങി, അയാൾ മരിച്ചു പോയാലോ? എന്ത് സംഭവിക്കും? ബിസിനസ് അവിടെ സ്റ്റോപ്പ് ആവും അല്ലെ? അതായത് ഒരു പാർട്ണർ, അയാള് പാർട്ണർ അല്ല, ബിസിനസ്മാൻ മരിക്കുകയോ ഭ്രാന്ത് പിടിക്കുകയോ പാപ്പരാവുകയോ ചെയ്താൽ എന്ത് സംഭവിക്കും? ആ ബിസിനസ് ക്ലോഷറിലേക്ക് നയിക്കും, അടച്ചുപൂട്ടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകും. ക്ലിയർ ആണെങ്കിൽ കാണിച്ച മക്കളെ? സെറ്റ് ആണെങ്കിൽ കേസ് കാണിച്ച എല്ലാവരും. അപ്പൊ നമ്മുടെ സോൾ പ്രൊപ്പറേറ്ററിന് എന്ത് കഴിഞ്ഞു? ഫീച്ചർ കഴിഞ്ഞു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മെറിറ്റും ഡിമെറിറ്റും എഴുതാൻ പറ്റും അല്ലെ? അപ്പൊ നമ്മൾ സെപ്പറേറ്റ് അത് പഠിക്കണ്ട, ഒരു ടോപ്പിക്ക് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മെറിറ്റും ഡിമെറിറ്റും പഠിക്കാം. അപ്പൊ മെറിറ്റ്സ് ആയിട്ട് നമുക്ക് എന്ത് പറയാം? ഫോർമേഷൻ ഈസി ആയിട്ട് ഫോം ചെയ്യാം, കൺട്രോൾ പറയാം. അപ്പൊ ഡിസിഷൻ മേക്കിംഗ് ക്വിക്ക് ആയിട്ട് നടക്കും അല്ലെ? വളരെ എളുപ്പത്തിൽ നടക്കും. നോ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി വേണമെങ്കിൽ പറയാം. അതുപോലെ ലയബിലിറ്റി ലിമിറ്റേഷൻ ആണ് കേട്ടോ അല്ലെ? ലയബിലിറ്റി ലിമിറ്റേഷൻ അതുപോലെ ലാക്ക് ഓഫ് ബിസിനസ് കണ്ടിന്യൂറ്റി ലിമിറ്റേഷൻ ആണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ച മക്കളെ, പ്രോഫിറ്റ് ഒക്കെ എന്താണ് ഒറ്റക്ക് എടുക്കാൻ പറ്റും. അപ്പൊ ഡയറക്റ്റ് ഇൻസെന്റീവ് ആണ് അല്ലെ? എടുക്കുന്ന എഫേർട്ടിന് കറക്റ്റ് എന്താണ് ഇൻസെന്റീവ് കിട്ടുന്നത്? ഡയറക്റ്റ് ഇൻസെന്റീവ് പറയാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഫീച്ചേഴ്സ് പഠിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രോഫിറ്റ് റെസിപ്പിന്റെ അഡ്വാൻറ്റേജ് പറയാ, റിസ്ക് എന്താണ് ലിമിറ്റേഷൻ പറയാം. ഫീച്ചർ നന്നായിട്ട് പഠിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ? മെറിറ്റും ഡിമെറിറ്റും രണ്ടാമത്തെ ബിസിനസ് ഓർഗനൈസേഷനിലേക്ക് പോകാലോ? രണ്ടാമത്തെ ബിസിനസ് ഓർഗനൈസേഷൻ ആണ് ജോയിൻ ഹിന്ദു ഫാമിലി. ജോയിൻ ഹിന്ദു ഫാമിലി അല്ലെങ്കിൽ HUF എന്ന് പറയും, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ്. മക്കളെ HUF എന്ന് കണ്ടാൽ നിങ്ങൾ ബോധം കെടരുത്. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ് അല്ലേ? ഇത് നമ്മുടെ ഇന്ത്യയിലെ ഹിന്ദു ആക്ട് പ്രകാരം അല്ലെ? അത് ശ്രദ്ധിക്കാം മക്കളെ. ഇന്ത്യയിൽ മാത്രം കാണുന്ന ബിസിനസ് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതി വെക്കണം? ജോയിൻ ഹിന്ദു ഫാമിലി ബിസിനസ്. ഇന്ത്യയിൽ മാത്രം നമ്മുടെ ഹിന്ദു ആക്ട് പ്രകാരം നിലവിൽ വന്ന ഹിന്ദു സക്സഷൻ ആക്ട്. ക്ലിയർ ആണല്ലോ? അതാണ് ജോയിൻ ഹിന്ദു ഫാമിലി. The business is controlled by the eldest male member. Eldest male member നെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? കർത്ത. കർത്ത. കർത്ത എന്ന് പറഞ്ഞാൽ കറുത്ത ആളെന്നല്ലാട്ടോ മക്കളെ. എൽഡസ്റ്റ് ആയിട്ടുള്ള, അതായത് ആ വീട്ടിലെ ആ കുടുംബത്തിലെ ഏറ്റവും മൂത്ത കാരണവർ അല്ലെ? മെയിൽ മെമ്പർ ആയിരിക്കും. അയാളെ വിളിക്കുന്ന പേരെന്താ? കർത്ത. കർത്തയാണ് മക്കളെ. ആ കർത്ത ഒഴിച്ചുള്ള ആ വീട്ടിലെ മറ്റംഗങ്ങളെ നമ്മൾ എന്താ വിളിക്കുക? കോ പാർട്ട്നേഴ്സ് എന്ന് വിളിക്കും. കോ പാർട്ട്നേഴ്സ് അല്ലാണ്ട് മുദ്ര. മുദ്ര PARCENERS. ശ്രദ്ധിക്കണം കേട്ടോ, സ്പെല്ലിംഗ് തെറ്റി പോകരുത്. കോ പാർട്ട്നേഴ്സ് ആണ് അർത്ഥം കേട്ടോ. സെറ്റ് ആണെങ്കിൽ കേസ് കാണിച്ച മക്കളെ? യെസ്. അപ്പൊ ഈ കുടുംബത്തിൽ നമുക്കൊരു അംഗമാണെങ്കിൽ എന്ത് ചെയ്യണം? ബൈ ബർത്ത് ജനിക്കണം. മക്കളെ ഈ കുടുംബത്തിൽ യോഗം വേണം, തലവര വേണം. സെറ്റ് ആണെങ്കിൽ കേസ് കാണിച്ച മക്കളെ? ജോയിൻ ഹിന്ദു ഫാമിലി. നമുക്ക് അതിന്റെ ഫീച്ചേഴ്സിലേക്ക് പോവാം.
സാറേ കാണിച്ച ഫീച്ചേഴ്സ്. ഫോർമേഷൻ എങ്ങനെയാണ്? നമുക്ക് വേണമെങ്കിൽ ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? അറ്റ്ലീസ്റ്റ് ആ ഒരു ഫാമിലിയിൽ 2 മെമ്പറും പിന്നെ എന്താ വേണ്ടത്, അവർക്കുള്ള സ്വത്ത്, അതിനെന്താ പറയാ, ആൻസ്റ്റൽ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ലൈബിലിറ്റി എന്ന് അത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. കർത്തയുടെ ലൈബിലിറ്റി അൺലിമിറ്റഡ് ആണ്, മറ്റുള്ള മെമ്പേഴ്സിന്റെ ലിമിറ്റഡ്. മക്കളെ കർത്തയുള്ള മെയിൻ ആള്, അയാളാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്, എല്ലാ കാര്യങ്ങളും പൈസ എടുക്കുന്നത് അയാളാണ്. അപ്പൊ അയാളുടെ ബാധ്യത എന്തായിരിക്കും? അൺലിമിറ്റഡ് ആണ്. ബാക്കിയുള്ളവർക്ക് ഇതൊന്നും അറിയേണ്ട കാര്യമില്ല. അപ്പൊ ലിമിറ്റഡ് ആണ്. മക്കളെ സെറ്റ് അല്ലേ? ഈ കൺട്രോൾ എങ്ങനെയാണ്? ഡിസിഷൻ എടുക്കുന്ന ഓൾറെഡി പറഞ്ഞു, ബിസിനസ് ഈസ് കൺട്രോൾഡ് ബൈ എൽഡസ്റ്റ് മെയിൽ മെമ്പർ കർത്ത. ഇനി കണ്ടിന്യൂറ്റി എങ്ങനെയാ? കർത്ത മരിച്ചാലും അടുത്ത ആളുണ്ടാവും, കർത്താവും. അടുത്ത ആളെന്ന് പറഞ്ഞാൽ അടുത്ത ആര് വരണം? എൽഡസ്റ്റ് മെയിൽ മെമ്പർ. വീണ്ടും ഇനി മൈനർ മെമ്പറിന് എന്ത് ചെയ്യാം? മെമ്പർ ആകാം, പക്ഷെ എന്ത് വേണം? മെമ്പർഷിപ്പ് ബൈ ബർത്ത് ആയിരിക്കും. ജനിക്കണം അവിടെ, വേറെ കുടുംബത്തിൽ ജനിച്ചിട്ട് കാര്യമില്ല. മക്കളെ സെറ്റ് അല്ലേ? ഓക്കെ ആണെങ്കിൽ കാണിച്ച എല്ലാവരും സെറ്റ് ആണല്ലോ. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ബിസിനസ് കഴിഞ്ഞു. തേർഡിലേക്ക് പോയാലോ? മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിലേക്ക് പോവാം. റെഡി ആണോ എല്ലാവരും? കാണിച്ചേ. സോ തേർഡ് വൺ ഈസ് പാർട്ട്ണർഷിപ്പ് ആണ് മക്കളെ. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് 1932 പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരം 2 അതിലധികമോ ആളുകൾ കൂടി ചേർന്ന് നടത്തുന്ന ബിസിനസ് ആണ് പാർട്ട്ണർഷിപ്പ്. മിനിമം എത്ര പേര് വേണം? മിനിമം 2 പേര്, 2 3 മിനിമം 2 പേര്. മക്കളെ മിനിമം 2 പേരുണ്ടായിരിക്കണം. മിനിമം 2 പേരുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഫോം ചെയ്യാൻ പറ്റുള്ളൂ? പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആണ്? കാണിച്ചേ മക്കളെ. സെറ്റ് ആണ്? കാണിച്ചേ. ഈ പാർട്ട്ണർഷിപ്പിൽ 2 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. സാറേ കാണിച്ചോ. പാർട്ണർഷിപ്പ് 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ജനറൽ പാർട്ണർഷിപ്പ് ഉണ്ട്, ലിമിറ്റഡ് പാർട്ണർഷിപ്പ് ഉണ്ട്. മക്കളെ ഇത് നിങ്ങൾ നോക്കി പോയേക്കണം, ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും. നോക്കിയേ, ജനറൽ പാർട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ അതെന്താണ്? നമ്മൾ ഇന്ത്യയിലുള്ള പാർട്ണർഷിപ്പ് ആണ്. അവിടെ എന്തായിരിക്കും സാർ പ്രത്യേകത? ഒരു എല്ലാ പാർട്ട്നേഴ്സിന്റെയും ലയബിലിറ്റി അൺലിമിറ്റഡ് ആണെങ്കിൽ ദാറ്റ് ഈസ് ജനറൽ പാർട്ണർഷിപ്പ്. അപ്പൊ എന്തായിരിക്കും ലിമിറ്റഡ് പാർട്ണർഷിപ്പിന്റെ പ്രത്യേകത? അവിടെ ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരുടെ ലയബിലിറ്റി എങ്ങനെയായിരിക്കും? ലിമിറ്റഡ് ആയിരിക്കും. ക്ലിയർ ആണ്? കാണിച്ചേ. ഒരാൾ ഒഴിച്ച് 10 പാർട്ണർ ഉണ്ടെങ്കിൽ 9 പേരുടെയും എന്താണ്? ലിമിറ്റഡ്. ആ ഒരു വ്യക്തിയുടെ മാത്രം എന്താണ്? അൺലിമിറ്റഡ്. ദാറ്റ് ഈസ് ലിമിറ്റഡ് പാർട്ണർഷിപ്പ്. ലിമിറ്റഡ് പാർട്ണർഷിപ്പ്. LLP ഫുൾ ഫോം പഠിച്ചേക്കുക. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർ അല്ലേ? യെസ്. അത് പഠിച്ചെങ്ങനെ? ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർ കേട്ടോ. മക്കളെ സെറ്റ് ആണെങ്കിൽ നെക്സ്റ്റ് അതുപോലെ തന്നെ കാര്യം ശ്രദ്ധിക്കണം. ജനറൽ പാർട്ണർഷിപ്പ് 2 വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പാർട്ണർഷിപ്പ് അറ്റ് വില്ലും പർട്ടിക്കുലർ പാർട്ണർഷിപ്പും. അതായത് പാർട്ണർഷിപ്പ് അറ്റ് വില്ല് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ പ്രത്യേകിച്ച് ഒരു പീരീഡ് ഇല്ല. നമ്മൾ എന്താണ് കുറെ നാൾ പാർട്ണർഷിപ്പ് പോകുന്നുണ്ട്, പ്രത്യേകിച്ച് അവിടെ പർപ്പസ് ഇല്ല, ടൈം പീരീഡ് ഇല്ലെങ്കിൽ എന്താണ്? അത് പാർട്ണർഷിപ്പ് അറ്റ് വില്ലാണ്. ഇനി നമ്മളൊരു 2 വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു വീട് പണിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ടോ പർട്ടിക്കുലർ പീരീഡിന് വേണ്ടിയിട്ടോ പാർട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് പർട്ടിക്കുലർ പാർട്ണർഷിപ്പ്. ഓക്കെ ആണല്ലോ? നമുക്ക് പാർട്ണർഷിപ്പ് വേണമെങ്കിൽ എന്താണ്? എഗ്രിമെന്റ് വെച്ചിട്ട് ഫോം ചെയ്യാം അല്ലെ? പാർട്ണർഷിപ്പ് ആക്ട് അനുസരിച്ചുള്ള എഗ്രിമെന്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? പാർട്ണർഷിപ്പിന്റെ എഗ്രിമെന്റ് ഓൾറെഡി വരുന്നുണ്ട്. നമുക്ക് പറഞ്ഞ പറഞ്ഞോടത്തെ സാറിന് സംശയം പഠിച്ചിട്ടുണ്ടോ? പാർട്ണർഷിപ്പിൽ പാർട്ട്നേഴ്സ് തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാവില്ലേ? സാർ വ്യക്തമായിട്ട് പറഞ്ഞു. റിട്ടേൺ എഗ്രിമെന്റ്. മക്കളെ റിട്ടേൺ എഗ്രിമെന്റ് എന്താ? വേഗം ഒന്ന് കമന്റ് ചെയ്തേ മക്കളെ. എത്ര നോക്കട്ടെ. പാർട്ണർഷിപ്പിലെ റിട്ടേൺ എഗ്രിമെന്റിനെ വിളിക്കുന്ന പേരെന്താണ്? എന്നും നോക്കൂ. പാർട്ണർഷിപ്പ് ഡീഡ് എല്ലാവർക്കും അറിയാം, എനിക്കറിയാം. ആർട്ടിക്കിൾസ് ഓഫ് പാർട്ണർഷിപ്പ് പറയാം മക്കളെ. ആർട്ടിക്കിൾസ് ഓഫ് പാർട്ണർഷിപ്പ് വേറൊരു പേരാണ് ആർട്ടിക്കിൾസ് ഓഫ് പാർട്ണർഷിപ്പ്. ഈ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കൺട്രോൾ എങ്ങനെയാ? ഡിസിഷൻ സിമ്പിൾ ആണ്. എല്ലാ പാർട്ണേഴ്സും കൂടിയിട്ടായിരിക്കും നമ്മളോട് തീരുമാനങ്ങൾ എടുക്കുക. എല്ലാ പാർട്ണേഴ്സും വട്ടം എല്ലാവരും ഒരുമിച്ചായിട്ട് റിസ്ക് എടുക്കുന്നു. ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. എല്ലാ പാർട്ണർ മക്കൾ ശ്രദ്ധിക്കുക, എത്ര പാർട്ണർ ഉണ്ടോ അത്രയും പാർട്ണറുടെ ലയബിലിറ്റി എങ്ങനെയായിരിക്കും? അൺലിമിറ്റഡ് ആയിരിക്കും. കണ്ടിന്യൂറ്റി എങ്ങനെയാ? ഇനി ഒരു പാർട്ണർ മരിച്ചു, എന്ത് സംഭവിക്കും? ആ പാർട്ണർഷിപ്പ് അവിടെ സ്റ്റോപ്പ് ആവും. നമ്മൾ അടുത്ത പാർട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പാർട്ണർ മരിച്ചിട്ടുണ്ടെങ്കിൽ ഇൻസൈൻ ആയി പോയാൽ റിട്ടയർ ആയപ്പോൾ സംഭവിക്കും? പാർട്ണർഷിപ്പ് സ്റ്റോപ്പ് ആവും. അടുത്ത മെമ്പർഷിപ്പ്. മിനിമം നമ്പർ ഓഫ് മെമ്പർ എത്ര വേണം? 2 ആണ്. മാക്സിമം 50 ആണ്. ക്ലിയർ ആണല്ലോ? മാക്സിമം പഠിക്കണം. മാക്സിമം പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. മാക്സിമം 100 ഇതേലും മാർക്ക് തരും. അപ്പൊ നിങ്ങൾ മാക്സിമം പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, മിനിമം ഓർത്ത് വെക്കുക. 2 ആണ്. മക്കളെ അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആണ്. എനിക്ക് തോന്നുന്നു മോഡലിലോ ക്രിസ്മസ് എക്സാമിന് എസ് ആയിട്ട് ചോദിച്ചതാണല്ലേ? ശ്രദ്ധിക്കാം മക്കളെ. പാർട്ണർഷിപ്പിന്റെയും കൂടി നിങ്ങൾ ഫീച്ചറും അതുപോലെ മെറിറ്റും ഡിമെറിറ്റും ഒരു 3 പോയിന്റ് വെച്ച് പഠിച്ചിട്ടുണ്ടാവും കേട്ടോ. ക്ലിയർ ആണ്? സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യാൻ മെറിറ്റും ഡിമെറിറ്റും പഠിക്കണം കേട്ടോ. യെസ്. നെക്സ്റ്റ് അടുത്ത് ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ് ആണ് മക്കളെ. ഇത് എനിക്ക് തോന്നുന്നു ക്രിസ്മസ് എക്സാമിനാണോ ചോദിച്ചിട്ടുണ്ടായിരുന്നു.
ഓക്കെ വാട്ട് ഈസ് ആക്റ്റീവ് പാർട്ണർ? ഹു ഈസ് ആക്റ്റീവ് പാർട്ണർ? ആരാണ് ആക്റ്റീവ് അല്ലെങ്കിൽ വർക്കിംഗ് മാനേജ്മെന്റ് ആ പാർട്ണർഷിപ്പിന്റെ എല്ലാ കാര്യങ്ങളിലും എന്തായിരിക്കും ആക്റ്റീവ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യും അല്ലേ? അതാണ് ആക്റ്റീവ് പാർട്ണർ. അപ്പൊ സ്ലീപ്പിംഗ് പാർട്ണറോ? സ്ലീപ്പിംഗ് പാർട്ണർ ഉറങ്ങും അല്ലേ? പാർട്ണറുടെ ഒരു കാര്യങ്ങളിൽ ഇടപെടില്ല, പക്ഷെ അയാൾ പാർട്ണറാണ് അല്ലെ. അതിന് ഡോമൻ പാർട്ണർ എന്ന് പറയാറുണ്ട് അല്ലേ? ഡോർമെന്റ് പാർട്ണർ പറയാം. അത് സീക്രട്ട് പാർട്ണർ. സീക്രട്ട് ആണ്, ആർക്കും അറിയില്ല. ജനറൽ പബ്ലിക്കിനെ ഒരിക്കലും പാർട്ണർ ആണെന്ന് അറിയാതെ പാർട്ണർ ആണ് ആര്? സീക്രട്ട് പാർട്ണർ. അപ്പൊ 3 പാർട്ണർ ക്ലിയർ ആയി. പക്ഷെ ഒരു പ്രത്യേകത ഉണ്ട്, ഇവര് 3 പേര് എന്ത് ചെയ്യും? ക്യാപിറ്റൽ കൊണ്ടുവരും, പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യാൻ വരും. അതുപോലെ എന്താണ് ഇവരുടെ 3 പേരുടെയും ലയബിലിറ്റി എങ്ങനെയായിരിക്കും? അൺലിമിറ്റഡ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? യെസ് മക്കളെ, അടുത്ത പാർട്ണർ ആണ് നോമിനൽ പാർട്ണർ. ഈ നോമിനൽ പാർട്ണർ ഈസ് വൺ ഹു അലൗസ് ദി യൂസ് ഓഫ് ഹിസ് നെയിം ബൈ എ ഫേം ആസ് എ പാർട്ണർ. എന്താണ്? അയാളുടെ നെയിം മാത്രം അല്ലെ, പേരിന് വേണ്ടി മാത്രം ഒരു പാർട്ണർ ആവുകയാണെങ്കിൽ ദാറ്റ് ഈസ് നോമിനൽ പാർട്ണർ. യെസ്. അടുത്ത പാർട്ണർ ബൈ എസ്റ്റോപ്പൽ ആണ്. പാർട്ണർ ബൈ എസ്റ്റോപ്പൽ ഈസ് വൺ ഹു ബൈ ഹിസ് ബിഹേവിയർ or conduct gives the impression to others that he is a particular of the firm അല്ല പാർട്ണർ ഓഫ് എ ഫേം. അതായത് അവന്റെ ആ ഒരു ഇതൊക്കെ കണ്ടാല് ബിഹേവിയറും അഭിനയിക്കണം അയാളെ പാർട്ണർ ആണ് തോന്നിപ്പോവും അല്ലെ. സ്വന്തം പാർട്ണർ അല്ല അല്ലെ, അഭിനയിച്ചു നടക്കുന്ന ആളാണ്, അത് പാർട്ണർ ആണ്. അടുത്ത പാർട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട്. എ പാർട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട് ഈസ് എ പേഴ്സൺ who though is not a partner by knowingly allows himself to be represented as a partner in a firm. അതായത് ഇപ്പൊ ഞാൻ പാർട്ണർ രജിസ്റ്റർ ഓൾറെഡി ഫേമിൽ പാർട്ണർ അല്ല, പക്ഷെ ഞാൻ പറയാണ് സാറ് പാർട്ണർ ആണ്. സാർ അത് കേട്ട് നിഷേധിക്കൂല, സാർ അങ്ങനെ പറഞ്ഞോട്ടെ. അപ്പൊ അതേപോലെ എനിക്ക് നല്ലതല്ലേ. അപ്പൊ അതേപോലെ എന്താണ് പബ്ലിക് പാർട്ണർ ആണെന്ന് പറഞ്ഞിട്ടും അത് കേട്ടിട്ടും നിരസിക്കാത്ത ആളാണ് ആര്? പാർട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട്. മക്കളെ ക്ലിയർ ആണല്ലോ? പാർട്ണർ ബൈ യെസ്. അതുപോലെ ശ്രദ്ധിക്കുക, നോമിനൽ പാർട്ണറും എസ്റ്റോപ്പൽ പാർട്ണറും ഹോൾഡിംഗ് ഔട്ട് പാർട്ണറും എന്താണ്? അവർ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യാൻ വരുന്നില്ല, പക്ഷെ എന്താണ്? ഇവരുടെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആയിരിക്കും. ക്ലിയർ ആണ്? കൈവിശിക്കാൻ ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലേ? ഈ പാർട്ണർ എന്ന് പറഞ്ഞാൽ ഏജന്റും ആണ് പ്രിൻസിപ്പളും ആണ് കേട്ടോ. യെസ് അതെ, അത് ഓർത്ത് വെച്ചോളൂ, ചിലപ്പോ പറയാൻ പറ്റൂല. പാർട്ണർ ഈസ് എൻ ഏജന്റ് ആൻഡ് പ്രിൻസിപ്പൽ. നോട്ട് ചെയ്ത് വെച്ചോ, ഏജന്റും ആണ് പ്രിൻസിപ്പളും ആണ് കേട്ടോ. റിലേഷൻഷിപ്പ് ചോദിക്കും, പാർട്ണർഷിപ്പ് ആയിട്ടുള്ളതാണ്. അതായത് പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞ പാർട്ണർ, ഇപ്പൊ നമ്മൾ പറഞ്ഞത് ആക്റ്റീവ് പാർട്ണർ ആണെങ്കിൽ അയാൾ പ്രിൻസിപ്പൾ ആണ്. മറ്റൊരാൾക്ക് വേണ്ടി അയാൾ ജോലി ചെയ്താലോ ഏജന്റ് ആയി. അപ്പൊ അത് ഓർത്ത് വെക്കാം കേട്ടോ. അടുത്ത പാർട്ണർഷിപ്പ് ഡീഡ് ആണ്. ഇപ്പൊ നേരത്തെ ഞാൻ ഓൾറെഡി പറഞ്ഞു. എന്താണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞാൽ? പാർട്ണർഷിപ്പിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഴുതി തയ്യാറാക്കിയിരിക്കുന്ന എഗ്രിമെന്റിനെയാണ് എന്ത് പറയാ? പാർട്ണർഷിപ്പ് ഡീഡ് എന്നോ അല്ലെങ്കിൽ എന്ത് പറയും? ആർട്ടിക്കിൾസ് ഓഫ് പാർട്ണർഷിപ്പ് എന്ന് പറയും. അതുപോലെ കണ്ടന്റ് ക്ലിയർ ആയിട്ട് പഠിക്കുക. പാർട്ണർഷിപ്പ് ഡീഡിൽ എന്തൊക്കെ കണ്ടന്റ് മക്കൾ ശ്രദ്ധിക്കുക? നെയിം ഓഫ് ദി ഫേം, ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ആ പാർട്ണർഷിപ്പിന്റെ പേരുണ്ടായിരിക്കണം, പാർട്ണേഴ്സിന്റെ നെയിമുമായിട്ട് ഉണ്ടായിരിക്കണം, ലൊക്കേഷൻ, ഡ്യൂറേഷൻ ഉണ്ടായിരിക്കണം, ഓരോ പാർട്ണറും ക്യാപിറ്റൽ ഉണ്ടായിരിക്കണം, പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന റേഷ്യോ ഉണ്ടായിരിക്കണം, ഓരോ പാർട്ണറുടെയും റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഉണ്ടായിരിക്കണം, ഓരോ പാർട്ണറുടെയും സാലറീസ് ഉണ്ടായിരിക്കണം, കമ്മീഷൻ ഉണ്ടായിരിക്കണം, ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം, ഇൻട്രസ്റ്റ് ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഡ്രോയിങ്സ്. മക്കളെ വേറെ ഒന്നും പഠില്ല, ജിസ സെക്കൻഡ് ഇയറിൽ പഠിപ്പിക്കുന്നുണ്ട്. അടുത്തെല്ലാം പഠിക്കുക, ടെൻഷൻ എടുക്കുന്ന. അപ്പൊ നമ്മുടെ എത്ര കഴിഞ്ഞു? നമ്മുടെ 3 സെക്ഷൻ, 3 ഫോം ഓഫ് ബിസിനസ് കഴിഞ്ഞു അല്ലെ. അടുത്ത 4ാമത്തേലേക്ക് പോയാലോ? 4ാമത്തെ എന്താണ്? കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റി is a voluntary association of persons who join together with the motive of welfare of the members. Registration is compulsory under the Cooperative Societies Act 1912. ആക്ട് ഒക്കെ പഠിച്ചു, 1932 ആണ് ഇത്. പാർട്ണർഷിപ്പ് ആക്ട് 1912 ആണ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട്. അതായത് അവരുടെ സ്വന്തം സ്വമേധയാ അല്ലെ ഇഷ്ടപ്രകാരം ആരും നിർബന്ധിക്കാതെ അവരുടെ മെമ്പേഴ്സിന്റെ അതിന് ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണ് എന്ത് പറയാ? കോപ്പറേറ്റീവ് സൊസൈറ്റി. അതെ. മക്കൾ ശ്രദ്ധിക്കുക, നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട് സാറേ, ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. ഫീച്ചേഴ്സിലേക്ക് പോവാം. കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ ഫീച്ചേഴ്സിലേക്ക് പോകാം. ഫസ്റ്റ് വോളണ്ടറി, ആരും നമ്മളെ നിർബന്ധിക്കൂല. ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും എൻ്റർ ചെയ്യാം, എപ്പോ വേണമെങ്കിലും എക്സിറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് വോളണ്ടറി മെമ്പർഷിപ്പ്. ഇനി ലീഗൽ സ്റ്റാറ്റസ് നമ്മൾ നേരത്തെ പറഞ്ഞു, എന്തുണ്ട്? കമ്പൽസറി രജിസ്ട്രേഷൻ ആണ്. അപ്പൊ ലീഗൽ സ്റ്റാറ്റസ് രജിസ്ട്രേഷൻ ആണ്. രജിസ്റ്റർ ചെയ്യണം. ലയബിലിറ്റി മക്കളെ ശ്രദ്ധിക്കുക, ഇവിടെ എന്താണ്? ലിമിറ്റഡ് ആണ്. നമ്മൾ ഇതുവരെ പഠിച്ചതിൽ മിക്കതിലും അൺലിമിറ്റഡ് ആണ്. പക്ഷെ കോപ്പറേറ്റീവ് ലിമിറ്റഡ് ആണ്. കോപ്പറേറ്റീവ് ലിമിറ്റഡ് പഠിച്ചു കേട്ടോ. നെക്സ്റ്റ് അടുത്തത് കൺട്രോൾ. ഇവിടുത്തെ മക്കൾ ശ്രദ്ധിക്കുക, ഇവിടെ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി കൺട്രോൾ ചെയ്യുന്ന ആരാണ്?
അവിടെ നിന്ന് നമ്മൾ മെമ്പേഴ്സിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന മാനേജിംഗ് കമ്മിറ്റി. പ്രത്യേകം ശ്രദ്ധിക്കുക, ആ കമ്മിറ്റിന്റെ പറയുന്ന പേരെന്താണ്? മാനേജിംഗ് കമ്മിറ്റി. ക്ലിയർ ആയില്ലേ? മെമ്പേഴ്സ് 10 മെമ്പേഴ്സ് എന്ത് ചെയ്യും? ഒരു 5 പേരെ മാനേജിംഗ് കമ്മിറ്റിയായിട്ട് തെരഞ്ഞെടുക്കും. അവരാണ് എന്ത് ചെയ്യുക? ബിസിനസ് കൺട്രോൾ ചെയ്യുക. ഇനി ഇവർ എങ്ങനെ തെരഞ്ഞെടുക്കുക? 1 man 1 vote വെച്ചിട്ട്. അത് ഓർത്ത് വെക്കുക. 1 man 1 vote എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ് ചോദിക്കും. ഏതാണ്? കോർപ്പറേറ്റ് സൊസൈറ്റി ആണ്. 1 man 1 vote. അതായത് ഒരു മെമ്പർക്ക് ഒരു വോട്ട്. ഇതാണ് അടുത്ത സ്കീം. അതനുസരിച്ച് അവർ എന്ത് ചെയ്യും? ബിസിനസ്സിൽ മാനേജിംഗ് കമ്മിറ്റിനെ തെരഞ്ഞെടുക്കും. ഡിസിഷൻ എടുക്കുന്നത് അങ്ങനെയാണ്. ക്ലിയർ ആണ്? കൈ വിശേഷം 1 man 1 vote. 1 man 1 vote. ഇനി നാം നേരത്തെ പറഞ്ഞു മെമ്പേഴ്സിന്റെ വെൽഫെയറിന് വേണ്ടിയാണ് ഫോം ചെയ്തേക്കുന്നത്. അപ്പോൾ സർവീസ് മോട്ടീവ് അവിടെ ഉണ്ട്. പിന്നെ എന്താണ്? കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് ഉണ്ട്. എഫക്ട് ചെയ്യില്ല. നമുക്ക് എപ്പോ വേണമെങ്കിലും എന്ത് ചെയ്യാം? അടുത്ത ആളുകൾ വെച്ച് ജോയിൻ ചെയ്യാൻ പറ്റും. മെമ്പർക്ക് കൊടുക്കുന്ന ഡിവിഡന്റ് ലാഭവിഹിതം കുറവായിരിക്കും. കാരണം ഇത് വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോമാണ്. അപ്പൊ പ്രോഫിറ്റ് കുറവായിരിക്കും. അപ്പൊ ഉണ്ടാക്കുന്ന പ്രോഫിറ്റും കുറവായിരിക്കും. അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രോഫിറ്റ് എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. ഡിവിഡന്റ്. അതുപോലെ ശ്രദ്ധിക്കാൻ മക്കളെ, ഈ സൊസൈറ്റി ഫോം ചെയ്യാൻ മിനിമം എത്ര പേര് വേണം? ഇത് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മിനിമം എത്ര പേരാണ് ഈ സൊസൈറ്റി ഫോം ചെയ്യാൻ വേണ്ടത്? എത്ര പേർക്ക് അറിയാൻ? വേഗം ഒന്ന് ഹാൻഡിൽ ചെയ്തേ. കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യാനായിട്ട് മിനിമം എത്ര മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം? അറിയാവുന്നവരൊക്കെ വേഗം ഹാൻഡിൽ ചെയ്യാം. ആരെ വിളിക്കാം സാറേ? എത്ര മെമ്പേഴ്സ് വേണം? 10. കറക്റ്റ്. വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തേക്ക് പോയാലോ? 10 മക്കളെ. 10 അറിയില്ല. 10 1 man 1 vote. അത് ഓർത്ത് വെക്കുക. സർവീസ് ഈസ് ദ മോട്ടോ. അത് ഓർത്ത് വെക്കുക. സർവീസ് ഈസ് ദ മോട്ടോ. ക്ലിയർ ആണല്ലോ? സർവീസ് ഈസ് ദ മോട്ടോ. അതാണ് ഒട്ടേലട്ടാ മോട്ടോ. സർവീസ് കൊടുക്കുന്നത് കോപ്പറേറ്റീവ് അല്ലേ? അപ്പൊ അത് ഓർത്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് അടുത്തത് നോക്കാം. ടൈപ്സ് ഓഫ്. ഇനി ഇങ്ങനെ നേച്ചറിന്റെ ബേസിസ്, അതായത് സൊസൈറ്റിയുടെ നേച്ചർ നമുക്ക് എന്ത് ചെയ്യാം? നേച്ചർ അനുസരിച്ച് 5 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് ക്ലാസിഫൈ ചെയ്യാം. 6 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പൊ നിങ്ങൾ സിമ്പിൾ ആട്ടോ. ഈ പേര് പഠിച്ചാൽ മതി, പിന്നെ കിട്ടും. കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആർക്ക് വേണ്ടി? കൺസ്യൂമേഴ്സിന് വേണ്ടിയിട്ട്. പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആർക്ക് വേണ്ടി? പ്രൊഡ്യൂസേഴ്സിന് വേണ്ടിയിട്ട്. മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫാർമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഫാമേഴ്സിന് വേണ്ടിയിട്ട്. ക്രെഡിറ്റ് കോപ്പറേറ്റീവ് വായ്പ കൊടുക്കാൻ, ലോൺ കൊടുക്കാൻ. കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി വീട് പണിയാൻ. സിമ്പിൾ അല്ലേ മക്കളെ? ഹെഡിങ് പഠിച്ചാൽ മതി. ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അല്ലെങ്കിൽ നേച്ചർ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്ന സൊസൈറ്റിനെ 6 ആയിട്ട് തിരിച്ചെടുക്കുന്നു. സെറ്റ് ആണ്? ഓക്കെ അല്ലേ? യെസ്. അടുത്ത ലാസ്റ്റ് ടൈപ്പ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. വെരി 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 ഇമ്പോർട്ടന്റ്. മെറിറ്റും ഡിമെറിറ്റും അടക്കം നിങ്ങൾ പഠിക്കണം. ഈ കമ്പനി നിങ്ങൾ ഓൾറെഡി വേറൊരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ടല്ലേ? ഫോർമേഷൻ ഓഫ് കമ്പനിയിൽ. ഇത് അതൊക്കെ ആയിട്ട് മിക്സ് ചെയ്തൊക്കെ എഴുതാം ഒരുപാട്. അതായത് നമ്മുടെ 2013 ആണ് കേട്ടോ ഇതിന്റെ ഒരു ഇയർ ഓർത്ത് വെക്കണേ അല്ലേ സാർ ടീച്ചറെ? 2013 അല്ലെങ്കിൽ പ്രീവിയസ് ആക്ട് എന്ന് പറയുന്നത് 1956 ആണ് കേട്ടോ. അതിന് മുമ്പോ വരുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റീസെന്റ് ആയിട്ടുള്ള ആക്ട് ചെയ്ത 2013 ആണ്. അപ്പൊ 1912 ഏതാ? കോപ്പറേറ്റീവ്. 1932 ഏതാ? പാർട്ട്ണർഷിപ്പ്. 2013 ഏതാ? ജോയിന്റ് സ്റ്റോക്ക് കമ്പനി അല്ലെങ്കിൽ 1956 ഓർത്ത് വെച്ചേക്കണം കേട്ടോ. 2013 or 1956 രണ്ടും ചോദിക്കാറുണ്ട്. 2013 മുമ്പത്തെ കമ്പനികളൊക്കെ ഈ ആക്ട് പ്രകാരമായിരിക്കും രജിസ്റ്റർ ഫോം ചെയ്തേക്കുന്നത്. ഓക്കേ ആണല്ലോ? യെസ്. അപ്പൊ എന്താണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി? ഈ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികളൊക്കെ എന്താണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി? ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് ഓർത്ത് വെക്കുക കേട്ടോ. മറ്റേത് വളണ്ടറി ആണ് ജോയിൻ ചെയ്യുന്നത്. ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് കേട്ടോ. അതായത് ഒരു കോമൺ സീൽ ഒക്കെ ഓർത്ത് വെക്കുക. പെർപെച്വൽ സക്സഷൻ, കോമൺ സീൽ ഒക്കെ ഓർത്ത് വെക്കുക. അതിന്റെ ഫീച്ചേഴ്സ് വരുന്നുണ്ട് അല്ലേ? ഓക്കെ, ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഫീച്ചേഴ്സ് എന്തൊക്കെയാ? കമ്പനിയുടെ ഫീച്ചർ ഫസ്റ്റ് ആണ് ഇറ്റ് ഇസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. കാരണം എന്താണ്? യെസ്. ഓക്കെ, ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ, നിയമപ്രകാരം സൃഷ്ടിക്കപ്പെട്ടതായതുകൊണ്ട് എന്താണ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നു. പിന്നെ എന്താണ്? സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ എന്തുണ്ടാകും? സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ടായിരിക്കും. പറയുന്നത് 2013 കമ്പനീസ് ആക്ടോ അല്ലെങ്കിൽ പ്രീവിയസ് ആക്ട് പ്രകാരോ കമ്പൽസറി ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവണം? രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. പെർപെച്വൽ സക്സസ്, തുടർച്ചയായ ഒരു നിലനിൽപ്പുണ്ട് കമ്പനികൾക്ക് അല്ലേ? കൺട്രോൾ ചെയ്യുന്ന ആരാണ്? കൺട്രോൾ ചെയ്യുന്ന മക്കളെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. അതായത് ഒരുപാട് ഷെയർ ഹോൾഡേഴ്സ് ആർക്ക് ഉണ്ടാകും? ഈ കമ്പനിയിൽ ഉണ്ടാകും. കമ്പനിയെ നമ്മൾ ഇലക്ട് ചെയ്യുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് എന്ത് ചെയ്യുക? ബിസിനസ് മാനേജ് ചെയ്യുക. അടുത്ത ലയബിലിറ്റി എങ്ങനെയായിരിക്കും? ഇവിടുത്തെ ലിമിറ്റഡ് ആയിരിക്കും. അപ്പൊ ലിമിറ്റഡ് വരുന്ന രണ്ടെണ്ണം ഏതൊക്കെയാ? കോപ്പറേറ്റീവ് സൊസൈറ്റിയും അതുപോലെ കമ്പനിയും.
കോപ്പറേറ്റീവ്സും കമ്പനി എന്താണ് ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. ഇനി കോമൺ സീൽ നമുക്ക് ഓരോരുത്തരെയും തിരിച്ചറിയാൻ നമുക്ക് ഒരു സിഗ്നേച്ചർ ഇല്ലേ, ഒരു ഒപ്പില്ലേ, അതേപോലെ കമ്പനിക്ക് എന്തുണ്ട്, കോമൺ സിഗ്നേച്ചർ ഉണ്ട്. അതിനെയാണ് കോമൺ സീൽ വെക്കാതെ പറയണ്ടല്ലേ. ഇനി കമ്പനിയുടെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാ? കമ്പനി ലിമിറ്റേഷൻസ് പറയുമ്പോൾ എന്താണ്, കോംപ്ലക്സിറ്റി എന്താണ്, ഓൾറെഡി പറഞ്ഞിട്ട് രജിസ്ട്രേഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ കോംപ്ലക്സിറ്റി ഫോർമേഷൻ ആണ്. മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. അതുപോലെ റെഗുലേഷൻസ് ഉണ്ട്. ഡിസിഷൻ മേക്കിംഗ് കുറച്ച് ഡിലേ ആകാൻ ചാൻസ് ഉണ്ട്. പിന്നെ എന്താണ്, ഒരുപാട് ആളുകൾ എന്താകും, കോൺഫ്ലിക്റ്റ് ഉണ്ടായിരിക്കും അല്ലെ. ഇനി കമ്പനീസിന് നമുക്ക് എത്രയും തരത്തിരിക്കാം. പ്രൈവറ്റ് കമ്പനി ഉണ്ട്, പബ്ലിക് കമ്പനിയും ഉണ്ട്. അപ്പൊ സിമ്പിൾ ആണ് നമുക്ക് ഇത് പഠിക്കാനായിട്ട്. പ്രൈവറ്റ് കമ്പനി ഞാൻ പറയും. പ്രൈവറ്റ് കമ്പനിയിലെ നമ്പർ ഓഫ് മെമ്പേഴ്സ് മിനിമം 2 പേരും മാക്സിമം 200 എന്ന് പഠിക്കാം കേട്ടോ. പബ്ലിക് കമ്പനിയോ മിനിമം 7 പേരും മാക്സിമം നോ ലിമിറ്റും. എത്ര പേർക്ക് വേണമെങ്കിലും എന്താണ് മെമ്പർ ആകാം. ഇനി നെയിം, പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ ആ കമ്പനിയുടെ പേരിനോടൊപ്പം പി ലിമിറ്റഡ് എന്നോ അല്ലെങ്കിൽ PVT ലിമിറ്റഡ് എന്നോ ഉണ്ടായിരിക്കും. ക്ലിയർ ആണ്? കേസ് കാണിച്ചേ. ബ്രാക്കറ്റിൽ പി ഇട്ടിട്ട് LTD എന്ന് പറയുന്ന ലിമിറ്റഡ് എന്ന് വായിക്കാം കേട്ടോ. അപ്പൊ പി ലിമിറ്റഡ് എന്നായിരിക്കും, അല്ലെങ്കിലോ PVT ലിമിറ്റഡ് LTD എന്നായിരിക്കും. അത് പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ. പബ്ലിക് ആണെങ്കിലോ വെറുതെ ലിമിറ്റഡ് എന്നോ LTD എന്നോ ആയിരിക്കും. ലിമിറ്റഡ് മക്കളെ നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാമിന് ഒരു കമ്പനിയുടെ പേര് LTD എന്ന് പറയും. ഐഡന്റിഫൈ ദ കമ്പനി ചോദിക്കാം. അതിന് അതിന്റെ ഡിഫറൻസ് ഇതൊക്കെ ചാൻസ് ഉണ്ട്. പേപ്പറിൽ പ്രൈവറ്റ്, LTD എന്ന് കണ്ടാൽ അത് പബ്ലിക്. LTD മാത്രമേ ഉള്ളൂവെങ്കിൽ എന്താണ്, LTD മാത്രമുള്ളെങ്കിൽ പബ്ലിക് ആണ്. പി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്രൈവറ്റ് ആണ്. ഇനി പ്രോസ്പെക്ടസ്, അതാണ് പ്രൈവറ്റ് കമ്പനി ഒരിക്കലും എന്ത് ഇഷ്യൂ ചെയ്യില്ല, പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യില്ല. പ്രോസ്പെക്ടസ് പറയുന്നത് പബ്ലിക് ആളുകൾ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ഡോക്യുമെന്റ് നമ്മൾ പഠിക്കുന്നുണ്ട്, 7th ചാപ്റ്ററിൽ പഠിക്കും. അപ്പൊ ഈ പ്രൈവറ്റ് കമ്പനി ഒരിക്കലും എന്ത് ചെയ്യില്ല, പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യില്ല. പക്ഷെ പബ്ലിക് കമ്പനി ഇഷ്യൂ ചെയ്യും. ട്രാൻസ്ഫർ ഓഫ് ഷെയർ, റെസ്ട്രിക്ഷൻസ് ഓൺ ട്രാൻസ്ഫർ. അതായത് ഇപ്പൊ ഞാനൊരു പ്രൈവറ്റ് കമ്പനിയുടെ ഷെയർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം, ആ ഷെയർ വേണമെങ്കിൽ ഉപേക്ഷിക്കാം. പക്ഷെ ഒരിക്കലും എനിക്ക് എന്റെ കയ്യിൽ ഷെയർ എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റില്ല. മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാനായിട്ട് ഒരിക്കലും പറ്റൂല, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂല. പക്ഷെ പബ്ലിക് കമ്പനി ആണെങ്കിലും എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, എന്റെ ഷെയർ എടുത്തിട്ട് വേറെ ആൾക്ക് കൊടുത്തിട്ട് പോകാൻ പറ്റും അല്ലെ. പ്രൈവറ്റ് കമ്പനിക്ക് മിനിമം 2 ഡയറക്ടർ. മിനിമം ഇവിടെ മെമ്പർ എത്രയാ, 2 പേര്, 2 ഡയറക്ടേഴ്സ് ഉണ്ടാവും. അങ്ങനെ പഠിച്ചു വയ്ക്കുക. പബ്ലിക് കമ്പനിയിലാണെങ്കിലോ മിനിമം 3 ഡയറക്ടേഴ്സ് എങ്കിലും വേണം. ഒരു കാര്യം ശ്രദ്ധിക്കുക, ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, വാട്ട് ആർ ദ പ്രിവിലേജസ് ഓഫ് എ പ്രൈവറ്റ് കമ്പനി. അപ്പൊ എന്ത് എഴുതി വെക്കണം, ഇത് മാത്രം എഴുതി വെക്കാം. പ്രൈവറ്റ് കമ്പനിയുടെ ഈ പോയിന്റ്സ് മാർക്ക് ചെയ്ത് ചിലപ്പോൾ ചോദിക്കാം, വാട്ട് ആർ ദ പ്രിവിലേജസ് ഓഫ് പബ്ലിക് കമ്പനി. അപ്പൊ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് ചോദിക്കാം മക്കളെ. പ്രിവിലേജസ് ചോദിക്കുകയാണെങ്കിൽ എന്ത് എഴുതി വെക്കുക, ഈ ഫസ്റ്റ് ഓരോ പോർഷൻ വെച്ച് എഴുതി വെക്കാം. ക്ലിയർ ആണെങ്കിൽ കൈവിശി കാണിച്ചേ. ഓക്കെ ആണെങ്കിൽ അപ്പൊ നമുക്ക് ഇനി 1 മാർക്കിന്റെ ക്വസ്റ്റിലേക്ക് പോയാലോ. ചാപ്റ്റർ കഴിഞ്ഞു മക്കളെ, ഇത്രയുള്ള ചാപ്റ്റർ. സെക്കൻഡ് ചാപ്റ്റർ കഴിഞ്ഞു, സെറ്റ്. നമുക്ക് ഇനി 1 മാർക്കിന്റെ ക്വസ്റ്റിലേക്ക് പോവാം. ഫസ്റ്റ് 1 man 1 vote. മക്കളെ ആൻസർ പറയുന്നതൊക്കെ എത്ര പേര് ശ്രദ്ധിച്ചു? ഒരാൾക്ക് ഒരു വോട്ട് എന്ന് പ്രിൻസിപ്പിൾ പറയുന്ന ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഏതാണ്? 1 vote. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആണോ, കോർപ്പറേറ്റ് സൊസൈറ്റി ആണോ, പാർട്ട്ണർഷിപ്പ് ആണോ, ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് ആണോ? യെസ്, ഹനാൻ. ഹനാൻ മിസ് എന്നെ വിളിക്കും. കോപ്പറേറ്റീവ് സൊസൈറ്റിനെ കൈവശം കാണിച്ച മക്കളെ. കോപ്പറേറ്റീവ് അതല്ലെന്ന് പറഞ്ഞ വണ്ടിയൊക്കെ പിടിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് കറക്റ്റ്. A dash partner is one who allows the use of his or her name by a firm but does not contribute to capital. Capital അവർ എന്ത് ചെയ്യുന്നില്ല, കൊടുക്കുന്നില്ല. പക്ഷെ എന്ത് കൊടുക്കും, പേര് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ അതെന്ത് പാർട്ണർ ആണ്? ആക്റ്റീവ് ആണോ, സ്ലീപ്പിംഗ് ആണോ, സീക്രട്ട് ആണോ? ആൻസർ സിമ്പിൾ. തേർഡ് റോയിൽ സെക്കൻഡ്. നിരഞ്ജൻ ഏതാണ് ആൻസർ? നോമിനൽ പാർട്ണർ ആണ്. കൈവശി കാണിച്ച മക്കളെ. അടുത്തത് മക്കളെ സിമ്പിൾ സാധനം. The eldermost member of HUF business is known as. ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിലെ എൽഡേഴ്സ് മോസ്റ്റ് മെമ്പറെ നമ്മൾ എന്താ വിളിക്കുക? ഷെയർ ഹോൾഡർ ആണ്. ഷെയർ ഹോൾഡർ ആരാ ടീച്ചർ ഒന്ന് പറഞ്ഞു കൊടുത്തത്? ഷെയർ ഹോൾഡർ ആണ് മക്കളെ. അവരെന്നെ പറഞ്ഞ പഠിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. മക്കളെ ആരാണ് ഷെയർ ഹോൾഡർ? ഷെയർ ഹോൾഡർ ഏതിലാണ് പഠിച്ചേക്കുന്നത് നിങ്ങൾ? ഏത് ഫോം ഓഫ് ഓർഗനൈസേഷനിലാണ് ഷെയർ ഹോൾഡർ കണ്ടത് പഠിച്ചിട്ടുണ്ട്? പറയടാ, ഏത് ഫോമിലാണ് ഷെയർ ഹോൾഡറെ കുറിച്ച് പഠിച്ചേക്കുന്നത്? അൺമ്യൂട്ട് പറ. ഷെയർ ഹോൾഡർ ആരാ മോനെ? എടാ ഷെയർ ഹോൾഡർ ആരാ? ഏത് ഫോമിൽ ഷെയർ ഹോൾഡർ വരുന്നേ? അത് അറിയണ്ട ചില്ല് പൊട്ടു. യെസ് മക്കളെ, ഷെയർ ഹോൾഡറെ കുറിച്ച് ആലോചന മാത്രം ഹാൻഡ് ചെയ്യടാ. ഏത് ഫോമിലാണ് ഷെയർ ഹോൾഡറെ കുറിച്ച് പഠിക്കുന്നത്? ശ്രീദേവി വിളിക്കാരോ. ശ്രീദേവി ഒന്ന് ആൻസർ പറഞ്ഞേ. ഏത് ഫോമിലാണ് ഷെയർ ഹോൾഡറെ കുറിച്ച് പഠിച്ചേക്കുന്നേ?
എല്ലാത്തിനും റേഞ്ച് പോയാ സൗണ്ട് ഇല്ല. കേൾക്കാം. സൗണ്ട് ഇല്ല. ഇല്ല, ആൾ പറയുന്നുണ്ട് സാർ. നെക്സ്റ്റ് അടുത്തത് അക്സർ വിളിച്ചാലോ? അക്സ. അക്സ എന്ന് പറഞ്ഞേ. ഷെയർ ഹോൾഡർ. കമ്പനി. വെരി ഗുഡ് മിടുക്കി. അപ്പൊ കമ്പനിയിലെ മെമ്പർ ആയാലും എന്ത് വിളിക്കും നമ്മള്? ഷെയർ ഹോൾഡർ എന്ന് വിളിക്കും അല്ലേ? കമ്പനിയുടെ ഓണർമാരാണ് ഷെയർ ഹോൾഡർ. ഷെയർ ഹോൾഡർ. പാർട്ണർഷിപ്പിലാണ് അപ്പൊ എച്ച്ഇഒ പിന്നെ മോസ്റ്റ് മെമ്പർ എൽഡർ മെമ്പർ ആരാണ് മെമ്പർ? സ്ക്രീനിലാണ്. 1 ആണ് 2 ആണ് 3 ആണ് 4 ആണോ? വേഗം പറ. മക്കളെ 3 ആരാണോ? അങ്ങനെ എൽഡർ അല്ല വരിക, ബാക്കിയുള്ള മെമ്പേഴ്സ് ആണ്, അതർ മെമ്പേഴ്സ് കേട്ടോ, ആണ് കോപാർട്ട്നേഴ്സ് കേട്ടോ. അവിടെ ചാപ്റ്റർ 2 കഴിഞ്ഞ് ബ്രേക്ക് വേണമെങ്കിൽ കൈവീശി കാണിച്ച്, ബ്രേക്ക് വേണമെങ്കിൽ കൈവീശി കാണിച്ച്. ബ്രേക്ക് വേണോ? വേണ്ട, നോക്കി കൈവീശത്. അപ്പൊ ബ്രേക്ക് കൊടുത്തേക്കാം, ഒരു 10 മിനിറ്റ് ബ്രേക്ക്. തേർഡ് ചാപ്റ്റർ ആണ്. ഏതാണ് ചാപ്റ്ററിന്റെ പേര്? പ്രൈവറ്റ്, പബ്ലിക് ആൻഡ് ഗ്ലോബൽ എന്റർപ്രൈസസ്. അപ്പൊ ഇതിൽ നമ്മൾ കൂടുതൽ പബ്ലിക് ആണ് പഠിക്കുന്നത് അല്ലേ? യെസ്, പബ്ലിക് ആണ്. അപ്പൊ നമുക്ക് ആ ഇന്ത്യൻ ഇക്കോണമി ക്ലാസിഫിക്കേഷൻ നോക്കാം. നമുക്ക് എന്താണ്? പബ്ലിക് സെക്ടർ ഉണ്ട്, പ്രൈവറ്റ് സെക്ടർ ഉണ്ട്. അത് ഓൾറെഡി പ്രൈവറ്റ് സെക്ടർ നമ്മൾ 5 എണ്ണം പഠിച്ചു കഴിഞ്ഞു. ഇനി എന്താ പഠിക്കാനുള്ളത്? പബ്ലിക് സെക്ടറിൽ ആകെ 3 എണ്ണേ പഠിക്കാനുള്ളൂ. ഇതിനൊരു ക്വസ്റ്റ്യൻ ഷുവർ 100% ഉറപ്പാണ് മക്കളെ. ഈ 3 എണ്ണം ഇത് ഒരെണ്ണം ഉറപ്പായിട്ടും വരും. ചിലപ്പോ എന്ത് ചെയ്യുന്ന എക്സാമ്പിൾ തന്നിട്ട് അത് ഏത് ടൈപ്പ് ഓഫ് പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻ ആണ് ചോദിക്കാം. അപ്പൊ എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെ പബ്ലിക് സെക്ടർ അടിച്ചാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്? ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്സ് ഉണ്ട്, അതുപോലെ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ അഥവാ പബ്ലിക് കോർപ്പറേഷൻ, പിന്നെന്താണ് ഗവൺമെന്റ് കമ്പനീസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അത് തന്നെയാണ് നമുക്ക് അടുത്ത സ്ലൈഡിലുള്ളത്. സാറെ കാണിച്ചോളൂ. ചിലപ്പോൾ ചോദിക്കാം പബ്ലിക് സെക്ടറിന്റെ ഫോംസ് ഏതൊക്കെയാണ്? ഏതൊക്കെ 3 ഫോംസിൽ ഒരു PSU നമുക്ക് ഫോം ചെയ്യാം? PSU മീൻസ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ്. പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് എന്ന് പറയും, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് എന്ന് പറയും. ക്ലിയർ ആണ്? കൈവശിക്കാൻ മക്കളെ ഓക്കെ ആണല്ലോ? ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ അഥവാ പബ്ലിക് കോർപ്പറേഷൻ, ഗവൺമെന്റ് കമ്പനീസ്. നമുക്ക് ആദ്യം ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗിലോട്ട് പോകാം. ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്, ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് ഇസ് എ ഫോം ഓഫ് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് എസ്റ്റാബ്ലിഷ്ഡ് ആസ് എ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ മിനിസ്ട്രി അല്ലേ? ഒരു മിനിസ്ട്രിയുടെ കീഴിലാണ് നമ്മളുടെ ഈ പറഞ്ഞ പബ്ലിക് സെക്ടർ എങ്കിൽ അതിനെന്ത് പറയാം? ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്സ് എന്ന് പറയാം. ഇതിലെ എക്സാമ്പിളുകൾ മക്കളെ നന്നായി പഠിച്ചു വെക്കുക. പോസ്റ്റ് ഓഫീസ് അല്ലെ, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ്, ഓൾ ഇന്ത്യ റേഡിയോ, ദൂരദർശൻ, റെയിൽവേ, ഇന്ത്യൻ റെയിൽവേ. ചിലപ്പോൾ ഇന്ത്യൻ റെയിൽവേ എപ്പോഴും വരാറ് എക്സാം അല്ലേ? അപ്പൊ ഇന്ത്യൻ റെയിൽവേ ഏത് ടൈപ്പ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ്, അതിന്റെ ഫീച്ചേഴ്സ് എഴുതുക. അങ്ങനെ ചിലപ്പോൾ ചോദിക്കുക എക്സാമിന് കേട്ടോ. അപ്പൊ ഇന്ത്യൻ റെയിൽവേ ഏത് ടൈപ്പ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ്? ഡിപ്പാർട്ട്മെന്റ് അണ്ടർടേക്കിംഗ്സ് ആണ്. യെസ്. അതിന്റെ ഫീച്ചേഴ്സ് അറിയേണ്ട ഫീച്ചേഴ്സ് കാണിച്ചു സാറേ. ഫസ്റ്റ് ഫീച്ചർ പറയുമ്പോൾ എന്താണ്? ഫണ്ടിങ് എവിടുന്ന് വരുന്നത്? അതൊക്കെ ഓൾറെഡി അറിയാം. ഗവൺമെന്റ് ട്രഷറിയിൽ നിന്നായിരിക്കും ഫണ്ട് വരുന്നതും പോകുന്നത്. എവിടേക്കായിരിക്കും? ഗവൺമെന്റ് ട്രഷറിയിലേക്കായിരിക്കും. ഓഡിറ്റ് കൺട്രോൾ ഗവൺമെന്റ് സ്ഥാപനമാണ് അല്ലെ? അപ്പൊ ഗവൺമെന്റിന്റെ ഓഡിറ്റും കൺട്രോളിംഗും ഉണ്ടായിരിക്കും. ഇവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ നമുക്ക് എന്ത് വിളിക്കാം? ഗവൺമെന്റ് സർവൻസ് എന്ന് വിളിക്കാം കേട്ടോ. മിനിസ്ട്രിയുടെ കൺട്രോളിലാണ്. ഓൾറെഡി പറഞ്ഞു അണ്ടർ മിനിസ്ട്രി ആയതുകൊണ്ട് മിനിസ്ട്രിയുടെ ഡയറക്റ്റ് കൺട്രോൾ ഉണ്ടായിരിക്കും. അക്കൗണ്ടബിൾ ആവാം അല്ലേ? അപ്പൊ അക്കൗണ്ടബിലിറ്റി ആരോടാണ്? മിനിസ്ട്രിയോടാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എവിടെ എഴുതി വെക്കാം, മെറിറ്റിൽ എഴുതാം. പിന്നെ ശ്രദ്ധിക്കുക, ഈ 3 ഫോംസിലും ലിമിറ്റേഷൻ ആയിട്ട് നിങ്ങൾക്ക് 2 പോയിന്റ് ചെയ്താൽ ഇതൊക്കെയെന്ന് പറയും സാറേ. ഫസ്റ്റ് പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ്. 3ഉം എന്താണ്? ഒരു പബ്ലിക് സെക്ടർ ആണ്. അപ്പൊ എന്തുണ്ടായിരിക്കും? പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കും. പിന്നെ വേണമെങ്കിൽ പറയാം പബ്ലിക് സെക്ടർ ആയതുകൊണ്ട് എന്തുണ്ടാകും? ഡിസിഷൻ മേക്കിംഗിൽ ഡിലേ ഉണ്ടാകും. അപ്പൊ എന്ത് പറയാം? ഡിലേ ഇൻ ഡിസിഷൻ മേക്കിംഗ് പറയാം. ക്ലിയർ ആണ്? കൈവശിക്കാൻ ചെയ്യാം. അപ്പൊ ഈ 2 പോയിന്റ് 3 സെക്ടറിൽ നമുക്ക് എന്തെങ്കിലും എഴുതാം? ലിമിറ്റേഷനിൽ എഴുതി വെക്കാം. സെറ്റ് ആണ്? കൈവശിക്കാൻ ചെയ്യാം. ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണോ? യെസ്. നെക്സ്റ്റ്. ഓക്കെ, അപ്പൊ നമ്മുടെ എന്ത് കഴിഞ്ഞു? ഡിപ്പാർട്ട്മെന്റ് അണ്ടർടേക്കിംഗ് കഴിഞ്ഞു മക്കളെ. നെക്സ്റ്റ് രണ്ടാമത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ അഥവാ പബ്ലിക് കോർപ്പറേഷൻ. അതെന്താണ്? സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ഈസ് എ പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ എ സ്പെഷ്യൽ ആക്ട് ഓഫ് പാർലമെന്റ്. പാർലമെന്റിന്റെ സ്പെഷ്യൽ ആക്ട് പ്രകാരമോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ പ്രകാരമോ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള പബ്ലിക് സെക്ടർ ഏതാണ്? സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആണ്. അപ്പൊ സ്പെഷ്യൽ ആക്ട് കണ്ട ഉറപ്പിച്ചോ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ അല്ലെങ്കിൽ പബ്ലിക് കോർപ്പറേഷൻ എന്ന് പറയാം. അതിന് എക്സാമ്പിൾ പഠിച്ചു വെക്കുക. ഏതൊക്കെയാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, LIC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, KSRTC. മക്കളെ ഈ 3 എക്സാമ്പിൾ ഓർത്ത് വെക്കുക. ഇത് എടുക്കാൻ എളുപ്പമുണ്ട് സാറേ. കോർപ്പറേഷൻ നോക്കിയാൽ LICയിലും C ഉണ്ട്, KSRTCയിലും C ഉണ്ട്, മിക്കതിലും C ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ ഓർത്ത് വെച്ചു. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അല്ലെ? അതൊക്കെ C വരുന്നത്. RBI ഇല്ലെങ്കിൽ വേണ്ട സാർ. ഇതൊക്കെയാണ്
സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷന്റെ എക്സാമ്പിൾസ് നമുക്ക് അതിന്റെ ഫീച്ചേഴ്സിലോട്ട് പോവാം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പെഷ്യൽ ആക്ട് ഓഫ് പാർലമെന്റ് ആണ്. പാർലമെന്റിന്റെ ഒരു ആക്ട് പ്രകാരം ഉണ്ടാക്കിയിരിക്കുന്നതാണ്. സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഉണ്ട്, ഇതിന് സെപ്പറേഷൻ ഉണ്ട്. നമ്മൾ ഓൾറെഡി ഇതൊക്കെ ഗവൺമെന്റ് സ്ഥാപനം പറയുന്നുണ്ട്. RBI എന്നൊക്കെ കേൾക്കുമ്പോൾ അതൊരു ഗവൺമെന്റ് സ്ഥാപനം നമുക്ക് തോന്നൂലല്ലേ? അപ്പൊ ഒരു സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ഉണ്ട്. ഇൻഡിപെൻഡന്റ്ലി ആണ് ഫിനാൻസ് ചെയ്യുക അല്ലേ? സ്വന്തമായിട്ട് ഫണ്ട് ഉണ്ട്. ഇപ്പൊ RBI ഒക്കെ സ്വന്തമായിട്ട് ഫണ്ട് ഉണ്ട്. ഇനി ഗവൺമെന്റിന്റെ ആവശ്യമൊന്നുമില്ല. ഇനി അവിടുത്തെ സർവീസ് ആണ്. പിന്നെന്താണ്? ഓണർഷിപ്പ് ഗവൺമെന്റ് കയ്യിലായിരിക്കും. അതിന്റെ ഉടമസ്ഥാവകാശം മാത്രമേ ഗവൺമെന്റ് ഉള്ളൂ. മനസ്സിലായില്ലേ? നോ ഗവൺമെന്റ് സർവൻസ്, എംപ്ലോയീസ് ആർ നോട്ട് ഗവൺമെന്റ്. അവിടുത്തെ എംപ്ലോയീസ് നമ്മൾ എന്ത് പറയുന്നില്ല, ഗവൺമെന്റ് സർവൻസ് ഒന്നും പറയുന്നില്ല, അല്ലെങ്കിൽ സിവിൽ സർവൻസ് ഒന്നും പറയുന്നില്ല. ക്ലിയർ ആണ്? ഓക്കെ ആണല്ലോ. ഇവിടെ വേണം നിങ്ങൾക്ക് അടുത്ത ലിമിറ്റേഷൻ ഇതാ, കറപ്ഷൻ അല്ലെ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അഴിമതി ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് അല്ലെ? അപ്പൊ അതൊരു ലിമിറ്റേഷൻ എഴുതി വെക്കാം കേട്ടാ. കറപ്ഷൻ ഇതിൽ പ്രത്യേകിച്ച് എഴുതാം. പിന്നെ വേണമെങ്കിൽ ഗവൺമെന്റ് കമ്പനിയിലേക്ക് എല്ലാത്തിലും എഴുതാം. ഗവൺമെന്റ് ആവുമ്പോ കറപ്ഷൻ രണ്ടാമത് പബ്ലിക് സെക്ടർ ക്ലിയർ അല്ലേ? മൂന്നാമതാണ് ഗവൺമെന്റ് കമ്പനി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗവൺമെന്റ് കമ്പനി രജിസ്റ്റേർഡ് അണ്ടർ ദ ഇന്ത്യൻ കമ്പനീസ് ആയിട്ട് നമ്മൾ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി പറഞ്ഞില്ലേ? അവിടുത്തെ ആ കമ്പനി ആക്ടിനാണ് ഇവിടെ വരുന്നത്. പക്ഷെ ഗവൺമെന്റ് കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത് ഇന്ത്യയിലെ കമ്പനീസ് ആക്ട് 2013 അനുസരിച്ചാണ്. നോട്ട് ലെസ് ദാൻ 51% ഓഫ് ദ paid up capital is held by the central government or by any state government or both. അതായത് ഈ കമ്പനിയുടെ ഷെയർ 51%-നേക്കാൾ കുറയാതെ. മനസ്സിലായോ? അതിനർത്ഥം 51 അതിൽ കൂടുതൽ ഗവൺമെന്റിന് വേണം. അതായത് ഒരു കമ്പനിയുടെ ഷെയറില് 51%-ഓ അതിനേക്കാൾ കൂടുതൽ ഷെയറോ സെൻട്രൽ ഗവൺമെന്റിന്റെയോ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ ബോത്ത് രണ്ടുപേരുടെയും കൂടി കൂടിയിട്ട് അവരുടെ കയ്യിലാണെങ്കിൽ അത് എന്ത് കമ്പനിയാ? ഗവൺമെന്റ് കമ്പനി. സെറ്റ് ആണെങ്കിൽ കാണിച്ച എല്ലാവരും. അപ്പൊ മിനിമം എത്ര ഷെയർ വേണം? 51 ഷെയർ. ബാക്കി 49 പാർക്ക് മേടിക്കാം, പ്രൈവറ്റ് പാർട്ടിക്ക് മേടിക്കാം. മക്കളെ കഴിച്ച് കാണിച്ചതാണ് പറഞ്ഞത്. 51 മാത്രം ആരുടെ കയ്യിലായിരിക്കും? ഗവൺമെന്റിന്റെ ആയിരിക്കും. ബാക്കി ആർക്ക് മേടിക്കാം? പ്രൈവറ്റിനും മേടിക്കാം. സെറ്റ് ആണല്ലോ? ക്ലിയർ ആണല്ലോ? 51 കൃത്യമായിട്ട് വേണമെന്നില്ല. 52 ചിലപ്പോ ക്വസ്റ്റ്യൻ ചോദിക്കാം. 53% ഷെയർ ഗവൺമെന്റ് കയ്യിലാണ്. അതാണ് ഗവൺമെന്റ് കമ്പനിയാണ്. 60% ഷെയർ ഗവൺമെന്റ് കമ്പനിയാണെങ്കിൽ 51 അതിൽ കൂടുതൽ വന്ന ഗവൺമെന്റ് ആണ് കേട്ടോ. സെറ്റിലെ മക്കളെ ഇതിന്റെ എക്സാമ്പിൾസ് നോക്കി വെക്കാം. എന്താണ്? BHEL ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ്, അതുപോലെ സ്റ്റീൽ അതോറിറ്റി ഇന്ത്യ ലിമിറ്റഡ്, പിന്നെ ഹിന്ദുസ്ഥാൻ അതൊക്കെ പറയാം. ശ്രദ്ധിക്കാൻ മക്കളെ, ലിമിറ്റഡ് എന്ന് കാണാം. ഹിന്ദുസ്ഥാൻ യൂണിയൻ, പിന്നെ ഹിന്ദുസ്ഥാൻ മെഷീൻസ് ആൻഡ് ടൂൾസ് ലിമിറ്റഡ് എന്നൊക്കെ പറയാം. നിങ്ങൾ നോക്കിയേ, LTD എന്ന് കണ്ടാൽ ഉറപ്പിച്ചോ അതെന്തായിരിക്കും? ഗവൺമെന്റ് കമ്പനി ആയിരിക്കും. ക്ലിയർ ആണ്? കൈവശ കാണിച്ചേ. LTD എന്താണ്? ഗവൺമെന്റ് കമ്പനി. അപ്പൊ നിങ്ങൾക്ക് വൺ വേർഡ് ചോദിക്കുമ്പോൾ അതാണ് സംഭവം. LTD ആണെങ്കിൽ ഉറപ്പായിട്ട് എന്തായിരിക്കും? അത് ഗവൺമെന്റ് കമ്പനി ആയിരിക്കും. സെറ്റ് ആണ്? കൈവശ കാണിച്ചേ. ഓക്കെ ആണെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് എക്സാംസ് കുറച്ച് അറിയാം. അറിയാവുന്ന കൈവശ കാണിച്ചറിയാലോ, അത് കൃത്യമായിട്ട് പഠിക്കാം. ഫീച്ചേഴ്സിലോട്ട് പോകാം. ഇൻകോർപ്പറേറ്റഡ് ബോഡിയാണ്. കമ്പനീസ് ആക്ട് 2013 പ്രകാരം സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ്. മാനേജ്മെന്റ് എങ്ങനെയാണ്? മാനേജ്മെന്റ് ബൈ കമ്പനി ആക്ട് അനുസരിച്ചായിരിക്കും മാനേജ്മെന്റ് വരുന്നത്. ഓൾറെഡി കമ്പനി ആണല്ലോ. അപ്പൊ മെയിൻ ഡോക്യുമെന്റ്സ് ആയി മെമ്മോറാണ്ടം ആർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടായിരിക്കും. ഫണ്ട് നേരത്തെ പറഞ്ഞു ഗവൺമെന്റിൽ നിന്ന് എടുക്കാം, പിന്നെ ആരെന്ന് എടുക്കാം. ബാക്കി 49 എവിടുന്ന? പ്രൈവറ്റ് പാർട്ടിയിൽ നിന്നും ഫണ്ട് എടുക്കാം. അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റ് പ്രൊസീജിയർ എങ്ങനെയായിരിക്കും? ഗവൺമെന്റിന്റെ അപ്പോയിന്റഡ് ആയിരിക്കും. നെക്സ്റ്റ് ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക് ആണ്. ഇത് ഉറപ്പായിട്ടും എപ്പോഴും വരാറുണ്ട് ഈ ടോപ്പിക്. മേ ബി വരാം. അപ്പോ ഈ ഗ്ലോബൽ എന്റർപ്രൈസ് കണ്ടാലും മൾട്ടിനാഷണൽ കോർപ്പറേഷൻ, മൾട്ടിനാഷണൽ കമ്പനി പറയട്ടെ മക്കളെ. കോർപ്പറേഷൻ കമ്പനി പറയാം. മൾട്ടിനാഷണൽ കമ്പനി എന്ന് പറയാം, മൾട്ടിനാഷണൽ കോർപ്പറേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഗ്ലോബൽ. പലർക്കും ഗ്ലോബൽ എന്റർപ്രൈസ് എന്ന് പേര് അറിയില്ല. അങ്ങനെ പഠിക്കുന്നത് ഗ്ലോബൽ എന്റർപ്രൈസ് എന്നായിരിക്കും പേപ്പറിൽ വരിക, ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരിക. ഗ്ലോബൽ എന്റർപ്രൈസ് പറഞ്ഞാൽ മൾട്ടിനാഷണൽ കമ്പനിയാണ്. മൾട്ടിനാഷണൽ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലക്സ് അറിയില്ല നിങ്ങൾക്ക്? എന്താ മൾട്ടിപ്ലക്സ് തിയേറ്റർ എന്ന് പറഞ്ഞാൽ? എന്താ മൾട്ടിപ്ലക്സ് പറഞ്ഞാൽ? മൾട്ടിപ്ലക്സ് സ്ക്രീൻ ഉണ്ടാവും അല്ലെ? അപ്പോ എന്തായിരിക്കും മൾട്ടിനാഷണൽ കമ്പനി എന്ന് പറഞ്ഞാൽ? ഒന്നിൽ കൂടുതൽ രാജ്യങ്ങളിൽ സ്പ്രെഡ് ആയി കിടക്കുന്ന കമ്പനികളാണ് മൾട്ടിനാഷണൽ കമ്പനി അല്ലെ? ഒന്നിൽ കൂടുതൽ രാജ്യങ്ങളിൽ ഉണ്ടായിരിക്കും അല്ലെ? ഏതൊക്കെയാ ഒന്നിൽ കൂടുതൽ രാജ്യങ്ങളുള്ളത്? മക്കളെ നോക്കിയേ. ഓക്കെ മക്കളെ, അപ്പൊ ഒരു കൺട്രിയിൽ അതിന്റെ രജിസ്റ്റേർഡ് ഓഫീസ് ഉണ്ടായിരിക്കും, മറ്റൊരു കൺട്രിയിൽ ഉണ്ടായിരിക്കും അതിന്റെ ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും. അപ്പൊ അതിനാണ് എന്ത് പറയാ? ഗ്ലോബൽ എന്റർപ്രൈസസ് എന്ന് പറയാ. ഇനി ആ ബ്രാഞ്ചസിനെ പറയുന്ന ഒരു പ്രത്യേക ഒരു പേരാണ് എന്ത്? MOFA. എന്ത് സംഭവം? മെജോറിറ്റി ഓണേഡ്. പറ. മെജോറിറ്റി ഓണേഡ്. അറിയാവുന്നവരൊക്കെ വേഗം വേഗം ഹാൻഡ് റൈസ് ചെയ്യ്. ഇത് ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്, വേഗം പറഞ്ഞു.
അഫിലിയേറ്റ്സ്. ഓക്കെ, മക്കളെ ക്ലിയർ ആണല്ലോ? അഫിലിയേറ്റ്സ് ആണ്. അപ്പൊ മക്കളെ ശ്രദ്ധിച്ചേ, ഈ വൺ വേർഡ് ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. ഇതിന്റെ ബ്രാഞ്ചസ് എന്താ പറയാ? MOFA എന്ന് പറയും. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ് എക്സാമ്പിൾ ഏതൊക്കെയാ? കൊക്കോള, പെപ്സി, കാഡ്ബറി, സുസുക്കി ഒക്കെ പറയാം. നിങ്ങൾക്ക് ക്ലിയർ ആണ് കൈവശിക്കാൻ ചെയ്യപ്പോ ഇത് ഇമ്പോർട്ടന്റ് ആണ് മക്കളെ, പഠിക്കാതെ പോകരുത്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് കേട്ടോ. ഗ്ലോബൽ എന്റർപ്രൈസസ് അതിന്റെ ഫീച്ചേഴ്സ് കൂടി പഠിക്കുക, കാരണം ഫീച്ചേഴ്സ് കൂടി എഴുതാൻ വരാറുണ്ട്. എന്തൊക്കെയാ? ഹ്യൂജ് ക്യാപിറ്റൽ വേണം, ഒരുപാട് കൺട്രിയിലുണ്ട്. അപ്പൊ പല പെപ്സി എന്നൊക്കെ പറഞ്ഞാൽ മൾട്ടി വലിയ കമ്പനിയിലെ ഒരുപാട് ഫണ്ട് വേണ്ടേ? ഫണ്ട് വേണം. പിന്നെ സെൻട്രലൈസ്ഡ് കൺട്രോളർ, ഹെഡ് ക്വാർട്ടേഴ്സ്. ഇപ്പൊ സുസുക്കി എന്നൊക്കെ പറയുമ്പോൾ ജപ്പാനിലാണ്. അപ്പൊ അവിടെ എവിടെ കൺട്രോൾ ചെയ്യുന്ന ജപ്പാനിൽ അപ്പൊ ഹെഡ് ക്വാർട്ടേഴ്സിലായിരിക്കും. ഏത് കൺട്രിയിലാണോ ഹെഡ് ക്വാർട്ടേഴ്സ് അവിടെ ആയിരിക്കും എന്ത് വരാ? സെൻട്രലൈസ്ഡ് കൺട്രോൾ ഉണ്ടാകുക. അതുപോലെ എന്താണ്? അഡ്വാൻസ്ഡ് ടെക്നോളജി, പുതിയ പുതിയ ടെക്നോളജി അവർ എടുക്കും. ഇനി അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അഗ്രസീവ്, കസ്റ്റമേഴ്സിനെ പെട്ടെന്ന് പിടിക്കും അല്ലെ. നെക്സ്റ്റ് എന്താണ്? ഫോറിൻ കൊളാബറേഷൻ, പ്രൈവറ്റ് കമ്പനിയായിട്ടും പബ്ലിക് കമ്പനിയായിട്ടൊക്കെ ഒരു കോർപ്പറേറ്റ് വർക്ക് ചെയ്യും. പ്രൊഡക്റ്റ് ഇന്നോവേഷൻസ് കൊണ്ടുവരും. ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതനുസരിച്ച് എന്തുണ്ടാകും? പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ. നെക്സ്റ്റ് ടോപ്പിക് ആണ്. നെക്സ്റ്റ് ടോപ്പിക് ഏതാണ്? PPP. ഫുൾ ഫോം പഠിക്കാൻ മക്കളെ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് ആണ്. ചോദിക്കാറുണ്ട്, ഫുൾ ഫോം ചോദിക്കാറുണ്ട്. ആദ്യത്തെ P ഏതാ? പബ്ലിക് ആണ്, പ്രൈവറ്റ് അല്ല. ഫസ്റ്റ് P ഏതാ? ഫസ്റ്റ് P പബ്ലിക് ആണ്, സെക്കൻഡ് P ഏതാ? പ്രൈവറ്റ്. പബ്ലിക്. ലാസ്റ്റ് P ഏതാ? ഡെലിൻ പറയൂ. പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്. ഇവിടെ തെറ്റിക്കരുത് മക്കളെ. പബ്ലിക് ആണ് ഇമ്പോർട്ടൻസ് ആദ്യം കൊടുക്കേണ്ടത്, പിന്നെ സ്വകാര്യ വ്യക്തികള്, പിന്നെ പാർട്ണർഷിപ്പ്. പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ആണ് കേട്ടോ. ശ്രദ്ധിക്കുക, ഇവർ ഈ പാർട്ണർഷിപ്പ് ഫോം ചെയ്യുന്നത് ഇൻഫ്രാസ്ട്രക്ചറും മറ്റ് സർവീസസിനും വേണ്ടിയിട്ടാണ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റോഡ് പണിയുന്നു, ബ്രിഡ്ജ് പണിയുന്നു, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ, സ്കൂളുകൾ, സ്റ്റേഡിയംസ്. ഇതൊക്കെയാണ് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്. ക്ലിയർ ആണെങ്കിൽ കാണിച്ച മക്കളെ. നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞില്ലേ? നമുക്ക് ഇനി 1 വേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോകാം സാറേ. Which among the following is an example of departmental undertaking? സാവിയോ പറയടാ. ഞാൻ പറഞ്ഞ എക്സാമ്പിൾസ് വെച്ച് ആലോചിച്ചാൽ കിട്ടും. ഏതാണ് ഈ? ഡിപ്പാർട്ട്മെന്റൽ. LIC ആണോ? RBI ആണോ? ദൂരദർശൻ ആണോ? KSRTC ആണോ? സാവിയോ പറയടാ. ഏതാടാ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്? ഏതാണ്? എത്ര പേര് ആൻസർ നോക്കിയേ? സാവിയോ ആൻസർ പറയട്ടാ. എന്താണ് സാറ് വായിക്കണ്ട വെക്കി? എന്താണ് അമ്മ അവിടെ ഇരിക്കുന്നത്? മുൻകൂടി KSRTC ഏതാണ് ഡിപ്പാർട്ട്മെന്റ്? സി ഓർത്തേക്ക് ടീച്ചർ പറഞ്ഞ പ്രത്യേക LIC KSRTC കോർപ്പറേഷൻ ആണത്. അത് ഡിപ്പാർട്ട്മെന്റിൽ അല്ല. ഡിപ്പാർട്ട്മെന്റിൽ ഏതാ? ഡിപ്പാർട്ട്മെന്റിൽ ഏതാ? ദൂരദർശൻ. ദൂരദർശൻ പിന്നെ ഏതൊക്കെ വരിക? ഇന്ത്യൻ റെയിൽവേ, പോസ്റ്റ് ഓഫീസ്. ഓൾ ഇന്ത്യ റേഡിയോ. ഓൾ ഇന്ത്യ റേഡിയോ. മനസ്സിലായോ? പഠിക്കട്ടാ. എക്സാമ്പിൾ പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സാരിയോ? നെക്സ്റ്റ് അടുത്ത് ചോദിക്കാലോ. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത സിമ്പിൾ ആണ്. എ ഗവൺമെന്റ് കമ്പനി ഈസ് എനി കമ്പനി ഇൻ വിച്ച് ദ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഹെൽഡ് ബൈ ഗവൺമെന്റ് ഈസ് നോട്ട് ലെസ് ദാൻ. ഒരു ഗവൺമെന്റ് കമ്പനി ആകണമെങ്കിൽ ഒരു കമ്പനിയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഡാഷ് പെർസെന്റേജിനേക്കാൾ കുറയാൻ പാടില്ല. എത്ര പെർസെന്റേജ്? 49 ആണോ, 50 ആണോ, 51 ആണോ, 26 ആണോ? യെസ് സാർ, വിളിക്കണം. കൃഷ്ണപ്രിയ. 51%. വെരി ഗുഡ്. അടുത്ത, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡിസൈർ ടു സെൽ ദ ഷെയർസ് ഇൻ ടെലികോം ഡിപ്പാർട്ട്മെന്റ് ടു പ്രൈവറ്റ് സെക്ടർ. Identify the suitable term to denote such an activity. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡിസൈഡ് ചെയ്യാണ് എന്താണ്? സെൽ ദ ഷെയർസ് ഇൻ ടെലികോം ഡിപ്പാർട്ട്മെന്റ് ടു പ്രൈവറ്റ് സെക്ടർ അല്ലെ. ടെലികോം ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ എന്തെങ്കിലും പ്രൈവറ്റ് സെക്ടറിലേക്ക് നമ്മൾ ടെലികോം ഡിപ്പാർട്ട്മെന്റ് ഷെയർ കുറച്ച് പ്രൈവറ്റ് സെക്ടറിന് വിൽക്കാണ്, അല്ലെങ്കിൽ മൊത്തമായിട്ട് വിൽക്കാണ്. ഇതിന് നമ്മൾ പറയുന്ന പേരെന്താ? സ്യൂട്ടബിൾ ടേം എന്താണ്? ഇതിനെ വിളിക്കുന്ന പേരെന്താ? ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, അറിയാവുന്നതൊക്കെ ഹാൻഡ് റൈസ് ചെയ്യണം മക്കളെ. റീകൺസ്ട്രക്ഷൻ, റീഹാബിലിറ്റേഷൻ, റീകോൺസ്റ്റിറ്റ്യൂഷൻ. ഏതാണ് ഇതിന്റെ ആൻസർ? ആൻസർ വരുന്നുണ്ട് സാറേ, കുറെ പേര് വരുന്നുണ്ടല്ലേ. ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. മക്കളെ ഇത് നോക്കണം, പഠിച്ചിട്ട് പോകണം. എന്താ ഡിസ്ഇൻവെസ്റ്റ്മെന്റ്? പബ്ലിക്കിന്റെ ഷെയർ പ്രൈവറ്റിന് വിറ്റു എന്ന് കണ്ടാൽ നിങ്ങൾ ഉറപ്പിച്ചോ ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. ക്ലിയർ ആണ് കൈവശിക്കാൻ. ഇനി പബ്ലിക്കിന്റെ ഏരിയ പ്രൈവറ്റിന് കൊടുത്താലോ അതെന്താണ്? ഡി റിസർവേഷൻ. ക്ലിയർ ആണ് കൈവശിക്കാൻ. ഓക്കെ ആണെങ്കിൽ അതേപോലെ ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് ഇതില്, MOU. ക്ലിയർ ആണ് കൈവശിക്കാൻ. ഓക്കെ ആണെങ്കിൽ മെമ്മോറാണ്ടം അണ്ടർസ്റ്റാൻഡിംഗ്, അതായത് പബ്ലിക് സെക്ടറിന്റെ
പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒരു ടാർഗറ്റ് പറയും, ഇന്ന രീതിക്ക് പ്രവർത്തിക്കാൻ ടാർഗറ്റ് പറയും. അപ്പൊ ടാർഗറ്റ് പറയുന്നതിന് പറയുന്ന പേരാണ് MOU. ക്ലിയർ ആണ് കൈവശം കാണിച്ചേ? പബ്ലിക് സെക്ടറിന്റെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എന്ത് ഫിക്സ് ചെയ്യും? ടാർഗറ്റ് ഫിക്സ് ചെയ്യും. അതിനെ പറയുന്ന പേരാണ് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. സെറ്റ് ആണ് കൈവശം കാണിച്ചേ? ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇതെല്ലാം ഉണ്ടായത് എങ്ങനെയാണ്? 1991 റിഫോംസിന് ശേഷമുള്ള മെഷേഴ്സ് ആണ്. സെറ്റ് ആണ് കൈവശം കാണിച്ചേ? വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. 1991 ശേഷമുള്ള റിഫോംസ് എന്തൊക്കെയാണ്? MOU എഴുതാം, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എഴുതാം, ഡിറിസർവേഷൻ എഴുതാം. സെറ്റ് ആണ് കൈവശം കാണിച്ചേ? ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? യെസ്. ഓക്കെ മക്കളെ, നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയൊരു ചാപ്റ്റർ ആണ്, ബിസിനസ് സർവീസസ്. അല്ലേ? ഇത് എത്ര മാർക്കിന് തരാം? 10 മാർക്കിന്റെ ചാപ്റ്റർ ആണ്. സോ എസ്സേ പ്രതീക്ഷിക്കണം അല്ലേ? സോറി. ഓക്കെ, അപ്പൊ നമുക്ക് 8 മാർക്കിന്റെ എസ്സേ കൂടി വരാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് ബിസിനസ് സർവീസസ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നമുക്ക് ആദ്യം ഇതിനകത്ത് പഠിക്കേണ്ടത് ഗുഡ്സും സർവീസും ഡിഫറൻസ് ആണ്. വളരെ ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ സർവീസസിന്റെ ആ ഒരു നേച്ചർ അല്ലെങ്കിൽ ഫീച്ചറും കൂടി എഴുതാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും സർവീസസിന്റെ മാത്രം ഫീച്ചർ കിട്ടും. അപ്പൊ നിങ്ങൾ സേവനം കൊടുക്കാനാണ്. ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ഒബ്ജക്റ്റീവ് ആണ്. അപ്പോ സർവീസ് പറഞ്ഞാൽ ആക്ടിവിറ്റി ആണ്, ഒരു പ്രോസസ്, ഒരു പ്രക്രിയയാണ്. ഗുഡ്സ് ആണെങ്കിലോ ഫിസിക്കൽ ഒബ്ജക്റ്റീവ് ആണ്. ഇത് ഹെട്രോജനസ് സർവീസ് പറഞ്ഞാൽ പലരും കൊടുക്കുന്ന സർവീസുകൾ എന്താ ഡിഫറെന്റ് ആണ് അല്ലെ? ഡിഫറെന്റ് ആണ്. ഗുഡ്സ് ആണെങ്കിലോ ഹോമോജീനിയസ്, എല്ലാവർക്കും സ്റ്റാൻഡേർഡ് ഗുഡ്സ് ആയിരിക്കും, ഒരേപോലെയുള്ള സാധനങ്ങളാണ്. ഇത് ഇൻടാഞ്ചിബിൾ ആണ്. ഇത് ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞ സർവീസ് എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റോ? ഇല്ല, തൊടാനോ പറ്റില്ല. ഫീൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഗുഡ്സ് ആണെങ്കിലോ? ഗുഡ്സ് ആണെങ്കിൽ കാണാനും പറ്റും, തൊടാനും പറ്റും. സോ ടാഞ്ചിബിൾ ആണ്. They cannot be stored on future use. അല്ലെ? ഭാവിയിലേക്ക് വേണ്ടി സർവീസ് ഒരിക്കലും നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റുമോ? ഇല്ല, വെക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗുഡ്സ് ഭാവിയിലേക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കാൻ പറ്റും. ഈ സർവീസിൽ വരുന്ന കസ്റ്റമേഴ്സ് ഡിഫറെന്റ് കസ്റ്റമേഴ്സ് ആണ്, ഡിഫറെന്റ് ഡിമാൻഡ് ആണ് അവർക്ക് അല്ലേ? പക്ഷേ ഗുഡ്സ് അങ്ങനെയല്ല. ഓരോ കസ്റ്റമേഴ്സ് എന്താണ് ഓരോ സ്റ്റാൻഡർഡൈസ്ഡ് പ്രൊഡക്റ്റ് ആയിരിക്കും കിട്ടുക. സെറ്റ് ആണെങ്കിൽ കൈവശം കാണിച്ച മക്കളെ ഓക്കെ അല്ലേ? ഗുഡ്സും സർവീസും ക്ലിയർ അല്ലേ? അടുത്ത നമുക്ക് ടൈപ്സ് ഓഫ് സർവീസസ് പഠിക്കാം. ടൈപ്സ് ഓഫ് സർവീസസിനെ നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ബിസിനസ് സർവീസസ്, സോഷ്യൽ സർവീസസ് ആൻഡ് പേഴ്സണൽ സർവീസസ്. ബിസിനസ് സർവീസസ് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നോക്കിയേ, വീണ്ടും ക്ലാസിഫൈഡ് ഇൻടു 5 ആയിട്ട്. ഏതൊക്കെയാണ്? ഇൻഷുറൻസ്, ട്രാൻസ്പോർട്ടേഷൻ, വെയർഹൗസിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. മക്കളെ ഇതിനൊരു എസ്സേ ഉറപ്പായിട്ടും വരും. 8 മാർക്കിന് എസ്സേ മിക്കവാറും വരാറുണ്ട്. നന്നായിട്ട് നോക്കിയിട്ട് പോകാം. അപ്പൊ നമുക്ക് ആദ്യത്തെ ബിസിനസ് സർവീസിലോട്ട് പോകാം. ഫസ്റ്റ് പോകാലോ. ഫസ്റ്റ് ബിസിനസ് സർവീസ് ചെയ്ത ബാങ്കിങ് ആണ്. അപ്പൊ ഏതൊക്കെ ടൈപ്സ് ഓഫ് ബാങ്ക്? കൊമേഴ്ഷ്യൽ ബാങ്ക്, വാണിജ്യ ബാങ്കുകൾ അല്ലെ? ഏതൊക്കെ വാണിജ്യ ബാങ്കുകൾ? കൊമേഴ്ഷ്യൽ ബാങ്ക്, പബ്ലിക് സെക്ടർ ഉണ്ട്, പ്രൈവറ്റ് സെക്ടർ ഉണ്ട്. എന്നാലും കൊമേഴ്ഷ്യൽ ബാങ്ക് ഓൾറെഡി പറയാലോ. നമുക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് തരുന്ന ബാങ്കിനെയാണ് എന്ത് പറയാ? കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയാ. ഇനി അതിലെന്താണ് അടുത്തത്? കോപ്പറേറ്റീവ് ബാങ്ക് ആണ്, സഹകരണ ബാങ്ക്. മെമ്പേഴ്സിന് മാത്രം ശ്രദ്ധിക്കാം, ഒരേ ഏരിയയിലെ മെമ്പേഴ്സിന് മാത്രം സർവീസ് കൊടുക്കുകയാണെങ്കിൽ അത് കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. സ്പെഷ്യലൈസ്ഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യില്ലേ, അതാണ് സ്പെഷ്യലൈസ്ഡ് ബാങ്ക്. നമ്മളിപ്പോ പ്രത്യേകം സ്പെഷ്യൽ പാർട്ണർഷിപ്പ് പറഞ്ഞ പോലെ സ്പെഷ്യലൈസ്ഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ എക്സിമിന്റെ ഫുൾ ഫോം ചോദിക്കാം. എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക്സ്, അതായത് എക്സ്പോർട്ടിനും ഇമ്പോർട്ടിനും സഹായിക്കുന്ന ബാങ്ക്. സിഗ്ബി, സ്മോൾ ഇൻഡസ്ട്രീസിന് സഹായിക്കുന്ന ബാങ്ക്. അപ്പൊ അതേപോലെ നമ്മുടെ സെൻട്രൽ ബാങ്ക്. ഈ ബാങ്കുകളുടെ സെൻട്രൽ ബാങ്ക്. സെൻട്രൽ ബാങ്ക് ഏതാ? നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. മക്കളെ മാറി കേൾക്കിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് നമ്മുടെ സെൻട്രൽ ബാങ്ക്. എന്ത് ചെയ്യും? ഇത് എല്ലാ ബാങ്കിനെയും കൺട്രോൾ ചെയ്യും അല്ലെ? യെസ്, അതിന്റെ ഫംഗ്ഷൻസ്. ലെൻഡർ ഓഫ് ദി ലാസ്റ്റ് റിസോർട്ട് ആണ്. അടുത്തത് കൺട്രോളിംഗ് ഓഫ് ദി ക്രെഡിറ്റ് ആണ്. നെക്സ്റ്റ് ഫോറിൻ എക്സ്ചേഞ്ച് ആണ്. നെക്സ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫംഗ്ഷൻസ്. മക്കളെ ഇതിങ്ങനെ ചാർട്ട് തന്നെ വരയ്ക്കാം. ഈ ചാർട്ട് എവിടെയും കിട്ടില്ല, നിങ്ങൾക്ക് മാത്രം കിട്ടുള്ളൂ അല്ലേ സാറേ? ഇത് വിന്നേഴ്സിന്റെ പ്രൊഡക്റ്റ്. അപ്പൊ ഫംഗ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് ചോദിച്ചാൽ നിർബന്ധമായിട്ട് ഈ ചാർട്ട് വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അപ്പൊ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫംഗ്ഷൻസ് 2 ക്ലാസിഫൈ ചെയ്യാം. പ്രൈമറി, സെക്കൻഡറി ഉണ്ട്. നമുക്കറിയാലോ ഏതൊരു ബാങ്കിന്റെ പ്രാഥമികമായിട്ടുള്ള പ്രവർത്തനം എന്താ? ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്, ആളുകളുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കും. പബ്ലിക്കിന്റെ കയ്യിൽ നിന്നും ഡെപ്പോസിറ്റ് നിക്ഷേപങ്ങൾ സ്വീകരിച്ചിട്ട് അത് ആർക്ക് കൊടുക്കും? ലോൺ കൊടുക്കും. മനസ്സിലായോ മക്കളെ? ക്ലിയർ ആയോ? അപ്പൊ ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റും ലെൻഡിങ് മണിയാണ്. അപ്പൊ ബാങ്കിൽ ഏതൊക്കെ ഡെപ്പോസിറ്റ് ഉള്ളത്? ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടാവും, കറന്റ് ഡെപ്പോസിറ്റ് ഉണ്ടാവും, സേവിങ്സ് ഡെപ്പോസിറ്റ് ഉണ്ടായിരിക്കും. ലെൻഡിങ് മണി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലോൺ കൊടുക്കുക. ഇനി ഇത് കൂടാണ്ട് ബാങ്ക് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നമുക്ക് സെക്കൻഡറി ഫംഗ്ഷൻ എന്ന് വിളിക്കാം. അതിൽ 2 വരുന്നുണ്ട്. ഏതൊക്കെയാ? ഏജൻസി ഫംഗ്ഷൻസും ജനറൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻസും. ഏജൻസി എന്ന് പറഞ്ഞാൽ ഏജന്റ്, ഒരു ഏജന്റായി പ്രവർത്തിക്കുന്നു. ബാങ്ക് എപ്പോഴൊക്കെ ഒരു ഏജന്റായി പ്രവർത്തിക്കുക? നമ്മുടെ ബില്ലൊക്കെ അടയ്ക്കാം, നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാം, ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കാം, ജിസാറിന് അടങ്ങിയ എല്ലാ EMI അടയ്ക്കുന്നത് ബാങ്കാണ് സാറേ.
ഏജന്റ് ആയി പ്രവർത്തിക്കുന്നില്ല ബാങ്ക്, അതൊരു ഏജൻസി ഫംഗ്ഷൻ ആണ്. ഇനി ജനറൽ യൂട്ടിലിറ്റി പറഞ്ഞ ജനറൽ ആയിട്ടുള്ള കാര്യം, എല്ലാവർക്കും വേണ്ടി ബാങ്ക് പ്രവർത്തിക്കുന്ന ലോക്കർ ഫെസിലിറ്റി, കുറെ സ്വർണ്ണം ഉണ്ടെങ്കിലും 101 പവൻ സ്വർണ്ണം വീട്ടിൽ വെക്കാണ്ട് ബാങ്കിൽ കൊണ്ട് വെച്ചേക്കണം, മനസ്സിലായോ? അത് ജനറൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻ ആണ്. ക്ലിയർ ആണെങ്കിൽ കഴിച്ച് കാണിച്ച മക്കളെ ആ വഴിക്കാരും വരണ്ടോ, ബാങ്കിലാണ് ബാങ്കിൽ പേര് പറയില്ലല്ലോ. ഇതൊരു പേജിൽ ഫുള്ള് വരച്ചിട്ട്, പ്രത്യേകിച്ച് പ്രൈമറി ഫംഗ്ഷൻസ്, ഡെപ്പോസിറ്റിന്റെ ഒക്കെ റേഷ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായി എഴുതി വെക്കണം മക്കൾ, അത് ഇമ്പോർട്ടന്റ് ആണ്. നല്ല വൃത്തിയിലൊക്കെ വരച്ച ഒരു പേജ് ഫുള്ള് വരച്ചിട്ട് അപ്പുറത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് മാത്രം ചോദിച്ചാൽ ചെയ്തിച്ചു വെക്കണം പോലെ നല്ല അടിപൊളിയായിരിക്കും. അടുത്ത നമ്മുടെ ഇ ബാങ്കിങ് മക്കളെ, ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ വരാറുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഇ എന്ന് പറയുന്നത്? അതായത് ബാങ്കിങ്ങിന്റെ ആക്ടിവിറ്റി എല്ലാം നമ്മൾ എന്താണ് വീട്ടിൽ ചെയ്യാണ്, ത്രൂ ഇലക്ട്രോണിക്കലി ചെയ്യുകയാണെങ്കിൽ, മൊബൈൽ ബാങ്കിങ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഇ ബാങ്കിങ്. ബാങ്കിങ്ങിന്റെ വേറൊരു പേരാണ് ഇന്റർനെറ്റ് ബാങ്കിങ്. അതിന് സർവീസുകൾ ഏതൊക്കെ? ഇ ബാങ്കിങ് കൊടുക്കുന്ന സർവീസുകൾ ഏതൊക്കെയാണ്? ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. പിന്നെ EFT ചിലപ്പോൾ ഫുൾ ഫോം ചോദിക്കാം. ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. ഇനി ATM ഫുൾ ഫോം എന്താ? ഓട്ടോമാറ്റഡ് ആണ്, ഓട്ടോമാറ്റിക് അല്ല, എനി ടൈം മണി അല്ല, മനസ്സിലായോ? ATM എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് അല്ല, എനി ടൈം മണി അല്ല, ഓട്ടോമേറ്റഡ് എന്നാണ് കേട്ടോ. ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ. ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാം. പോയിന്റ് ഓഫ് സെയിൽസ്, POS ന്റെ ഫുൾ ഫോം പഠിക്കുക, പോയിന്റ് ഓഫ് സെയിൽസ്. യെസ്, നെക്സ്റ്റ് അടുത്ത ബാങ്കിങ് ബെനിഫിറ്റ് ഗോൾ സാറേ. ഈ ബാങ്കിങ് നമുക്കറിയാം, ഇലക്ട്രോണിക് ബാങ്കിങ് വീട്ടിലിരുന്നുകൊണ്ട് ബാങ്കിങ് ചെയ്യാം അല്ലേ? അപ്പൊ അതിന്റെ ബെനിഫിറ്റ് സിമ്പിൾ അല്ലേ, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏതൊക്കെയാ? ഫസ്റ്റ് ആണെങ്കിൽ 365 ഡേയ്സ് നമുക്ക് അവൈലബിൾ ആണ്. എനി ടൈം ബാങ്കിങ് ആണ്, അതുപോലെ എനിവെയർ ബാങ്കിങ് ആണ്. പിന്നെ നമുക്കൊരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ, എത്ര പൈസ വന്നു എത്ര പൈസ പോയതൊക്കെ അറിയാൻ പറ്റും. സെക്യൂരിറ്റി കൂടുതലായിരിക്കും. പിന്നെ ബാങ്കിനാണെങ്കിലോ ബ്രാഞ്ചിന്റെ വർക്ക് ലോഡ്സ് കുറയും. നിങ്ങൾക്ക് ഉണ്ടാക്കി 24 മണിക്കൂർ നമുക്ക് എന്താണ് എല്ലാ ആക്സസ് ഉണ്ട് അല്ലേ? നിങ്ങൾ ആലോചിക്കുക, ജിപേ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട്, അത് കണ്ടിട്ടുണ്ടാക്കി സിമ്പിൾ. അടുത്ത ടോപ്പിക് ആണ് മക്കളെ, അടുത്ത സർവീസ് ആണ് ഇൻഷുറൻസ്. ഇൻഷുറൻസ് നമ്മൾ പറഞ്ഞു ഹിൻഡ്രൻസ് ഓഫ് റിസ്ക് ആണെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ റിസ്ക് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സർവീസ് ആണ് ഇത് ഇൻഷുറൻസ്. ഇൻഷുറൻസിൽ എത്ര പാർട്ടീസ് ഉണ്ടായിരിക്കും? 2 പാർട്ടി ഉണ്ടായിരിക്കും. ആരൊക്കെയാ? ഇൻഷുററും ഇൻഷുററും. ഇൻഷുറൻസ് കമ്പനീനെ ഇൻഷുറർ എന്നും ഇൻഷുറൻസ് എടുക്കുന്ന ആളെ ഇൻഷുർഡ് എന്ന് വിളിക്കും. മനസ്സിലായ മക്കളെ? കമ്പനിയാണ് ഇൻഷുറൻസ് എടുക്കുന്ന വ്യക്തിയാണ് ഇൻഷുർഡ്. അതുപോലെ ഇൻഷുറൻസ് എടുക്കുന്ന പ്രോപ്പർട്ടി എന്താണ്? സബ്ജക്ട് ടു മാറ്റർ. കൊടുക്കുന്ന പൈസ എന്താണ്? പ്രീമിയം. അതൊക്കെ നിങ്ങൾക്ക് എഴുതി വെക്കാട്ടെ ഇൻഷുറൻസിൽ, ഇതെല്ലാം എഴുതി വെക്കാം. നെക്സ്റ്റ് അതിന്റെ പ്രിൻസിപ്പിളിലേക്ക് പോകാം. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് മക്കളെ, ഇതിനും ചിലപ്പോ 4 അല്ലെങ്കിൽ എല്ലാതും SC8 വരാം, പക്ഷെ എല്ലാം പഠിക്കണം നിങ്ങൾ കേട്ടോ. 7 പ്രിൻസിപ്പിൾസ് ആണുള്ളത് എന്ന് വേഗത്തിൽ പറയാം. മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, ഉത്തമമായ വിശ്വാസം. അതായത് ഇൻഷുർഡ് എന്ത് ചെയ്യണം? എല്ലാ കാര്യങ്ങളും പരസ്പരം ഡിസ്ക്ലോസ് ചെയ്യണം. ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്, അതായത് എടുക്കുന്ന പ്രോപ്പർട്ടിയും എനിക്ക് ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് വേണം. ഇൻഡെമിനിറ്റി, മേക്കിംഗ് ഗുഡ് ദി ലോസ്, നഷ്ടത്തെ ഗുഡ് ആക്കി മാറ്റണം. നഷ്ടസാധ്യതയാണ് അല്ലേ? ഇത് ഏത് ഇൻഷുറൻസിന് ഇത് ബാധകമല്ല? പ്രത്യേകം ശ്രദ്ധിക്കുക, ലൈഫ് ഇൻഷുറൻസ് ഇത് ബാധകമല്ല. ബാക്കി എല്ലാ ഇൻഷുറൻസ് എന്തുണ്ട്? നഷ്ടം സംഭവിച്ചാൽ നമുക്ക് ക്ലെയിം കിട്ടും. ലൈഫ് ഇൻഷുറൻസ് കാരണം ഒരാൾ മരിച്ചാൽ അല്ലെങ്കിൽ നമുക്ക് ഒരു ആക്സിഡന്റ് പറ്റി, നമുക്ക് എത്ര എമൗണ്ട് കിട്ടിയാലും നമുക്ക് നഷ്ടം മാറോ? ഇല്ല. അപ്പൊ അവിടെ ഇൻഡിമിനിറ്റി ഇല്ല. ബാക്കി എല്ലാത്തിലും എന്തുണ്ട്? നഷ്ടത്തിനുള്ള ക്ലെയിം കിട്ടിക്കഴിഞ്ഞാൽ ഇൻഡിമിനിറ്റി കിട്ടി. പ്രോക്സിമേറ്റ് കോസ അഥവാ കോസ പ്രോക്സിമ, അതായത് ഒരു ക്ലെയിമിന് അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ 2 or 3 കാരണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഏറ്റവും നിയറസ്റ്റ് കോസിനെ ഇൻഷുറൻസ് കൊടുക്കോളൂ. അതായത് എന്താണ്? നമ്മൾ ഇൻഷുറൻസ് കൊടുത്തിട്ട് ആ പ്രോപ്പർട്ടിയിൽ ബാക്കി എന്ത് പാർട്ടി ഉണ്ടെങ്കിലും ആരെടുത്തോണ്ട് പോകും? ഇൻഷുറൻസ് കമ്പനി എടുത്തോണ്ട് പോകും. 2 ഇൻഷുറൻസ് എടുത്തു. ആര്? നമ്മുടെ രജിസ്റ്റർ പുള്ളി എന്ത് ചെയ്തി? അതെന്താ പറയാ? ഡബിൾ ഇൻഷുറൻസ് എന്ന് പറയും. ഇനി അത് റീ ഇൻഷുറൻസ് ഉണ്ട് സാറേ. അപ്പൊ ഡബിൾ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ സാർ 2 ഇൻഷുറൻസ് എടുത്തു. ഇനി എന്തെങ്കിലും നഷ്ടം സംഭവിക്കും സാറിന് എത്രയാണോ ആക്ച്വൽ എമൗണ്ട് അതിലേക്ക് 2 ഇൻഷുറൻസും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യും. ക്ലിയർ ആണ്? കൈവിശിക്കാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5 രൂപയുടെ 5 ലക്ഷം ഇൻഷുറൻസ് ആണെങ്കിൽ 10 ലക്ഷം കിട്ടൂല. 2 രൂപയുടെ എന്ത് ചെയ്യും? 5 ലക്ഷത്തേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. വണ്ടിക്ക് ഞാൻ ഇൻഷുറൻസ് എടുത്തു. വണ്ടി നല്ല നോർമൽ ഒരു ഇൻഷുറൻസ് ഞാൻ 2 കമ്പനികൾ ഇൻഷുറൻസ് എടുത്തു. മനസ്സിലായോ? അപ്പൊ എനിക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ, ഇപ്പൊ 2 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചാൽ ഈ 2 ലക്ഷം രൂപ എനിക്ക് മാക്സിമം 2 കമ്പനി കൂടി കിട്ടുള്ളൂ. ഒരിക്കലും 2-നേക്കാൾ 4 പ്രതീക്ഷിക്കരുത്. 4 ഒരിക്കലും കിട്ടൂല. മാക്സിമം എനിക്ക് എത്ര നഷ്ടമാണോ സംഭവിച്ചിട്ടുള്ളത് അതേ എനിക്ക് മാക്സിമം 2 കമ്പനി കൂടി കിട്ടുള്ളൂ. ഇങ്ങനെ ഒരു സാധനത്തിന് ഞാൻ 2 കമ്പനികളിൽ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ അതിന് ഞാൻ ഡബിൾ ഇൻഷുറൻസ് എന്ന് പറയാം. ഇനി ശ്രദ്ധിക്കുക, സാർ ഒരു ഇൻഷുറൻസ് ഏജന്റ് ആണ് അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയാണെന്ന് വിചാരിക്കുക. സാർ എന്ത് ചെയ്യുന്നു? എന്റെ വീടിന്
അല്ല എന്റെ വീട് 100 കോടി രൂപയ്ക്ക് അല്ലെങ്കിൽ വേണ്ട 10 കോടി രൂപയ്ക്ക് ഞാൻ എന്താണ് ഇൻഷുറൻസ് എടുത്തേക്കാണ് സാറേ പുച്ഛിക്കുന്നു. 10 കോടി രൂപയ്ക്ക് ഇൻഷുറൻസ് എടുത്തേക്കാണ്. അപ്പൊ സാറ് വിചാരിക്കണേ ഇൻ കേസ് നഷ്ടമാണെങ്കിൽ സംഭവിക്കും 10 കോടി എന്ത് ചെയ്യും സാറ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി എന്റെ കമ്പനിന്ന് ആ കോടി രൂപയുടെ ആ വീടിന് ഞാൻ പൈസ കൊടുക്കേണ്ടി വരില്ല. അപ്പൊ സാറ് ആ നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് സാറ് പോയിട്ട് അതായത് ഇൻഷുറർ പോയിട്ട് വേറെ കമ്പനിയുടെ ഈ സെയിം പ്രോപ്പർട്ടിക്ക് ഇൻഷുറൻസ് എടുക്കും. ദാറ്റ് ഈസ് എന്ത് റീ ഇൻഷുറൻസ്. മക്കളെ ക്ലിയർ ആണെങ്കിൽ കാണിച്ചേ ഇൻഷുറർ 2 ഇൻഷുറൻസ് എടുത്താൽ എന്താണ് അത് റീ ഇൻഷുറൻസ്. റീ ഇൻഷുറൻസ് നെക്സ്റ്റ് അടുത്ത് എന്താണ് ഇൻഷുർ എടുക്കുകയാണെങ്കിലോ അത് ഡബിൾ ഇൻഷുറൻസ്. സെറ്റ് ആണ് കൈ കാണിച്ചേ ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണല്ലോ മാറിപ്പോകല്ലേ. ഇൻഷുറൻസ് കമ്പനി 2 എടുക്കുകയാണെങ്കിൽ റീ ഇൻഷുറൻസ്, ഇൻഷുറൻസ് എടുത്ത വ്യക്തി എടുക്കുകയാണെങ്കിൽ ഡബിൾ ഇൻഷുറൻസ്. മക്കളെ സെറ്റ് അല്ലേ? മിലൻ ഓക്കെ ശ്രദ്ധിക്കുന്നില്ല മിലൻ? നെക്സ്റ്റ് മിറ്റിഗേഷൻ പറയാലോ സാറേ. മിറ്റിഗേഷൻ മിനിമൈസ് ദി ലോസ്. അതായത് ലോസ് നഷ്ടം എന്ത് ചെയ്യണം നമ്മൾ മാക്സിമം മിനിമൈസ് ചെയ്ത് കുറയ്ക്കണം. സെറ്റ് ആണ് നേരത്തെ പറഞ്ഞ 100 കോടിയുടെ വീട് ലഭിച്ചതിന്റെ അത് കത്തി നശിക്കുകയാണെങ്കിൽ അത് വേഗം ഞാനിവിടെ പോകും വെള്ളം ഒഴിക്കാൻ മനസ്സിലായില്ലേ? ദാറ്റ് ഈസ് മിറ്റിഗേഷൻ ഓഫ് ലോസ്. അതായത് എങ്ങനെയെങ്കിലും അത് വെള്ളം ഒഴിച്ച് കിടത്തണം. അത് വെറുതെ നോക്കിയിരുന്ന എനിക്ക് 100 കോടി കിട്ടുള്ളൂ നോക്കിയിട്ട് കാര്യമില്ല. അത് എങ്ങനെയെങ്കിലും മിനിമൈസ് ചെയ്യാൻ നോക്കണം. അതാണ് മിറ്റിഗേഷൻ. ക്ലിയർ ആണെങ്കിൽ കഴിച്ച് കാണിച്ച് താങ്ങണ്ടായിരുന്നു. നെക്സ്റ്റ് അടുത്തത് ഇതിന്റെ അപ്പൊ ഇതാണ് എന്റെ എക്സ്പ്ലനേഷൻ. നിങ്ങൾ മക്കളെ നന്നായിട്ട് നല്ല നീറ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാം. നെക്സ്റ്റ് അടുത്തത് ടൈപ്സ് ഓഫ് ഇൻഷുറൻസിൽ ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് ഈസ് ക്ലാസിഫൈഡ് ഇൻടു ലൈഫ് ഇൻഷുറൻസും ജനറൽ ഇൻഷുറൻസും. ജനറൽ ഇൻഷുറൻസ് മക്കളെ മറൈൻ ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസിന് പ്രിൻസിപ്പിൾ ഏതാ? ലൈഫ് ഇൻഷുറൻസ് ഇൻഡിമിനിറ്റി ആണ്. ഇൻഡിമിനിറ്റി പഠിച്ചു വെക്കുക. ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഇൻഷുറൻസിന് ബാധകമല്ലാത്ത പ്രിൻസിപ്പിൾ ഇൻഡിമിനിറ്റി. ബാക്കി എല്ലാ പ്രിൻസിപ്പിളും ജനറൽ ഇൻഷുറൻസിന് ബാധകമാണ്. ഇനി ജനറൽ ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ മറൈൻ ഇൻഷുറൻസ് ഉണ്ട്, ഫയർ ഇൻഷുറൻസ് ഉണ്ട്, അതർ ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് ഉണ്ട്. അത് നമുക്ക് ഡിഫറൻസ് പഠിക്കാം സാറേ. നെക്സ്റ്റ് അടുത്തേക്ക് പോകാം. ടൈപ്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് പോളിസിയാണ്. അത് സിമ്പിൾ ആണ്. ഇൻഷുറൻസ് പോളിസിനെ നമുക്ക് എത്ര ക്ലാസിഫൈ ചെയ്യാം? 5 ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് ഹോൾ ലൈഫ് പോളിസി അതായത് ജീവിതാവസാനം വരെ എടുക്കുന്ന പോളിസിയാണ്. അതായത് ഞാനിപ്പോ ഒരു 10 വർഷത്തേക്ക് ഇൻഷുറൻസ് എടുത്തു. ഇൻഷുറൻസിന്റെ എമൗണ്ട് എപ്പോഴാണ് കിട്ടുക? ഞാൻ മരിക്കുമ്പോഴാണ് കിട്ടുക. അപ്പോൾ ഒരാൾ മരിച്ച ശേഷം എമൗണ്ട് കിട്ടുകയാണെങ്കിൽ വോൾ ലൈഫ് പോളിസി. എൻഡോമെന്റ് പോളിസി എന്ന് പറഞ്ഞല്ലോ, ആ ഇയർ കഴിയുമ്പോൾ ഒന്നില്ലെങ്കിൽ ആ അയാൾക്ക് പൈസ കിട്ടും, അല്ലെങ്കിൽ ആ ഇയറിന് മുൻപ് മരിക്കുകയാണെങ്കിലോ അപ്പൊ കിട്ടും. അതാണ് എന്റെ എൻഡോമെന്റ്. ജോയിന്റ് ലൈഫ് പോളിസി രണ്ടുപേരും കൂടി ഹസ്ബൻഡ് ആൻഡ് വൈഫ് മക്കള് ഭർത്താവ് അങ്ങനെ ഒരു ഫാമിലി എടുക്കുന്ന പോളിസിയാണ് ജോയിന്റ് ലൈഫ് പോളിസി. ആര് മരിക്കുന്നോ സർവൈവ് ചെയ്യുന്ന ആൾക്ക് പോളിസി എമൗണ്ട് കിട്ടും. ജോയിന്റ് ലൈഫ് പോളിസി അത് മാത്രമല്ല പാർട്ണർഷിപ്പിൽ പാർട്ണേഴ്സ് എടുക്കാം. പാർട്ണേഴ്സ് തമ്മിൽ എടുക്കും കേട്ടോ. അതും ജോയിന്റ് ലൈഫ് പോളിസിയാണ്. ആന്യൂറ്റി പോളിസി പെൻഷൻ കിട്ടണ പോലെ നമുക്ക് എമൗണ്ട് കിട്ടണം. പെൻഷൻ കുട്ടികളുടെ മാരേജ് പർപ്പസിനോ എഡ്യൂക്കേഷനോ ഇട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ചിൽഡ്രൻസ് എൻഡോമെന്റ് പോളിസി. ഇനി നമുക്ക് ജനറൽ ഇൻഷുറൻസിന് നമുക്ക് പറഞ്ഞു നേരത്തെ എത്രയാണ് ലൈഫ് ഇൻഷുറൻസും ഫയർ ഇൻഷുറൻസും മറൈൻ്റെ കാറ്റഗറി ചെയ്യാം. ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൈഫിന്റെ ഫയറിന്റെ മറൈന്റെ കാറ്റഗറി ഡിഫറൻസിയേഷൻ ആണ്. ഫസ്റ്റ് ഓൾറെഡി പറഞ്ഞു ലൈഫ് ഇൻഷുറൻസിലെ എമൗണ്ട് എപ്പോഴാണ് കിട്ടുക? ഒന്നില്ലെങ്കിൽ മരിക്കുകയോ അല്ലെങ്കിൽ കാലാവധി പൂർത്തിയാക്കി ആദ്യം സംഭവിക്കുന്നത് അപ്പോഴായിരിക്കും നമുക്ക് എന്ത് കിട്ടുക? ക്ലെയിം കിട്ടാം. ക്ലെയിം ലൈഫ് ഇൻഷുറൻസ് മനസ്സിലായോ മക്കളെ? അതായത് നമുക്കൊരു പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കാലാവധി ഒരു 10 വർഷം ഉണ്ടാവും. അപ്പൊ ഒന്നിലും 10 വർഷം പൂർത്തിയാകുമ്പോ ഇനി 10 വർഷത്തിന് മുമ്പ് അയാൾ തട്ടിപ്പോവാണെങ്കിലോ അപ്പൊ കിട്ടും. ക്ലിയർ ആയോ? ഏതാണ് ആദ്യം സംഭവിക്കുന്നത് അതിനായിരിക്കും കിട്ടുക. ക്ലിയർ ആണ് കാണിച്ചേ. നെക്സ്റ്റ് ഫയർ ഇൻഷുറൻസ് പറയാലോ. ഫയർ ഇൻഷുറൻസ് ആകുമ്പോൾ എപ്പോഴാണോ ഫയർ മൂലം മക്കൾ ശ്രദ്ധിക്കുക, ഫയർ മൂലം എന്തെങ്കിലും നാശം സംഭവിച്ചാൽ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഇൻഷുറൻസ് കിട്ടുള്ളൂ. സെറ്റ് ആണ് കൈവശിക്കാൻ ഓക്കെ അല്ലേ? ഇനി മറൈൻ ലോസ് അല്ലെ, കടൽ മാർഗം വഴിയുള്ള യാത്രയിൽ ഉണ്ടാകുന്ന റിസ്കുകളെ കവർ ചെയ്ത ഇൻഷുറൻസ് ആണ് മറൈൻ ഇൻഷുറൻസ്. സോ എപ്പോഴേ കിട്ടുള്ളൂ? മറൈൻ ലോസിനെ കിട്ടുള്ളൂ. സെറ്റ് ആണ് കൈവശിക്കാൻ ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണോ? ഇനി സബ്ജക്ട് മാറ്റർ നോക്കാം. ലൈഫ് ഇൻഷുറൻസ് നമ്മൾ ആർക്ക് വേണ്ടി എടുക്കുക? ലൈഫിന് വേണ്ടി. ഹ്യൂമൻ ലൈഫ് ആണ്. സാരി ശ്രദ്ധിക്കുന്നില്ല. ലൈഫ് ഇൻഷുറൻസ് ഹ്യൂമൻ ലൈഫിന് വേണ്ടിട്ട് എടുക്കുന്നതാണ് ലൈഫ് ഇൻഷുറൻസ്. ഫയർ ഇൻഷുറൻസ് ആണെങ്കിലോ പ്രോപ്പർട്ടിക്ക് വേണ്ടി, നമ്മുടെ വീട് അല്ലെങ്കിൽ നമ്മുടെ കാർ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ബിസിനസ് സ്ഥാപനം എന്നൊക്കെ നമുക്ക് എടുക്കാം. നെക്സ്റ്റ് അടുത്തത് മറൈൻ ആണെങ്കിൽ ഷിപ്പ്. പ്രത്യേകം ശ്രദ്ധിക്കാം, മറൈൻ ഇൻഷുറൻസ് എടുക്കുന്നത് 3 പ്രോപ്പർട്ടിക്ക് മാത്രമാണ്: ഷിപ്പും കാർഗോ ഫ്രൈറ്റും. സെറ്റ് ആണ് കൈവശിക്കാൻ. അടുത്തത് ഇവിടെ പ്രൊട്ടക്ഷൻ ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഇവിടെ എന്താണ് 30 വർഷം വരെ നമുക്ക് ലോങ് പീരീഡ്. ഇവിടെ എന്താണ് ഇൻഡിമിനിറ്റി ഇല്ല. ഒരു വർഷത്തിനേക്കാൾ കൂടുതലാണ്. ഇവിടെയാണെങ്കിൽ 1 ഇയർ ആണ്. ഇൻഡെമിനിറ്റി നോട്ട് ബേസ്ഡ് ഓൺ ഇൻഡെമിനിറ്റി, ബേസ്ഡ് ഓൺ ഇൻഡെമിനിറ്റി ആണ്. ഇവിടെ മെഷർ ചെയ്യാൻ പറ്റില്ല. ഒരാളുടെ മരണം മെഷർ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം? മെഷർ ചെയ്യാൻ പറ്റും. അത് ടെലികോം സർവീസസ് ആണ്.
ടെലികോം സർവീസസ്. ഓൾറെഡി നമുക്കറിയാം ടെലികോം സർവീസസ്. ടെലികോം സർവീസസ് ഇതിൽ ഏതൊക്കെ ടെലികോം സർവീസസ് വരണേ? ടെലികോം സർവീസസ് എന്ന് പറയുമ്പോൾ സെല്ലുലർ മൊബൈൽ സർവീസസ് വരുന്നുണ്ട്, റേഡിയോ, പേജിംഗ്, ഫിക്സഡ് ലൈൻ സർവീസസ്, കേബിൾ. നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് വിസാറ്റ് ഫുൾ ഫോം പഠിക്കുക. വെരി സ്മോൾ അപ്പർച്വർ ടെർമിനൽ ആണ്. അത് സാറ്റലൈറ്റ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ സർവീസ് ആണ് കൂടി പഠിച്ചു വെക്കുക. ക്ലിയർ ആണല്ലോ? പിന്നെ DTH പഠിച്ചു, ഡയറക്ട് ടു ഹോം. അതിൽ നിങ്ങൾ ബോണ്ടഡ് വെയർ ഹൗസ് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സ് സൂക്ഷിക്കുന്ന സ്ഥലമാണ് ബോണ്ടഡ് വെയർ ഹൗസ്. ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ഇമ്പോർട്ട് ചെയ്ത സാധനം സൂക്ഷിക്കുന്ന വെയർ ഹൗസ് ആണ് ബോണ്ടഡ് വെയർ ഹൗസ്. അപ്പൊ വെയർ ഹൗസിന്റെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്താ ബോണ്ടഡ് വെയർ ഹൗസ്. യെസ്, ക്വസ്റ്റ്യൻ വായിക്കണേ. ഓക്കേ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ബോണ്ടഡ്. അത് മാത്രം ഒന്ന് ഓർത്ത് വെച്ചോ. നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞില്ലേ? യെസ്, വേഗം വൺ വേർഡിലേക്ക് പോലെ സാറേ. വൺ വേർഡിലേക്ക് പോകാം സാറേ, കാണിച്ചോളൂ. വിസാറ്റ് വെരി സ്മോൾ. ഓൾറെഡി പറഞ്ഞാണ് ടീച്ചർ. എന്താണ് സാറ്റലൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള? എന്താണത്? കമ്മ്യൂണിക്കേഷൻ സർവീസ് ആണ്. നെക്സ്റ്റ് അടുത്ത് പറയാലോ. ഐഡന്റിഫൈ ദ ബാങ്ക് വിച്ച് കൺട്രോൾ ദ ഓപ്പറേഷൻ ഓഫ് ഓൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഇൻ ദ കൺട്രി. എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കിനെ കൺട്രോൾ ചെയ്യുന്നതാണ് മക്കളെ. ലെൻഡർ ഓഫ് ദി ലാസ്റ്റ് തൊട്ട് ആരാ? വെബറ. സെൻട്രൽ ബാങ്ക്. മക്കളെ ക്ലിയർ ആണ്? റിസർവ് ബാങ്ക്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ആണ്. സെറ്റല്ലേ? ചാപ്റ്റർ കഴിഞ്ഞു. വേഗം നമുക്ക് 7th ചാപ്റ്ററിലേക്ക് പോകാം സാർ. ചാപ്റ്റർ ആണ് ഫോർമേഷൻ ഓഫ് എ കമ്പനി. ഓക്കെ, ഫോർമേഷൻ ഓഫ് കമ്പനിയിൽ നമുക്കറിയാം. ഫോർമേഷൻ ഓഫ് കമ്പനിക്ക് വെയിറ്റേജ് എത്ര മാർക്ക് ഉണ്ട് സാറേ? 8 മാർക്ക് ഉണ്ട്. സോ ഇമ്പോർട്ടന്റ് ആണ്. 4 സ്റ്റെപ്പ് ഉണ്ട്. പ്രൊമോഷൻ, ഇൻകോർപ്പറേഷൻ, സബ്സ്ക്രിപ്ഷൻ ഓഫ് ക്യാപിറ്റൽ, കമൻസ്മെന്റ് ഓഫ് ബിസിനസ്. നമുക്ക് ഓൾറെഡി അറിയാം. എപ്പോഴും ചോദിക്കും. ഫസ്റ്റ് സ്റ്റെപ്പ് ആദ്യത്തെ പ്രൊമോഷൻ. പ്രൊമോഷൻ ചെയ്യുന്ന ആള് പ്രൊമോട്ടർ. അടുത്ത ഇൻകോർപ്പറേഷൻ, സബ്സ്ക്രിപ്ഷൻ, കമൻസ്മെന്റ് ഓഫ് ബിസിനസ്. നമുക്ക് നോക്കിയാലോ ഓരോന്നും. ആദ്യം പ്രൊമോഷൻ നമുക്ക് നോക്കാം. സാറേ കാണിച്ചോളൂ. പ്രൊമോഷൻ ചെയ്യുന്ന ആളെ നമുക്ക് എന്ത് വിളിക്കാം? പ്രൊമോട്ടർ എന്ന് പറയാം. ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ അല്ലേ? എന്താണ് പ്രൊമോഷൻ? ഒരു ബിസിനസ് ഐഡിയ എന്താണ് ബ്രിങ്ങിങ് ഇൻടു എക്സിസ്റ്റൻസിലേക്ക് വരുത്തുകയാണെങ്കിൽ ദാറ്റ് ഈസ് പ്രൊമോഷൻ. ആ ചെയ്യുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളെയോ അല്ലെങ്കിൽ കമ്പനിയോ നമുക്ക് എന്ത് വിളിക്കാം? പ്രൊമോട്ടേഴ്സ്. പ്രൊമോട്ടറുടെ ഫങ്ഷൻസ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ എക്സ്പ്ലനേഷൻ അടക്കം പഠിക്കാൻ നിങ്ങൾ ആദ്യം പോയിന്റ് പഠിക്കാൻ എക്സ്പ്ലനേഷൻ ഓൺവേർഡ്സ് ചെയ്യാനും മതി. ആദ്യം എന്ത് ചെയ്യുക? ബിസിനസിന്റെ അവസരങ്ങൾ തിരിച്ചറിയുക അല്ലെ? ഐഡന്റിഫിക്കേഷൻ ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ഫീസിബിലിറ്റി സ്റ്റഡീസ്. ദാറ്റ് മീൻസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക പ്രൊജക്ടിനെ കുറിച്ച്. 3 തരത്തിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. ടെക്നിക്കൽ ഫീസിബിലിറ്റി, ഫിനാൻഷ്യൽ ആൻഡ് എക്കണോമിക്കൽ. അത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. 3 നെയിം അപ്രൂവൽ കൊടുക്കണം അല്ലേ? നെയിം കണ്ടുപിടിച്ചിട്ട് രജിസ്റ്ററുടെ കയ്യിൽ നിന്ന് അപ്രൂവൽ മേടിക്കുക. മെമ്മോറാണ്ടത്തിൽ സൈൻ ചെയ്യുന്ന ഫസ്റ്റ് ഡയറക്ടേഴ്സിന് തീരുമാനിക്കുക. പ്രൊഫഷണൽസിനെ അപ്പോയിന്റ് ചെയ്യുക. ബാങ്കേഴ്സ്, മർച്ചന്റ്സ് അവരൊക്കെ അപ്പോയിന്റ് ചെയ്യുക. നെക്സ്റ്റ് ഡോക്യുമെന്റുകൾ പ്രിപ്പയർ ചെയ്യുക. അത് മസ്റ്റ് ആയിട്ട് പഠിക്കുക. ചിലപ്പോൾ ചോദിക്കാം ഇൻകോർപ്പറേഷന് വേണ്ടി ഡോക്യുമെന്റ് ഏതൊക്കെയാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്, അതൊക്കെ പഠിച്ചു വെക്കാം. നെക്സ്റ്റ് അടുത്താണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആണ്. നേരത്തെ പറഞ്ഞു. മെമ്മോറാണ്ടം പ്രത്യേകം ശ്രദ്ധിക്കണം മക്കളെ. മെമ്മോറാണ്ടവും ആർട്ടിക്കിൾസ് മിക്സ് ആയി പോകരുത്. മെമ്മോറാണ്ടം എന്താണ് ഡിഫൈൻ ചെയ്യണേ? കമ്പനിയുടെ പവർ അല്ലെങ്കിൽ കമ്പനിയും ഔട്ട്സൈഡ് വേൾഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഒരു കമ്പനിയുടെ പവറും ഒരു കമ്പനി പുറത്തുള്ള ഔട്ട്സൈഡ് വേൾഡുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഡിഫൈൻ ചെയ്യുന്ന ഡോക്യുമെന്റ് ഏതാണ്? മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആണ്. ചാർട്ടർ ഓർ മാഗ്ന കാർട്ട ഓഫ് എ കമ്പനി അല്ലെങ്കിൽ ഫണ്ടമെന്റൽ പ്രിൻസിപ്പൽ ഡോക്യുമെന്റ് ആണ്. ഫണ്ടമെന്റൽ പ്രിൻസിപ്പൽ ഡോക്യുമെന്റ് ഏതാണ്? മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം മക്കളെ. കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന. ഓക്കേ, നമുക്ക് കണ്ടന്റ്സിലോട്ട് പോകാം അല്ലേ? മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഏതൊക്കെ കണ്ടന്റ്സാ? മെയിൻ ആയിട്ട് 5 കണ്ടന്റ് അല്ലെങ്കിൽ 5 ക്ലോസുകൾ ഉണ്ട്. 6 ക്ലോസുകൾ ഉണ്ട്. ഫസ്റ്റ് എന്താണ്? നെയിം ക്ലോസ് ആണ് മക്കളെ. നെയിം ക്ലോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ കംപ്ലീറ്റ് നെയിം പറയുന്ന ക്ലോസ് ആയിരിക്കും നെയിം ക്ലോസ്. ഓൾറെഡി പറഞ്ഞതാണ്. സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? രജിസ്റ്റേർഡ് ഓഫീസ്. പേരുകൾ പഠിച്ചു വെക്കുക. രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് എന്നും പറയും, ഡൊമിസിൽ ക്ലോസ് എന്നും പറയും കേട്ടോ. ഒബ്ജക്റ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ മെയിൻ ഒബ്ജക്റ്റും സെക്കൻഡറി ഒബ്ജക്റ്റും എന്തിനു വേണ്ടി കമ്പനി ഫോം ചെയ്തു എന്ന് പറയുന്ന ക്ലോസ് ആണ് ഒബ്ജക്റ്റ് ക്ലോസ്. ലയബിലിറ്റി ക്ലോസ് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ ലയബിലിറ്റി പറയുന്ന ക്ലോസ്. ക്യാപിറ്റൽ ക്ലോസ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഓർ കമ്പനിയുടെ മാക്സിമം ക്യാപിറ്റൽ എത്രയാണെന്ന് പറയുന്ന ക്ലോസ്. സാറിന് ഇവിടെ ചിരിച്ചിരുന്നോട്ടാ. അസോസിയേഷൻ ക്ലോസ് ആണ്. അതായത് കമ്പനിയുടെ ഡയറക്ടേഴ്സ് ആകാൻ പോകുന്ന ആളുകള് ഡയറക്ടേഴ്സ് ആകാനുള്ള ഡിക്ലറേഷൻ കാണിക്കുന്ന ക്ലോസ് ആണ് അസോസിയേഷൻ ക്ലോസ്. മക്കളെ ഇത് ഈ എടുത്ത് ചോദിക്കാത്തതുകൊണ്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ക്ലോസുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പനിയുടെ പവറും കമ്പനി ഔട്ട്സൈഡറുമായുള്ള റിലേഷൻഷിപ്പ് ആണ്. അതിന്റെ ഈ ക്ലോസുകൾ പഠിക്കുക. മക്കൾ ഹെഡിങ് കിട്ടിയ പിന്നെ ഓൺവേർഡ്സ് ചെയ്താവുന്നേ ഉള്ളൂ. ഇതേപോലെ തന്നെ കമ്പനിക്ക് മറ്റൊരു ഡോക്യുമെന്റ് ഉണ്ട്. ഏതാണ് ആ ഡോക്യുമെന്റ്? ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ആണ്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പറഞ്ഞാൽ എന്താ സാർ കാണിച്ചോ? ഡിഫൈൻ ദ ഡ്യൂട്ടീസ്, റൈറ്റ്സ് ആൻഡ് പവേഴ്സ് ഓഫ് ദ മാനേജ്മെന്റ് ആൻഡ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഒരു കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെയും മാനേജ്മെന്റിന്റെയും ഡ്യൂട്ടികളും റൈറ്റുകളും പവറുകളൊക്കെ ഡിഫൈൻ ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ് ഇത്, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ.
ഇനി ബൈലോ ചോദിക്കാം. ഒരു കമ്പനിയുടെ ബൈലോ എന്ന് പറഞ്ഞ ഏതാണ്? ആർട്ടിക്കിൾ അസോസിയേഷൻ ആണ്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോർ ദ ഇന്റർനാഷണൽ മാനേജ്മെന്റ്. ഇന്റേണൽ ആണ് മക്കളെ. ഇന്റേണൽ ആണ്. ഇന്റേണൽ മാനേജ്മെന്റ് ആണ്. ഒരു മാനേജ്മെന്റിന്റെ അകത്ത്, മറ്റേത് ഔട്ട്സൈഡർ ആയിട്ടുള്ള റിലേഷൻ അല്ലേ. ഇതെന്താ? ഒരു മാനേജ്മെന്റിന്റെ അകത്ത് വരുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കാണിക്കുന്ന ഡോക്യുമെന്റ് ഏതാണ്? ആർട്ടിക്കിൾ അസോസിയേഷൻ ആണ്. മക്കളെ കിട്ടിയ എല്ലാ പോയിന്റ്സും കിട്ടിയല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് ഇത് രണ്ട് സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് എന്ത് ചെയ്താൽ മതി? ഡിഫറൻസ് പഠിച്ചാൽ മതി. പഠിച്ചാൽ രണ്ടും ഇൻഡിവിജ്വലി ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാം. സാർ ഡിഫറൻസ് കാണിച്ചോ. മെമ്മോറാണ്ടം എന്ന് പറഞ്ഞ ചാർട്ടർ ഓഫ് ദ കമ്പനി. ആർട്ടിക്കിൾ ആണെങ്കിൽ ബൈലോ ഓഫ് ദി കമ്പനി. ഇത് ഫണ്ടമെന്റൽ ഡോക്യുമെന്റ്, ഒരു കമ്പനിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള രേഖയാണ്. ഇത് സെക്കൻഡറി അല്ലെങ്കിൽ സബ്സിഡിയറി ഡോക്യുമെന്റ് ആണ്. ഇതെന്താ? കമ്പനി എന്താണ്? ഔട്ട്സൈഡറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് മെമ്മോറാണ്ടത്തിൽ കാണിക്കുക. ഇത് കമ്പനിയും മെമ്പേഴ്സും അല്ലെങ്കിൽ ഇൻസൈഡ് റിലേഷൻഷിപ്പ് ആണ്. ഒരു കമ്പനിക്ക് മസ്റ്റ് ആയിട്ടും കമ്പൽസറി ആയിട്ട് എന്ത് വേണം? മെമ്മോറാണ്ടം വേണം. ഇതാണെങ്കിലോ ഇതിന് കമ്പൽസറി ഇല്ല. വേണമെങ്കിൽ ടേബിൾ എ യൂസ് ചെയ്യാം. ഇനി മെമ്മോറാണ്ടത്തിൽ ഡിഫിക്കൽട്ട് ആണ് ഓൾട്ടർ ചെയ്യാൻ, മാറ്റങ്ങൾ വരുത്താൻ മെമ്മോറാണ്ടം ഭയങ്കര ടഫാണ്. പക്ഷെ ഇവിടെ ഈസി ആയിട്ട് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഒരു പ്രത്യേക പ്രമേയം പാസ്സാക്കിയാൽ. ഇവിടെയാണെങ്കിലോ ഒബ്ജക്റ്റീവ്സ് ഫോർ വിച്ച് എ കമ്പനി ഈസ് ഫോംഡ് അല്ലെ. ഇവിടെ എന്താ കാണിക്കുന്നത്? ഒരു കമ്പനിയുടെ എന്താ കാണിക്കുന്നത്? കമ്പനി എന്തിന് ഫോം ചെയ്തു, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിക്കും. റൂൾസും ഇന്റേണൽ മാനേജ്മെന്റിന്റെ റൂൾസ് എന്തൊക്കെയാണെന്ന് കാണിക്കും. അടുത്ത ലാസ്റ്റ് ടോപ്പിക് ആണ് OPC. എന്താണ് OPC? വൺ പേഴ്സൺ കമ്പനി. OPCയുടെ ഫുൾ ഫോം പഠിക്കാൻ മക്കളെ. വൺ പേഴ്സൺ കമ്പനി. ആ പേരിൽ തന്നെയുണ്ട്. ഇവിടെ എന്തുണ്ടാവുള്ള ഒരു കമ്പനിയിൽ ഒരൊറ്റ പേഴ്സൺ ഉണ്ടാവുള്ളൂ. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ആനുവൽ മീറ്റിംഗ് വേണ്ട, ഡയറക്ടേഴ്സ് ഒരാൾ മതി. പിന്നെ ഇൻഡിപെൻഡന്റ് ഡയറക്ടറിന്റെ ആവശ്യമില്ല. അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. പ്രോസ്പെക്ടസ്. ഇതൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. എപ്പോഴും വരാറൊന്നുമില്ല, പക്ഷെ നിങ്ങളുടെ മാർക്ക് കളയാനായിട്ടുള്ള ഒരു സാധനമാണ് പ്രോസ്പെക്ടസ്. അപ്പൊ പ്രോസ്പെക്ടസ് നമ്മൾ നേരത്തെ മുൻപ് പറഞ്ഞിട്ടുണ്ട്. അതാണ് പ്രോസ്പെക്ടസ് പറയാം. It is a document, notice, circular or advertisement inviting offers for subscription or purchase of any share or debenture of a company. അല്ലേ? പബ്ലിക്കിന്റെ കയ്യിലുണ്ട്. ആ പബ്ലിക് കമ്പനി ഒരു പബ്ലിക് കമ്പനി എന്താണ്? ഷെയർസും ഡിബഞ്ചേഴ്സും വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അയക്കുന്ന ഇൻവിറ്റേഷനെയാണ് എന്ത് പറയാ? പ്രോസ്പെക്ടസ് എന്ന് പറയാ. എന്താണ് മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്? അതായത് പബ്ലിക് കമ്പനിക്ക് ചോദിച്ചേക്കുന്ന ഷെയർ അലോട്ട് ചെയ്യുന്നതിന് മുൻപ് എന്ത് വേണം? കിട്ടിയേക്കുന്നത് മിനിമം സബ്സ്ക്രിപ്ഷൻ ആയിരിക്കണം. മിനിമം സബ്സ്ക്രിപ്ഷൻ എത്തിയാലേ ചോദിച്ചവർക്ക് ഷെയർസ് അലോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആണ്? പ്രോസ്പെക്ടസ് പറഞ്ഞ പബ്ലിക്കിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് കൊടുക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് പ്രോസ്പെക്ടസ്. ഓർത്ത് വെക്കുക കേട്ടോ, തെറ്റിക്കരുത് കേട്ടോ. ഇൻവിറ്റേഷൻ. ഓക്കെ അല്ലേ? നമുക്ക് 1 മാർക്കിന്റെ ക്വസ്റ്റിലോട്ട് പോയാലോ? മക്കളുടെ ശ്രദ്ധിക്കുക. ഈ ചാപ്റ്ററിൽ ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഇൻകോർപ്പറേഷന് വേണ്ടത്? നിങ്ങൾ 5 ഡോക്യുമെന്റ്സിന്റെ പേര് പഠിച്ചോളണം. അതേപോലെ എന്താണ് ഇൻകോർപ്പറേഷൻ, കമ്പനി രജിസ്ട്രേഷനിലാണ് ഇൻകോർപ്പറേഷൻ, അതും പഠിച്ചു വെക്കുക. പിന്നെന്താണ് ബർത്ത് സർട്ടിഫിക്കറ്റ്? അത് ഏതാണ്? സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. അപ്പൊ നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഇസ് ദ ബർത്ത് സർട്ടിഫിക്കറ്റ്. ഒരു കമ്പനിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഏതാ? സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. അപ്പൊ നിങ്ങൾ അതും കൂടെ നോട്ട് ചെയ്ത് പോകണം. So next one word like one word will so identify the document issued by public companies to invite public to subscribe its share. ഏതാണ് ആൻസർ? ഏതാണ് മക്കളെ? ഇപ്പോ പറഞ്ഞില്ലേ പ്രോസ്പെക്ടസ്. റൂൾസ് റിഗാർഡിംഗ് ഇന്റേണൽ ഒരു മാനേജ്മെന്റ് അകത്ത് ഉള്ള റൂൾസ് ഒക്കെ കാണിക്കുന്ന ഡോക്യുമെന്റ് ഏതാ? മെമ്മോറാണ്ടം ആണോ, ആർട്ടിക്കിൾസ് ആണോ, പ്രോസ്പെക്ടസ് ആണോ, സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ആണോ? ആർട്ടിക്കിൾസ് ആണ്. Which clause of memorandum of association define the purpose of company? Purpose, ലക്ഷ്യം പറയുന്ന ക്ലോസ് ഏതാണ് മക്കളെ? ഒബ്ജക്റ്റ്. ക്ലിയർ ആയില്ലേ? ഉദ്ദേശം, ഒബ്ജക്റ്റ്. യെസ്. നെക്സ്റ്റ് ലാസ്റ്റ് നമുക്ക് ഇന്ന് നമ്മൾ ഈ ഒരു ചാപ്റ്റർ കൂടി ഡിസ്കസ് ചെയ്യുന്നുള്ളൂ അല്ലേ? യെസ്. മക്കളെ നമ്മൾ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിട്ട് ബാക്കി നാളെയാണ്. ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്, ശ്രദ്ധിച്ചിരിക്കുക. 10 മാർക്കിന് വരെ ചാപ്റ്ററിൽ ചോദ്യം വരാം. ഇന്റേണൽ ട്രേഡ് ആണ്, കുറച്ച് വലിയ ചാപ്റ്റർ ആണ്. ഇതും നല്ല രസമാണ് പഠിക്കാനായിട്ട്. സിമ്പിൾ ആയിട്ട് കിട്ടും, പക്ഷേ ശ്രദ്ധിക്കണം മാത്രം. ട്രേഡ് എന്താ? ട്രേഡ് എന്ന് പറഞ്ഞാൽ ട്രേഡ് എന്താണ്? ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ട്രേഡ് നമുക്ക് എത്ര തരംതിരിക്കാം? 2 തരംതിരിക്കാം. ഇന്റേണലും എക്സ്റ്റേണലും ഓൾറെഡി പറഞ്ഞതാണ്. ഒരു കൺട്രീസ് വിത്തിൻ ദി ബൗണ്ടറീസ് ഓഫ് ദി നേഷൻ ആണെങ്കിൽ ഇന്റേണൽ ട്രേഡ്, ഹോം ട്രേഡ് അല്ലെങ്കിൽ ഇൻലാൻഡ് ട്രേഡ്, ഡൊമസ്റ്റിക് ട്രേഡ് എന്നും പറയാം. രണ്ടായിട്ട് ഹോൾസെയിൽ ട്രേഡും റീറ്റെയിൽ ട്രേഡും. കച്ചവടക്കാരും ചില്ലറ വിൽപ്പനക്കാരും. ഇത് നിങ്ങൾ എസ്സെക്ക് വേണ്ടി സർവീസസ് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. സർവീസസ് ടു മാനുഫാക്ചർ ഉണ്ട്, സർവീസസ് ടു റീറ്റെയിലേഴ്സ് ഉണ്ട്. ആര് കൊടുക്കുന്നതാ? ഹോൾസെയിൽ കൊടുക്കും. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ സഹായിക്കും, റിസ്ക് ഏറ്റെടുക്കും, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കും, മാർക്കറ്റിന്റെ ഫംഗ്ഷൻസ് ഒക്കെ ഹെൽപ്പ് ചെയ്യും, മാർക്കറ്റിംഗ് ഫംഗ്ഷൻസിന് ഹെൽപ്പ് ചെയ്യും. ഗുഡ്സ് ഒക്കെ അവൈലബിൾ ആയിരിക്കും, മാർക്കറ്റ് സപ്പോർട്ട് കൊടുക്കും, സാധനങ്ങൾ ക്രെഡിറ്റിന് കൊടുക്കും, പിന്നെന്താണ് നോളജ്, മാർക്കറ്റ് നോളജ് കൊടുക്കും. റീറ്റെയിലേഴ്സ് സർവീസസ് ആണ്, ടു മാനുഫാക്ചർ ഉണ്ട്, ടു കൺസ്യൂമേഴ്സ് ഉണ്ട്.
അപ്പൊ നമുക്ക് റീറ്റെയിലർ മാനുഫാക്ചർക്ക് കൊടുക്കുന്നതും റീറ്റെയിലർ കൺസ്യൂമറിന് കൊടുക്കുന്നതുമായുള്ള സർവീസുകളാണ് അല്ലേ? ഫസ്റ്റ് ആണെങ്കിൽ ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സഹായിക്കും, പേഴ്സണൽ സെല്ലിംഗ് അയാളെ ഫോളോ പേഴ്സണൽ സെല്ലിംഗ് സഹായിക്കും, പിന്നെ എന്താണ് മാർക്കറ്റ് ഇൻഫർമേഷൻസ് കൺസ്യൂമറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യും, പ്രൊമോഷന് സഹായിക്കും. ഇനി കൺസ്യൂമറിന് ഇത് നിങ്ങൾക്ക് സിമ്പിൾ ആക്കി ഉണ്ടാക്കി എഴുതാട്ടോ. നിങ്ങൾ ഒരു കടയിൽ പോകുമ്പോൾ ആലോചിച്ചാൽ മതി. ഫസ്റ്റ് എന്താണ് നമ്മൾ ചെല്ലുമ്പോൾ ഗുഡ്സ് അവിടെ ഉപഭോക്താവിന് കൊടുക്കേണ്ട സേവനങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് എന്താണ് അവൈലബിലിറ്റി ഓഫ് പ്രൊഡക്റ്റ്, നമ്മൾ ചെല്ലുമ്പോൾ എന്താ പ്രൊഡക്റ്റ് അവിടെ ഉണ്ടായിരിക്കും. അതുപോലെ എന്താണ് വൈഡ് സെലക്ഷൻ ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ് കടം തരണം. മനസ്സിലായില്ലേ? ഹോൾസെയിലർ റീറ്റെയിലർ പോകാം. ഹോൾസെയിലർ എന്ന് പറഞ്ഞാൽ സെൽ ഗുഡ്സ് ടു റീറ്റെയിലർ. ഹോൾസെയിലർ ആർക്ക് കൊടുക്കുന്നു? ഹോൾസെയിലർ റീറ്റെയിലറിന് കൊടുക്കുന്നു. റീറ്റെയിലർ ആർക്ക് കൊടുക്കണേ? സെൽ ടു അൾട്ടിമേറ്റ് കൺസ്യൂമർ, കൺസ്യൂമർക്ക് കൊടുക്കുന്നു. ഇനി ഗുഡ്സ് പർച്ചേസ് ഫോർ റീസെയിൽ അല്ലെ? ഹോൾസെയിലർ സ്വന്തം ഉപയോഗിക്കാനോ അല്ലെ അതുപോലെ തന്നെ എന്താണ് തിന്നാനോ അല്ല, റീസെയിലിന് വേണ്ടിയിട്ടാണ് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത്. റീറ്റെയിലർ ആണെങ്കിലോ കൺസെപ്ഷൻ, കൺസ്യൂമേഴ്സിന്റെ കൺസെപ്ഷന് വേണ്ടി, ഫൈനൽ കൺസെപ്ഷന് വേണ്ടി ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു. ഇനി ഹോൾസെയിലർ എപ്പോഴും ലാർജ് ആയിട്ട് വാങ്ങണം. ഹോൾസെയിൽ ഷോപ്പിൽ നമുക്ക് എപ്പോഴും കൂടുതൽ കിട്ടുള്ളൂ അല്ലേ? ചാക്കര മേടിക്കുള്ളൂ. അപ്പൊ അത് ലാർജ് ക്വാണ്ടിറ്റിയിലാണ് ഹോൾസെയിലർ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. റീറ്റെയിലർ ആണെങ്കിൽ സ്മോൾ ക്വാണ്ടിറ്റീസ് മേടിക്കും. ഇനി കോൺസെൻട്രേറ്റ് വൺ പ്രൊഡക്റ്റ് ഓർ എ ഫ്യൂ പ്രൊഡക്ട്സ് ഓൺ ദ സെയിം ലൈൻ അല്ലേ? അതായത് ഓരോ ഇപ്പൊ ബിസ്ക്കറ്റ് വാങ്ങണം ഞാൻ പോയിട്ട് ഹോൾസെയിൽ ഷോപ്പ് ആണെങ്കിൽ ഒരൊറ്റ ബിസ്ക്കറ്റ് വാങ്ങുള്ളൂ അല്ലല്ലോ, പല പല ബിസ്ക്കറ്റുകൾ വാങ്ങി വെക്കില്ലേ ഞാൻ? അപ്പൊ പല പല ബിസ്ക്കറ്റുകൾ, അതായത് ഒരു പ്രൊഡക്റ്റിന്റെ പല വെറൈറ്റി, ഒരു ലൈൻ ഓഫ് പ്രൊഡക്റ്റ്. ഇതാണ് അങ്ങനെയല്ല, വെറൈറ്റി പ്രൊഡക്റ്റ്, ബിസ്ക്കറ്റ്, സോപ്പ്, ചീപ്പ്, എല്ലാം റീറ്റെയിലറുടെ ക്ലാസിഫിക്കേഷൻ റീറ്റെയിലർ ഈസ് ക്ലാസിഫൈഡ് ഇൻടു എങ്ങനെയാണ്? ഒന്നാമതാണ് ഇറ്റിനറന്റ് റീറ്റെയിലേഴ്സ് ആണ്. ഇറ്റിനറന്റ് റീറ്റെയിലേഴ്സ്. മക്കളെ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫിക്സഡ് ആയിട്ട് പ്ലേസ് ഇല്ല. അവരെന്ത് ചെയ്തിരിക്കും? മൂവ് ചെയ്തോണ്ടിരിക്കുക. മക്കളെ വണ്ടിയിലൊക്കെ എന്താണ്, വണ്ടിയിലൊക്കെ ഓരോ സാധനം പഴം കച്ചവടമൊക്കെ ചെയ്യാനായിട്ട് ബാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അങ്ങനെ എന്താണ് ഇവിടെ ബാംഗ്ലൂർ പോകണമെന്നില്ല, എറണാകുളത്ത് പോയാൽ മതി, ഫ്ലാറ്റിന്റെ അടിയിലേക്ക് ഇട്ടാ മക്കളെ. അപ്പൊ ഒരു വണ്ടിയിൽ ഒന്നിക്കൊണ്ട് നമ്മുടെ സാധനങ്ങൾ വിൽക്കുന്ന ആളുകളാണ് ആര്? ഫിക്സഡ് പ്ലേസ്. അവർക്ക് സ്വന്തം അവർക്ക് എന്തില്ല, ഒരു പ്ലേസ് ഇല്ല. മനസ്സിലായില്ലേ? ഇറ്റർണൽ റീറ്റെയിലേഴ്സ് ഏതൊക്കെയാ വരുന്നത് അതിനകത്ത്? പെഡ്ലേഴ്സും ഹോക്കേഴ്സും. പെഡലേക്ക് വെച്ചാൽ പെഡ്ലേഴ്സ്, ഉന്തിക്കൊണ്ട് പോയാൽ ഹോക്കേഴ്സ്. ഇനി മാർക്കറ്റ് ട്രേഡേഴ്സ്, മാർക്കറ്റിൽ ഇരിക്കുന്ന ആൾ ആരാണ്? മാർക്കറ്റ് ട്രേഡേഴ്സ്, സ്ട്രീറ്റ് ട്രേഡേഴ്സ്, തെരുവിലിരുന്ന് വിൽക്കുന്ന ആള്. ഇനി ചീപ്പ് ജാക്കേഴ്സ്, അതായത് ടെമ്പററി ആയിട്ട് ഷോപ്പ് ഓപ്പൺ ചെയ്ത് വിൽക്കുന്നത്. മക്കൾ ശ്രദ്ധിക്കുക, ഇവരുടെ ഫീച്ചർ എങ്ങാനും ചോദിക്കുകയാണെങ്കിൽ ഈ 4 നിങ്ങൾക്ക് എഴുതാം. വിൽക്കുന്ന പ്രൊഡക്റ്റ് എങ്ങനെയായിരിക്കുള്ളൂ? കസ്റ്റമൈസ്ഡ് പ്രൊഡക്റ്റ് ആയിരിക്കുള്ളൂ. പ്രൊഡക്റ്റിന്റെ പ്രൈസ് എങ്ങനെയായിരിക്കും? ലോ പ്രൈസ് ആയിരിക്കും. അതുപോലെ ക്വാളിറ്റി മോശമായിരിക്കും. പിന്നെ ശ്രദ്ധിക്കുക, പെഡ്ലേഴ്സും ഹോക്കേഴ്സും ആണ് കൺസ്യൂമേഴ്സിന് ഗുഡ്സ് ഡോർ ടു ഡോർ, ഡോർ സ്റ്റെപ്പിലേക്ക് കൊണ്ടുതരാം. ക്ലിയർ ആണ്? കൈവിശിക്കാൻ ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണോ? അതായത് മീൻ കൊണ്ടുവന്ന മീൻ കച്ചവടക്കാരൻ അല്ലെങ്കിൽ പച്ചക്കറി ഉന്തുവണ്ടി കൊണ്ടുവരാം. അപ്പൊ ഇതേപോലെ എന്താണ് ഡോർ സ്റ്റെപ്പിലേക്ക് കൊണ്ടുവരാണെങ്കിൽ അത് ഹോക്കേഴ്സും പെഡ്ലേഴ്സ് ആയിരിക്കും. ക്ലിയർ ആണ്? കൈവിശിക്കാൻ കാണിച്ചു കൊടുക്കാൻ മുദ്ര കാണിക്കും സാറേ. പെഡ്ലേഴ്സ് ആൻഡ് ഹോക്കേഴ്സ്. ഡോർ ടു ഡോർ and move from place to place അല്ലെ? തലയിൽ വെച്ചുകൊണ്ട് മറ്റേ ക്രോണിക് പാച്ചിൽ കണ്ടിട്ടില്ലേ? മറ്റേ തൈര് മനസ്സിലായി മക്കളെ? കണ്ടിട്ടില്ലേ? തൈര് കൊണ്ട് പോകണ കണ്ടിട്ടില്ലേ തലയിൽ ക്രോണിക് പാച്ചിലറില്? അപ്പൊ ഓർക്ക് അതാണ് പെഡ്ലേഴ്സ്. അടുത്ത മാർക്കറ്റ് ട്രേഡേഴ്സ്. കണ്ടോ? ബിസി മാർക്കറ്റ്. നമ്മളെ അതായത് മാർക്കറ്റിൽ ഫിക്സഡ് ഡേറ്റ് വരട്ടെ. ഏത് മാർക്കറ്റ് ആണോ അവിടുത്തെ ഫിക്സഡ് ഡേറ്റിൽ വരുന്ന വിൽക്കുന്ന ആളുകൾക്ക് എന്ത് പറയാ? മാർക്കറ്റ് ട്രേഡേഴ്സ്. പ്രത്യേകം ഓർക്കാം, ഫിക്സഡ് ഡേറ്റ്. ഇപ്പൊ കോട്ടപ്പുറം മാർക്കറ്റ് ആണെങ്കിൽ ഇവിടെ ജിസാറിന് ഓടി പിടിച്ച് വരും. എന്നാണ് മാർക്കറ്റ് ഡേയ്സ്? അന്ന് വിളിക്കാറ് ലേറ്റ് ആവും. കാരണം എന്താ അറിയോ? ഓടണം ഇവിടെ കോട്ടപ്പുറം മാർക്കറ്റിൽ തിങ്കളാഴ്ച വ്യാഴാഴ്ചയാണ് അവിടെ മാർക്കറ്റ്. ആ ദിവസങ്ങളിൽ ഞാൻ മിക്കവാറും ലേറ്റ് ആയിരിക്കും അവിടെ പെട്ടുപോയിട്ടുള്ളൂ. മനസ്സിലായോ മക്കളെ? ഓക്കെ അല്ലേ? മാർക്കറ്റ് ട്രേഡേഴ്സ് ക്ലിയർ ആണെങ്കിൽ കാണിച്ചേ. അടുത്താണ് സ്ട്രീറ്റ് ട്രേഡേഴ്സ് ആണ്, അല്ലെങ്കിൽ പാവമെന്റ് ട്രേഡേഴ്സ്. അതായത് റെയിൽവേ സ്റ്റേഷനിൽ, ബസ് സ്റ്റാൻഡിലൊക്കെ സാധനങ്ങൾ വിൽക്കുന്ന ആളുകൾക്ക് എന്താ പറയാ? കർച്ചീഫ്, മറ്റേ ലുങ്കി, പേന, പുസ്തകം, ബാഗ്. സ്ട്രീറ്റ് ട്രേഡേഴ്സ് കേട്ടോ. അടുത്ത ചീപ്പ് ജാക്സ്. ചീപ്പ് ജാക്സ് എന്ന് പറഞ്ഞാൽ ചീപ്പ് ജാക്സ് ആർ പെറ്റി റീറ്റെയിലേഴ്സ് ഹാവിംഗ് ഇൻഡിപെൻഡന്റ് ഷോപ്പ് ഓഫ് ടെമ്പററി നേച്ചർ ആണ് അല്ലേ? ഇവര് കുറച്ചും കൂടി ടെമ്പററി ആയിട്ട് കുറച്ചൊരു 3 മാസം അല്ലെങ്കിൽ ഒരു 6 മാസമൊക്കെ എന്ത് ചെയ്യും? 299 ഒരു പ്രത്യേക കാലയളവിലേക്ക് എപ്പോഴും വരുന്നത് മറ്റേ സ്കൂൾ ഓപ്പൺ ചെയ്യുന്ന ടൈമിലായിരിക്കും. ബാഗ്, കോട്ടയൊക്കെ വിൽക്കാനായിട്ട് ഒരു 3 മാസത്തേക്കോ അല്ലെങ്കിൽ കുറച്ച് കാലാവധിക്ക് വേണ്ടി ചെയ്യുന്നതാണ് ചീപ്പ് ജാക്സ്. ക്ലിയർ ആണെങ്കിൽ കാണിച്ചേ. ഇനി അടുത്തതാണ് റീറ്റെയിലേഴ്സിന്റെ ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ്
റീറ്റെയിലേഴ്സ് ഷോപ്പില്ല, കറക്റ്റ് ഷോപ്പില്ല, ഫിക്സഡ് ഷോപ്പ് ഉള്ള റീറ്റെയിലേഴ്സ്. അതായത് അവർക്ക് എന്തുണ്ടായിരിക്കും, ഒരു ഫിക്സഡ് പ്ലേസ് ഉണ്ടായിരിക്കും, അവര് പ്ലേസ് ടു പ്ലേസിലേക്ക് മൂവ് ചെയ്യാണ്ട് ഗുഡ്സ് വിൽക്കും. സെറ്റ് ആണല്ലോ. ഓക്കെ, ഇനി അതിൽ എത്ര കാറ്റഗറി ഉണ്ട്? ഫിക്സഡ് ഷോപ്പ്, ഫിക്സഡ് ഷോപ്പ്, ലാർജ് റീറ്റെയിലേഴ്സ് ഈസ് എസ്എ. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ സ്മോൾ റീറ്റെയിലേഴ്സ് ആരൊക്കെയാണ്? സിമ്പിൾ ആണ്. ജനറൽ സ്റ്റോഴ്സ്, നമ്മൾ സ്പെഷ്യാലിറ്റി ഷോപ്പ് ഉണ്ട്, സ്ട്രീറ്റ് സ്റ്റാൾ ഹോൾഡേഴ്സ് ഉണ്ട്, സെക്കൻഡ് ഹാൻഡ് ഗുഡ് ഷോപ്പ് ഉണ്ട്. നമുക്ക് ഓരോന്ന് നോക്കിയാലോ. ജനറൽ സ്റ്റോർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന്റെ അടുത്തുള്ള കട. എന്തൊക്കെ പ്രത്യേകത? പല വെറൈറ്റി ഗുഡ്സ് ഉണ്ടായിരിക്കും, ഡേ ടു ഡേ നീഡ്സ് ഉള്ള ഗുഡ്സ് ഉണ്ടായിരിക്കും, ലോങ് ഹവേഴ്സിലേക്ക് ഗുഡ്സ് ഷോപ്പ് ഓപ്പൺ ആയിരിക്കും, കടത്തിന് സാധനങ്ങൾ വിൽക്കും, അല്ലെ? സ്പെഷ്യാലിറ്റി ഷോപ്പ്, സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാവും. അതായത് ഒറ്റ ലൈൻ ഓഫ് പ്രൊഡക്റ്റ്. ഇപ്പൊ ചെരുപ്പുകൾ ആണെങ്കിൽ ചെരുപ്പുകൾ മാത്രം, അല്ലെ? അല്ലെങ്കിൽ തന്നെ മെഡിക്കൽ ഷോപ്പ് ആണെങ്കിൽ മെഡിസിൻസ് മാത്രം. അത് ഇവിടെ മക്കളെ, അത് ഫിക്സഡ് ഷോപ്പിന്റെ ലാർജിലാണ്. ബാറ്റ് ഇവിടെ നിങ്ങൾ ഓർക്കെ ചെയ്യുന്നുണ്ട്. അത് വേറെ, അത് വേറെ. മെഡിക്കൽ ഷോപ്പ്, അല്ലെങ്കിൽ എന്താണ് കിഡ്സ് വെയേഴ്സ്, ജെന്റ്സ് വെയേഴ്സ്, അല്ലെങ്കിൽ ചെരുപ്പ് കട. പുള്ളിക്കാരെ സ്ട്രീറ്റ് സ്റ്റാളിൽ മേടിക്കുന്ന ആളാ എന്നിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത്? സ്പെഷ്യാലിറ്റി ഷോപ്പ് അല്ലെങ്കിൽ സിംഗിൾ ലൈൻ ഷോപ്പ്. അപ്പൊ എന്താ പ്രത്യേകത? Street stall holders. Street stall holders are very small vendors located at a street crossing or other places where traffic is heavy, dealings in product of daily use. അതായത് ഡെയിലി യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന്റെ പ്രൊഡക്റ്റ് എന്താണ് ബിസി ആയിട്ടുള്ള സ്ട്രീറ്റിലൊക്കെ ഒരു ചെറിയ കടയൊക്കെ വലിച്ചു കെട്ടി ഒരുപാട് നാൾ വിൽക്കുന്ന ആളുകൾ ഫിക്സഡ് ബേസ് ഉണ്ടാവും. അതന്നെ പറയാം, സ്ട്രീറ്റ് സ്റ്റാൾ ഹോൾഡേഴ്സ്. അവിടെ പോയിട്ട് അടുത്താണ് സെക്കൻഡ് ഹാൻഡ് ഗുഡ് ഷോപ്പ്. സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് പേരിൽ തന്നെയുണ്ട്. വണ്ടി വീട്ടിലേക്ക് വെച്ച ടേബിള് അരുൺ സാറ് കൊടുത്ത ഫ്രിഡ്ജ് മാത്രം പോയിട്ടുള്ളൂ, ബാക്കിയൊക്കെ സെക്കൻഡ് ഹാൻഡ് ആണ്. മനസ്സിലായി. സെക്കൻഡ് ഹാൻഡ് പ്രൊഡക്റ്റ് ആണെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ഗുഡ് ഷോപ്പ് ആണ്. അപ്പൊ നമ്മുടെ എന്ത് കഴിഞ്ഞു? സ്മോൾ റീറ്റെയിലേഴ്സ് കഴിഞ്ഞു അല്ലെ? നമ്മുടെ ഫിക്സഡ് പ്ലേസ് ഉള്ള സ്മോൾ റീറ്റെയിലേഴ്സ് കഴിഞ്ഞു. അടുത്ത ഫിക്സഡ് ഷോപ്പ് ഉള്ള ലാർജ് റീറ്റെയിലേഴ്സ് നമ്മൾ പഠിക്കാം. ഇതിന് മക്കൾ ശ്രദ്ധിക്കുക, ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ്, ചെയിൻ സ്റ്റോഴ്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഷോപ്സ്, ദെൻ സൂപ്പർ മാർക്കറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. നേരത്തെ പറയാണ് ഫീച്ചറും മെറിറ്റും ഡിമെറിറ്റും പഠിക്കണം. ഫസ്റ്റ് സെക്കൻഡ് അതുപോലെ സൂപ്പർ മാർക്കറ്റ് മക്കൾ ശ്രദ്ധിക്കാം. ഇത് മൂന്നും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് വേണമെങ്കിൽ നിങ്ങൾ സൊസൈറ്റിയിൽ പഠിച്ച കാര്യം എഴുതി വെച്ചാൽ മതി. സെറ്റാണ് കൈവിശി കാണിച്ച സൊസൈറ്റി എന്ത് പഠിക്കുന്നത് ചോദിച്ചാൽ മതി. ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറിലേക്ക് ഡിപ്പാർട്ട്മെന്റ് കണ്ടോ മളുണ്ടോ ലുലുമാളെത്തി. അപ്പൊ നമ്മൾ ചെയ്യുന്ന ലുലു മാൾസിന്റെ പ്രത്യേകത ലാർജ് റീറ്റെയിൽ ഓർഗനൈസേഷൻ ആയിരിക്കും, ഒരുപാട് വെറൈറ്റി ഗുഡ്സ് ഉണ്ടായിരിക്കും, എല്ലാം എങ്ങനെയായിരിക്കും? പല പല ഡിപ്പാർട്ട്മെന്റ് ആയിട്ടായിരിക്കും. വൺ റൂഫ് മക്കളെ ശ്രദ്ധിച്ച്, പല പല ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് വിൽക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഡിപ്പാർട്ട്മെന്റ്. ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ് ആണ്. അണ്ടർടേക്കിംഗ്സ് ആയി എവിടേക്ക് പോകും? ഗവൺമെന്റിലേക്ക് പോകും. ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ പ്രത്യേകം ഓർത്തിരിക്കുക. ഡിപ്പാർട്ട്മെന്റ് അണ്ടർടേക്കിംഗ് വ്യത്യാസം ടീച്ചർ പറഞ്ഞ പോലെ ഓർത്തിരിക്കുക. ഫീച്ചേഴ്സ് നമുക്കറിയാലോ, റെസ്റ്റോറന്റ് ഉണ്ടാകാം, ടെലിഫോൺ, ബാത്റൂം ഉണ്ടായിരിക്കാം, ട്രാവൽ ഡെസ്ക്, റെസ്റ്റ്റൂം ഉണ്ടായിരിക്കും, റീഡിംഗ് റൂംസ് ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ സെൻട്രലൈസ്ഡ് കൺട്രോൾ. നമുക്കറിയാം ലുലുമാളാണ് ഇവിടെ എടപ്പള്ളിയിലാണ്, ഹൃദയഭാഗമാണ്. അവര് ഡയറക്റ്റ് ആയിട്ട് ഗുഡ് സർവീസ് പർച്ചേസ് ചെയ്തിട്ട് ലുലുമാളാണെങ്കിൽ ലുലു ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ കമ്പനിയാണ്. ഫസ്റ്റ് അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ എന്താണ്? കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യും, പിന്നെ നമുക്ക് പർച്ചേസിന് കൺവീനിയൻസ്, അവിടെ പോയി എല്ലാം മേടിക്കാൻ പറ്റും. സർവീസസ്, അട്രാക്റ്റീവ് സർവീസസ് ഉണ്ട്, എക്കണോമിക്സ് ഓഫ് സെയിൽ ഉണ്ട്, സെയിൽസ് പ്രൊമോഷൻസ് ഒക്കെ ഉണ്ടാവും അവിടെ ഒരുപാട്, അല്ലെ? ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടായിരിക്കും. ഇൻവിറ്റേഷൻ പറയുമ്പോൾ എന്തായിരിക്കും? അറ്റൻഷൻ നമുക്ക് അവിടെ കിട്ടില്ല, അല്ല? നമ്മൾ കൂടുതലായിരിക്കും. അതുപോലെ ലിഫ്റ്റ് ഉണ്ട്, എടുത്ത് ഇൻകൺവീനിയന്റ് ലൊക്കേഷൻ ആയിരിക്കും. നമുക്ക് പെട്ടെന്ന് സാധനം മേടിക്കാൻ വേണ്ടി അവിടെ പോകാൻ പറ്റുമോ? പറ്റില്ല. നെക്സ്റ്റ് ആണ് ഹ്യൂജ് കോസ്റ്റ്, എമൗണ്ട് വേണം. അടുത്താണ് ചെയിൻ സ്റ്റോഴ്സ് ആണ്. അത് ചെയിൻ ആയിട്ട് പല പല സ്ഥലങ്ങളിൽ ഉണ്ടാവും. ബാറ്റ എവിടെയാണ്? ബാറ്റ എവിടെയാണ്? ചെയിൻ സ്റ്റോഴ്സ് അറിയാലോ. KFC ഒരു സ്ഥലത്ത് മാത്രമാണോ KFC ഉള്ളത്? അല്ല, അതിന് പല പല സ്ഥലങ്ങളിൽ ബ്രാഞ്ച്. എങ്ങനെയായിരിക്കും? ബ്രാഞ്ചുകളെല്ലാം ഐഡന്റിക്കൽ ആയിരിക്കും, ഒരേപോലെ. പ്രൈസ് ബ്രാഞ്ച് കണ്ടിട്ടില്ല നിങ്ങള്? അത് റെഡ് കളറിലായിരിക്കും അല്ലെ? അതുകൊണ്ട് വേഗം തിരിച്ചറിയാം. അതിപ്പോ മലബാർ ഗോൾഡ് അല്ലെ? മലബാർ ഗോൾഡ് വേഗം തിരിച്ചറിയാൻ പറ്റും നമുക്ക്. കാരണം അവരുടെ ലക്ഷ്മി പറഞ്ഞൂടെ? പറയാം. ഭീമ ലക്ഷ്മി എന്താണ്? ലക്ഷ്മി ഭീമ
ഭീമ, ഇതിനൊക്കെ ഓരോന്നിനും നമുക്ക് പെട്ടെന്ന് കണ്ടറിയാം ബിൽഡിംഗ്, മനസ്സിലായില്ലേ? അപ്പൊ അതിന് എന്തുണ്ടായിരിക്കും, ഒരു ഫീച്ചർ, സ്പെഷ്യൽ ഫീച്ചർ ഉണ്ടായിരിക്കും ഓരോന്നും. വിന്നേഴ്സ് കോച്ചിങ് സെന്റർ എല്ലാത്തിനും ആ ഫ്ലെക്സും കാര്യങ്ങളെല്ലാം ഉണ്ടാവും കേട്ടോ. അപ്പൊ ചെയിൻ സ്റ്റോഴ്സ് ക്ലിയർ ആണ് കാണിച്ചത്. ഒരേ ഓണർഷിപ്പില് പല പല പ്ലേസിൽ എന്താണ് ഒരേപോലെ ബ്രാഞ്ച് ഇട്ടിട്ട് ഐഡന്റിക്കൽ ഓപ്പറേഷനും വൺ വെറൈറ്റി ഒറ്റ പ്രൊഡക്റ്റ് ഉണ്ടാവുള്ളൂ. അതാണ് എന്ത്, എല്ലായിടത്തും ഒരേ സാധനം. Yes, okay. That is chain stores അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഷോപ്പ്. KFC നമുക്ക് എപ്പോഴും എന്തിനു കിട്ടുള്ളൂ, എല്ലാം കിട്ടുന്ന ആ ഒരു മറ്റേ ചിക്കനും അതുപോലെ തന്നെ. നെക്സ്റ്റ് ഫീച്ചർ പറയുമ്പോൾ ലൊക്കേഷൻ കൺവീനിയന്റ് അടുത്തായിരിക്കും. സെൻട്രലൈസ്ഡ് പർച്ചേസ് ഹെഡ് ക്വാർട്ടേഴ്സ് ആയിരിക്കും പർച്ചേസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യും, ഓരോ ബ്രാഞ്ചിലേക്കും കൊടുക്കും. സെൻട്രലൈസ്ഡ് കൺട്രോൾ ഉണ്ടായിരിക്കും. മറ്റേ ബ്രാഞ്ചിനെ കൺട്രോൾ ചെയ്യാൻ പൈസ കൊടുത്താൽ KFC ഒക്കെ പോയിട്ട് പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റുള്ളൂ. ഐഡന്റിക്കൽ ഓപ്പറേഷൻ ആണ്. പിന്നെ എന്താണ്, ഇൻസ്പെക്ഷൻ എപ്പോഴും എന്ത് ചെയ്യും, ഓരോ ബ്രാഞ്ചിൽ അങ്ങനെ ബ്രാഞ്ചിലേക്ക് ഓരോ ഇൻസ്പെക്ഷൻ ആണ്. ഇനി അഡ്വാൻറ്റേജ്, എക്കണോമിക്സ് ഓഫ് സ്കെയിൽ, മിഡിൽ മെൻ ഇല്ല, കടം പറയാൻ പറ്റൂല. പിന്നെ എന്താണ്, ബാഡ് അപ്റ്റ് ഉണ്ടാവില്ല. പിന്നെ എന്താണ്, ട്രാൻസ്ഫർ ഗുഡ്സ് നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. റിസ്ക് കുറവായിരിക്കും, ലോ കോസ്റ്റ് ആയിരിക്കും. ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലാകുമ്പോൾ പല വെറൈറ്റി ഗുഡ്സ് ഉണ്ടായിരിക്കും. പക്ഷെ ഇവിടെ എങ്ങനെയായിരിക്കും, വൺ വെറൈറ്റി ലിമിറ്റഡ് ആയിരുന്ന പ്രൊഡക്റ്റ്. എല്ലാ ഡിപ്പാർട്ട്മെന്റും കൂടി അണ്ടർ സെയിം. ഇത് അങ്ങനെയല്ല, പല പല ബ്രാഞ്ചുകൾ പല പല പ്ലേസിലായിരിക്കും. ഫെസിലിറ്റി ഇല്ല മക്കളെ, പക്ഷെ ഇവിടെ എന്താണ്, ഫെസിലിറ്റി ഒന്നുമില്ല, സോ ഓപ്പറേഷൻ കോസ്റ്റ് കുറവായിരിക്കും. ഇത് വളരെ വലിയ സിറ്റികളിലായിരിക്കും ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ. ഇത് അങ്ങനെയല്ല, നമ്മുടെ പരിസരത്ത് എല്ലായിടത്തും ഉണ്ടായിരിക്കും. റിസ്ക് ഭയങ്കര കൂടുതലായിരിക്കും. പക്ഷെ നമുക്ക് ഇവിടെ റിസ്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, പല പല പ്ലേസിലായിരിക്കും. പക്ഷേ സെയിം ഓപ്പറേഷൻ ആയതുകൊണ്ട് എല്ലായിടത്തും സെയിം പ്രൈസ് ആയിരിക്കും. നെക്സ്റ്റ് അടുത്തത് എന്താണെന്ന് ചോദിക്കും. VPP അസോസിയേറ്റഡ് വിത്ത് മെയിൽ ഓർഡർ ബിസിനസ് ആണ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, സാധനങ്ങൾ മെർക്കൻഡൈസ് മീൻസ് മക്കളെ സാധനങ്ങളാണ്. സാധനങ്ങൾ ത്രൂ മെയിലിലൂടെ വിൽക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് മെയിൽ ഓർഡർ ബിസിനസ്. എങ്ങനെയൊക്കെ കൊറിയർ വഴി അല്ലെ, അഡ്വാൻസ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സാധനം മേടിക്കാം. അല്ലെങ്കിൽ എന്താണ്, പേയ്മെന്റ് ത്രൂ ബാങ്കിൽ കൊടുക്കാം. അതല്ലെങ്കിൽ പോസ്റ്റ് വഴി ഗുഡ്സ് കിട്ടുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം, പോസ്റ്റ് വഴി ഈ സെല്ലറിന്റെ അടുത്തേക്ക് പോസ്റ്റ് വഴി. അതായത് നിസാറിന്റെ കാലഘട്ട സമയത്ത് നമ്മൾ വന്നപ്പോ കുറച്ചും കൂടി 2K കിഡ്സ് ആയി. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അടുത്താണ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ്. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. കൺസ്യൂമേഴ്സിന് റീസണബിൾ റേറ്റിൽ ഗുഡ്സ് കിട്ടാൻ വേണ്ടിയിട്ട് അവിടുത്തെ കൺസ്യൂമേഴ്സ് എല്ലാം കൂടി ചേർന്ന് ചെയ്തേക്കുന്ന ഒരു ഫോം ഓഫ് ഓർഗനൈസേഷൻ ആണ് ഈ കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ്. ഇമ്പോർട്ടന്റ്. സൂപ്പർ ബസാർ എന്നും പറയാം, സെൽഫ് സർവീസ് ഓർഗനൈസേഷൻ എന്ന് പറയാം. സെറ്റ് ആണ് കൈവശിക്കാൻ ആരും വരില്ല, ബാസ്കറ്റ് വരും അല്ലെ സാറേ. ബാസ്കറ്റും കൊണ്ട് പോയി നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം. സെൽഫ് സർവീസ് കേട്ടോ. അപ്പൊ സൂപ്പർ മാർക്കറ്റ് ആർ ലാർജ് റീറ്റെയിൽ സ്റ്റോർസ് സെല്ലിംഗ് വൈഡ് വെറൈറ്റി ഓഫ് കൺസ്യൂമർ ഗുഡ്സ് ഓൺ ദ ബേസ് ഓഫ് ലോ പ്രൈസ് അപ്പീൽ ആൻഡ് സെൽഫ് സർവീസ് സ്റ്റൈൽ. സെൽഫ് സർവീസ് സ്റ്റൈൽ പ്രത്യേകം ശ്രദ്ധിക്കുക. സൂപ്പർ മാർക്കറ്റിന്റെ പോയിന്റ് സാർ പറഞ്ഞ പോലെ സെൽഫ് സർവീസ് ആണ്. അണ്ടർ വൺ റൂഫിൽ സെൽഫ് സർവീസസിൽ ഗുഡ്സ് വിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉറപ്പിക്കുക ഏതാണ്, സൂപ്പർ മാർക്കറ്റ്. അതേപോലെ എന്താണ്, പ്രൈസ് ഈസ് ലോ ആയിരിക്കും. ഫീച്ചേഴ്സ് എന്താണ്, അതുപോലെ വൈഡ് വെറൈറ്റി ഓഫ് സാധനങ്ങൾ ഉണ്ടാവാം. ഒരു സെൻട്രലൈസ്ഡ് ലൊക്കേഷനിലായിരിക്കും സ്ഥാപനം ഉണ്ടായിരിക്കും. പ്രൈസ് എങ്ങനെയായിരിക്കും, കുറവായിരിക്കും. ലോ പ്രൈസ് ആണ്. ക്യാഷ് ആൻഡ് ക്യാരി, കടം പറയാൻ പറ്റില്ല. സെൽഫ് സർവീസ് ആണ്. നമ്മൾ സ്വന്തമായിട്ട് പോയിട്ട് അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് നോക്കി. വൺ റൂഫ് ആൻഡ് ലോ കോസ്റ്റ് ആണ്. നേരത്തെ പറഞ്ഞ അതേ പോയിന്റ്, വൈഡ് സെലക്ഷൻ ഓഫ് അഡാപ്റ്റീവ് എക്കണോമിക് ഓഫ് സ്കെയിൽ ആണ്. ഇതാണെങ്കിലോ കടത്തിൽ സാധനം കിട്ടൂല, നമുക്ക് അറ്റൻഷൻ കിട്ടില്ല. ചിലപ്പോൾ ഗുഡ്സ് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഷെൽഫിലൊക്കെ വെക്കുമ്പോൾ ഗുഡ്സ് പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട്. ഹ്യൂജ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് വേണം. നെക്സ്റ്റ് ടോപ്പിക് ആണ് മക്കളെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് വെൻഡിങ് മെഷീൻ ആണ്. വെൻഡിങ് മെഷീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോ നമ്മുടെ ഇവിടങ്ങളിലൊക്കെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. റെയിൽവേ സ്റ്റേഷനിലുണ്ട്, എയർപോർട്ടിലുണ്ട്. പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഒക്കെ എടുക്കാനായിട്ട് നമുക്ക് എന്തുണ്ട്, ഇങ്ങനെ ഒരു മെഷീൻസ് ഉണ്ട്. അതിൽ നമുക്ക് പൈസ ഇട്ട് നമുക്ക് പ്ലാറ്റ്ഫോം ടിക്കറ്റ് കിട്ടും. അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റൽസിലൊക്കെ ഉണ്ട് ടോക്കൺ ഒക്കെ എടുക്കുന്നത്, ബാങ്കിലൊക്കെ ടോക്കൺ. അതുപോലെ തന്നെ പെപ്സി മറ്റേ പുറത്തെ രാജ്യങ്ങളിലൊക്കെ. അതായത് മെയിൻ ആയിട്ട് ഗുഡ്സിൽ പറയുമ്പോൾ പ്രീ പാക്ഡ് ഐറ്റംസ് അല്ലെങ്കിൽ ഓരോ സൈസിലും, പ്രത്യേകിച്ച് മക്കളെ ഓരോ സൈസിലും
ഓരോ ക്വാണ്ടിറ്റിയിലും ഓരോ വെയിറ്റിലും ഉള്ള പ്രീ പാക്ഡ് ഐറ്റംസ് വിൽക്കുന്ന ബ്രാൻഡഡ് ഐറ്റംസ് വിൽക്കുന്ന മെഷീൻസിനെയാണ് എന്താ പറയാ വെൻഡിങ് മെഷീൻസ്. ഇതെന്താണ് കസ്റ്റമർ ന്യൂസ് പേപ്പർ ഒക്കെ ഉണ്ട്. കസ്റ്റമേഴ്സിനും ബയേഴ്സിനും ഒക്കെ എന്താണ് കൂടുതൽ സൗകര്യപ്രദമാണ്. നമുക്ക് എന്താണ് പൈസ ടോക്കൺ ഒക്കെ ഇട്ട് സർവീസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുപോലെ ശ്രദ്ധിക്കുക, ഇതിന്റെ മെയിൻ്റനൻസ് കോസ്റ്റ് അപ്പൊ ലിമിറ്റേഷൻ പറയുമ്പോൾ മെയിൻ്റനൻസ് കോസ്റ്റ് കൂടുതലായിരിക്കും, ഇനീഷ്യൽ കോസ്റ്റ് കൂടുതലായിരിക്കും. അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ ചാപ്റ്റർ ഇതിൽ സാറേ കഴിഞ്ഞ മക്കളെ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. സാറേ കാണിച്ചുള്ള 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. They are petty retailers who have independent shops of a temporary nature and change their business from one locality to another. Permanent അല്ല, ടെമ്പററി ആയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി മാറി ബിസിനസ് ചെയ്യുന്ന ഇൻഡിപെൻഡന്റ് ഷോപ്പ്. ടെമ്പററി ആയിട്ട് ഷോപ്പ് ഓപ്പൺ ചെയ്ത് ഒരു പ്ലേസിൽ നിന്ന് മറ്റു പ്ലേസിലേക്ക് മാറി മാറി പോകുകയാണെങ്കിൽ എന്ത് പറയും? പെഡ്ലേഴ്സ് ആണോ, സ്ട്രീറ്റ് ട്രേഡേഴ്സ് ആണോ, ചീപ്പ് ജാക്കേഴ്സ് ആണോ, മാർക്കറ്റ് ട്രേഡേഴ്സ് ആണോ? വേഗാൻസ് പറയും മക്കളെ. വേഗം കൊണ്ട് കാണിച്ചോ. 2 ആണോ 3 ആണോ? വേഗം സ്ക്രീനില് 3 ചീപ്പ് ജാക്സ്. അതാണ് this is suitable for selling products which are branded, low priced and uniform in weight and size. ഒരേ സൈസിലും ഒരേ വെയിറ്റിലും അതുപോലെ വില കുറവിലും ബ്രാൻഡിലുള്ള ഗുഡ്സ് വിൽക്കുന്ന ഷോപ്പ് ഏതാണ്? ചെയിൻ ഷോപ്പ് ആണോ, സൂപ്പർ മാർക്കറ്റ് ആണോ, ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ് ആണോ, വെൻഡിംഗ് മെഷീൻസ് ആണോ? വേഗം കാണിക്കുക, ആക്ഷൻ കാണിക്കുക. കൺഫ്യൂഷൻ വരും കുറെ പേർക്ക്. 1 ആണ് 2 ആണ് 3 ആണ് 4 ആണ്. ഇത് എത്ര ഞാൻ നോക്കട്ടെ. നമ്മുടെ 3 2 എല്ലാരും. യെസ്, നമ്മുടെ പാർവതി പറഞ്ഞ ആൻസർ ആണ് കറക്റ്റ്. വെൻഡിംഗ് മെഷീൻ. മക്കളെ നോക്കിയേ, ബ്രാൻഡ് പ്രൈസ് കുറവില്. നിങ്ങൾ പ്രൈസ് കുറവ് സൂപ്പർ മാർക്കറ്റിലേക്ക് പോകരുത്. ഇവിടെ എല്ലാം വായിക്കേ. ബ്രാൻഡ് ആണ്, ലോ പ്രൈസ് ആണ്, യൂണിഫോം ആണ്. യൂണിഫോം ഇൻ വെയിറ്റ് ആൻഡ് സൈസ്. ഒരേ പോലത്തെ പ്രൊഡക്റ്റ്, ഒരേ വെയിറ്റിലും സൈസിലും ഒരേപോലത്തെ. ക്ലിയർ ആണ്? കൈവശിക്കാൻ ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണോ? ദാറ്റ് ഈസ് എന്ത് വെൻഡിംഗ് മെഷീൻ. ചെയിൻ സ്റ്റോഴ്സ് മാറിപ്പോകരുത്. ഐഡന്റിക്കൽ ഓപ്പറേഷൻ 1 ലൈൻ ഓഫ് പ്രൊഡക്റ്റ് ആണെങ്കിൽ ചെയിൻ സ്റ്റോഴ്സ് ആണ്. ലോ പ്രൈസിലും അല്ല. ഡിപ്പാർട്ട്മെന്റ് കമ്പയർ ആണെങ്കിൽ ലോ പ്രൈസ് ആണ്, പക്ഷെ അവിടെ പ്രത്യേകം പറയും ഐഡന്റിക്കൽ ഓപ്പറേഷൻ ആണെന്ന്. ഇനി സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ എങ്ങനെയാണ്? ലോ പ്രൈസിൽ കൺസ്യൂമർ ഗുഡ്സ് ആയിരിക്കും. ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും? പല പല ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് അണ്ടർ 1 പ്രൂഫിലായിരിക്കും. ക്ലിയർ ആണ്? കൈവശിക്കാൻ ഓക്കെ ആണെങ്കിൽ ഇനി വേഗം നോക്കാം. ജനറൽ സ്റ്റോഴ്സ്, സ്പെഷ്യാലിറ്റി ഷോപ്പ്, സ്ട്രീറ്റ് സ്റ്റോൾ ഹോൾഡേഴ്സ്, ചീപ്പ് ജാക്സ്. യെസ്, വേഗം പറഞ്ഞോ. 1 ആണ് 2 ആണ് 3 ആണ് 4. മക്കളെ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നെങ്കിൽ ഇരുന്ന് പഠിക്കാൻ സമയം വിട്ട് പഠിക്കുക കേട്ടോ. ഓരോന്നും എക്സാമ്പിൾ നിരത്തി വെച്ച് പഠിക്കുക കേട്ടോ. ബ്ലിങ്ക് ചെയ്യുന്നു. അക്സരിക്കുന്നുണ്ട്, അഫ്നാൻ ഇരിക്കുന്നുണ്ട്, ചീപ്പ് ജാക്കേഴ്സ്, ദി ഒക്കെ പറയുന്നത്. ഓക്കെ, ചീപ്പ് ജാക്കേഴ്സ്. മക്കളെ ബാക്കി എല്ലാം എന്താണ്? ആദ്യം ഒന്നുകൂടെ ഞാൻ പറയാണ് മക്കളെ, ഈ ചാപ്റ്റർ വളരെ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ്. നിങ്ങൾക്ക് അങ്ങോട്ട് ഇതിന് കൺഫ്യൂഷൻ ആയി പോകുന്നുണ്ടെങ്കിൽ സമയം എടുത്തു തന്നെ പഠിക്കുക. ഓരോന്ന് എക്സാമ്പിൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നല്ലപോലെ പ്രോപ്പർ ആയിട്ട് പഠിക്കുക കേട്ടോ. അപ്പൊ ഇന്നത്തെ ചാപ്റ്ററുകൾ എല്ലാവർക്കും സെറ്റ് ആണെങ്കിൽ ഉഷാറായിട്ട് കൈവശിക്കാൻ ഇമ്പോർട്ടന്റ് പോർഷൻസ് എല്ലാം ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? ബിസിനസ് അരിച്ചു പറക്കി പഠിക്കണം മക്കളെ, കാരണം ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുക. ഒരു കാര്യം പറയാം, ഈ വീഡിയോ നിങ്ങൾക്ക് ചാനലിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും വീണ്ടും കാണാം. അത് പബ്ലിക് ആയിരിക്കും. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കൂടി പഠിച്ചോട്ടെ. ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക, അവരും കൂടി പഠിക്കട്ടെ. ഇത് പബ്ലിക് ആയിരിക്കും. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു ഗൂഗിൾ ഫോം കിട്ടും. വളരെ വേഗത്തിൽ എന്ത് ചെയ്യാം? ആൻസർ ചെയ്യുക. ഏറ്റവും ഫാസ്റ്റ് ആയിട്ടും കറക്റ്റ് ആയിട്ടും ചെയ്യുന്നത് ആരാണോ ഫസ്റ്റ് ആള്, അവർക്ക് എന്തുണ്ടാവും? വിന്നേഴ്സിന്റെ പ്രൈസ് ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ എല്ലാവരും? അപ്പൊ എല്ലാവരും കിട്ടുന്ന സമയം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. നാളെ വൈകുന്നേരം കറക്റ്റ് 6:30 നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത സെക്ഷൻ, സെക്കൻഡ് സെക്ഷൻ. ബൈ ബൈ, ഗുഡ് നൈറ്റ്.